രമേശേട്ടാ സ്വാഗതം. നമസ്കാരം. എനിക്ക് ഓണം എന്ന് പറയുന്നത് പൂക്കളമോ ഓണക്കോടിയോ വടംവലിയോ വാഴക്കേറ്റോ ഒന്നും ആയിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഓണക്കാലവും ഓണത്തിനിറങ്ങുന്ന കോമഡി ഓഡിയോ കാസറ്റുകളുടെ പുറകെ ഓടുന്ന സമയമായിരുന്നു. ഓഡിയോ കാസറ്റുകൾ മേടിക്കാൻ പറ്റില്ലെങ്കിൽ കാസറ്റ് കടയിൽ പോയി ഇരുന്ന് കേൾക്കുക, ഓഡിയോ കാസറ്റ് ചിലതെങ്കിലുമൊക്കെ മേടിച്ച് അടുത്ത വീടുകളിൽ പോയി ഇട്ട് കേൾക്കുക. ഒരു പരിധി വരെ ഒരു നർമ്മബോധം ഉണ്ടായതിനകത്തും ഇത്തരത്തിലുള്ള ഇപ്പൊ പോലും നമ്മുടെ പരിപാടിയിൽ കേശവമാമന്റെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ പാരഡികളോടൊരു താല്പര്യം ഉണ്ടായതും എല്ലാം അത്തരത്തിലുള്ള കാസറ്റുകൾ ജീവിതത്തിൽ നൽകിയ അല്ലെങ്കിൽ ചെലുത്തിയ സ്വാധീനമാണ്. അത്തരത്തിലുള്ള കാസറ്റ് കാലഘട്ടത്തെയും ആ കാലഘട്ടത്തിലെ ഓണത്തെയും ഓണപരിപാടികളെയും എല്ലാം ഓർക്കുന്നു. മാത്രമല്ല ടെലിവിഷനിൽ ഞാൻ ആദ്യമായി പരിപാടി അവതരിപ്പിച്ചത് ഒരു ഓണക്കാലത്താണ്, ഒരു ഓണം പ്രോഗ്രാമിനാണ് എന്നുള്ളതും ഓണം എനിക്ക് വലിയ ഓർമ്മ തരുന്ന ഒന്നാണ്. അങ്ങനെ ആദ്യമായി ഒരു ടെലിവിഷൻ പരിപാടിയിൽ എൻ്റെ മുഖം കാണിച്ചത്, എൻ്റെ വീട്ടിൽ കേബിൾ TV ഇല്ലാത്ത സമയത്ത് ആദ്യമായി ഒരു ടെലിവിഷനിൽ എൻ്റെ മുഖം കാണിച്ച ആള് തന്നെയാണ് ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡുകളുടെ തുടക്കത്തിലെ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ അതിഥിയായി എത്തുന്നത്. ആ കലാകാരനെ, ആ നടനെ, ആ നിർമ്മാതാവിനെ, സംവിധായകനെ, ദേശീയ അവാർഡ് ജേതാവിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സലീമേട്ടൻ. സലീമേട്ടൻ നമസ്കാരം. നമസ്കാരം. എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ. ഓണാകുന്നേ ഉള്ളൂ, നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അഡ്വാൻസ് ആണ് നമ്മുടെ പ്രധാന ഐറ്റം അല്ലേ? സലീമേട്ടാ, രമേശേട്ടൻ പണ്ട് കാലത്തെ ഓണ കാസറ്റുകളെ പറ്റി പറഞ്ഞു, അതിനുശേഷം വന്ന ടെലിവിഷൻ പരിപാടികളെ പറ്റി പറഞ്ഞു. രമേശേട്ടൻ ആദ്യമായിട്ട് ടെലിവിഷനിൽ മുഖം കാണിക്കാനുള്ള അവസരം കൊടുത്തത് നമ്മുടെ സലീമേട്ടനാണെന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു ആ ഓണക്കാല ഓർമ്മകൾ? അല്ല, ഓണം എന്ന് വെച്ചാലേ ഈ മെയ് 31 പരിപാടി തീരും, പ്രോഗ്രാമുകളൊക്കെ തീരും, ട്രൂപ്പിന്റെ പരിപാടികൾ. പിന്നെ കർക്കിടകം ആഗസ്റ്റ് വന്നം, ആഗസ്റ്റ് ചിങ്ങവനം, അതുവരെ ഒരു പരിപാടി ഇല്ല, 5 പൈസ കയ്യിലില്ല. അപ്പൊ ഈ ഓണം വരാൻ ഇങ്ങനെ കാത്തു നിൽക്കും. അങ്ങനെ കാസറ്റ് ആയാലും സ്റ്റേജ് ഷോയിലും ഒക്കെ ഉള്ളൂ. അപ്പൊ ഓണം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനകത്ത് കാത്തിരിക്കുക തന്നെ വളരെ സന്തോഷമാണ്. അപ്പൊ ഇത് ഓണം എത്തുമ്പോ നമുക്ക് സ്റ്റേജ് പ്രോഗ്രാമായി, കാസറ്റായി, ഇപ്പൊ ഈ TV പ്രോഗ്രാമായി, അങ്ങനെ ഒരുപാട് പൈസ നമ്മുടെ കയ്യിൽ വന്നു ചേരും കലാകാരന്റെ സമയത്ത്. അപ്പൊ ഇത്ര ഉള്ള ഈ 3 മാസത്തെ കടമൊക്കെ വീട്ടുന്നത് ഈ ഓണം പരിപാടി കൂടി ആയിരിക്കുള്ളൂ. അപ്പൊ ഓണം നമ്മളെ എന്നും സഹായിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോ സലീമേട്ടന് ഒരു നല്ല ഐശ്വര്യമുള്ള കൈയാണ്. ഞാൻ എന്തിനാണ് ഓണക്കാലത്ത് ഇവരുടെ മുന്നിൽ സലീമേട്ടനെ വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എന്നെ ഫസ്റ്റ് കൊണ്ട് പരിപാടി ജയിച്ചെന്ന് പറഞ്ഞല്ലോ, ഏകദേശം ഒരു 2300-നും 500-നും ഇടയിൽ ടെലിവിഷൻ എപ്പിസോഡുകൾ ഞാൻ ചെയ്തു സലീമേട്ട അതിനുശേഷം. അപ്പൊ സലീമേട്ടൻ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു ഐശ്വര്യം നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസിനും ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ അഭിമാനിക്കുന്നതിൽ അന്ന് ഇവരെ കൊണ്ടുപോയപ്പോൾ ഞാൻ ഒരുപാട് തെറി കേട്ടു. ഇവരെ കൊണ്ടുപോയാലേ കാരണം ഇവർ പുതുമുഖങ്ങളാണ്. അപ്പൊ പഴയ ആളുകളെ ഞാൻ മുഴുവൻ മാറ്റിയിട്ടാണ് പുതിയ ആളുകൾ, പക്ഷെ അതിനടക്കമുള്ള പുതിയ ആൾക്കാരായിട്ട് വരുന്നത്. അപ്പൊ ഇവരെന്താണ്, ഇവർക്ക് ഒരു പകച്ചിലുണ്ടായിരുന്നു. അപ്പൊ എന്നെ വിളിക്കുന്ന തെറി മുഴുവനും ഞാൻ ഇവരെ വന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഇവർക്ക് എന്നേക്കും ശത്രുത. പക്ഷെ എന്നിരുന്നാലും അന്ന് കൊണ്ടുപോയ ആളുകളൊക്കെ എല്ലാവരും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അന്ന്. അതിന് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഉപവിഷ്ടരായിക്കൊണ്ട് നമുക്ക് പങ്കുവയ്ക്കാം, പ്ലീസ്. ഏതാനും എപ്പിസോഡുകളിൽ അതിഗംഭീരമായ ഓണാഘോഷ നിമിഷങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോവുക. നിങ്ങളുടെ ഇഷ്ട താരങ്ങൾ ഈ വേദിയിൽ വന്ന് ചിരിയും കളിയും തമാശയും സംഗീതവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ചിരി പ്രദാനം ചെയ്തുകൊണ്ടുള്ള എപ്പിസോഡുകളായിരിക്കും അവ. നമസ്കാരം വിഷു. നമസ്കാരം. 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 ഞാൻ ഒരു പുതിയ പ്രൊജക്ട് തുടങ്ങാൻ പോവുകയാണ്. സലീമേട്ടൻ പണ്ട് ഓഡിയോ കാസ്റ്റിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലേ? പിന്നെ ഒരുപാട് പിഷാരടി അതിൽ കയറാൻ വേണ്ടി ഒരുപാട് പാടുപെട്ടിട്ടുണ്ട് അല്ലേ? ഞാൻ നല്ലോണം പാടുപെട്ടിട്ടുണ്ട്. വലിയ ആഗ്രഹമായിരുന്നു ഓഡിയോ കാസറ്റിൽ പങ്കെടുക്കണമെന്ന്. ഓക്കെ. അപ്പൊ ഞാനിപ്പോ എന്താന്ന് വെച്ചാല് ഒരു പുതിയ സംരംഭം നമ്മുടെ ഈ ഓണക്കാലത്ത് തുടങ്ങിയാണ്. കാവർത്തന്റെ ബിസിനസ് അല്ല, ചക്രവർത്തി അല്ല, പ്ലാസ്റ്റിക് വാഴയില്ല, ഇതൊന്നുമല്ല നിങ്ങൾ ഉദ്ദേശിച്ചത്.
അതൊന്നുമല്ല, അത് ഓണത്തിന് തുടങ്ങാൻ പറ്റിയ സംഭവം. അത് വേറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അത് പിന്നെ തോളന്ന് പൂക്കൾ കൊണ്ടുവന്നിട്ട് ഇവിടെ വിൽക്കാനുള്ള പരിപാടിയാണോ? അല്ലെന്നേ. അല്ല, പിന്നെ എന്താ ചെയ്യുന്നത്? ഞാൻ പറയാം. കാരണം വെച്ചാല് നമ്മളിപ്പോ തുടങ്ങാൻ പോണെന്ന് പറഞ്ഞാല് പഴയതിനെ തിരിച്ചു കൊണ്ടുവരാൻ പോണിയ. ഇതൊന്നുമല്ല, പിന്നെ ഞാൻ ഓഡിയോ കാസറ്റ് ഇറക്കാൻ പോവാണ്. ഈ കാലത്ത് ആരെങ്കിലും ഓഡിയോ കാസറ്റ് ഇറക്കുവോ? എന്തിറക്കാല്? ടേപ്പ് റെക്കോർഡ് അതിന് അമ്മാവ ടേപ്പ് റെക്കോർഡർ ഇറക്കിയിട്ട് വേണ്ട ഓഡിയോ കാസറ്റ് ഇറക്കാൻ. എന്റെ പിഷാരടി സലിമേട് കേൾക്കണത്. നിന്ന് പോയ പാരഡി ഞാൻ തിരിച്ചു കൊണ്ടുവന്നില്ലേ? അതുപോലെ ഞാൻ ഇതിനെ തിരിച്ചു കൊണ്ടുവരും. ഏത് ഓഡിയോ കാസറ്റ്? ഓഡിയോ കാസറ്റ് ഞാൻ തിരിച്ചു കൊണ്ടുവരും. നിങ്ങൾക്കൊക്കെ അവസരം ഉണ്ടാവില്ല. അല്ല, ഒരു പരിധിവരെ ശരിയാണ് കേട്ടോ. ആൾക്കാർ ഇപ്പൊ യാത്ര ചെയ്യുമ്പോഴൊക്കെ കേൾക്കാൻ പാകത്തിന് ആപ്പുകളായി എന്നുള്ളതേ ഉള്ളൂ. ഓഡിയോ ആളുകൾക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. പലതരത്തിലുള്ള ആപ്പിലൂടെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ കാസറ്റ് ഇറക്കാൻ പോവാണ്. ഇറക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇറക്കിയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അതിൽ പങ്കെടുക്കുമെന്നും കൂടെ എനിക്കറിയണം. ബിസിനസ് ആണല്ലോ അല്ലെ? എങ്ങനെയാണ് അത് താല്പര്യം? പൈസ തരാണെങ്കിൽ ഇപ്പൊ അല്ലേ? പൈസ തരാണെങ്കിൽ പൈസ ഉണ്ട്. പൈസ അല്ല, സലീമേട്ട പൈസ മാത്രമല്ല. അമ്മാവ ഒരു കാര്യം പറയാം. അമ്മാവൻ ഇപ്പൊ വന്നിട്ട് എളുപ്പത്തിൽ ഈ ഓഡിയോ കാസറ്റ് അങ്ങ് ഇറക്കാം, ഓഡിയോ കാസറ്റിന്റെ ബിസിനസ് ചെയ്യാന്നൊക്കെ പറഞ്ഞല്ലോ. ഇത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇതിൽ വിഷ്വലുകൾ ഇല്ല. ശബ്ദത്തിൽ കൂടെ തന്നെ നടക്കുന്നത് എന്താണ് സിറ്റുവേഷൻ, എന്താണ് ലൊക്കേഷൻ, ആരൊക്കെയാണ് വന്നിരിക്കുന്നത്, എന്താണ് കഥാപാത്രങ്ങൾ, ഇതിലെല്ലാം ഒരുപാട് നർമ്മം. ഇങ്ങനെ ഒരു 1.5 മണിക്കൂർ ദൈർഘ്യം ശബ്ദത്തിലൂടെ മാത്രം ജനങ്ങളെ ചിരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മാത്രം പ്രതിഭയും കഴിവും എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലേ ഓഡിയോ കാസറ്റ് വിറ്റ് പോകാൻ പറ്റുള്ളൂ. എന്റെ പിഷാരൻ ഇത് പിഷാരന് മാത്രം കണ്ടുകൊണ്ട് ഞാൻ ഈ രംഗത്തേക്ക് വരുമെന്ന് തോന്നണ്ട. പ്രഗത്ഭരായ ആൾക്കാരെ നിരത്തിക്കൊണ്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത്. അണിനിരത്തിക്കൊണ്ട്. പണ്ടും ഇപ്പോഴും നമ്മളെയൊക്കെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കലാകാരന്മാരുണ്ട്. അവരെ ഞാൻ അണിനിരത്തിക്കൊണ്ടാണ് ഈ ഓണത്തിന് കാസറ്റ് ഇറക്കാൻ പോണത്. ആരൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോ കാണിച്ചു തരാം. എന്താ കാസറ്റിന്റെ പേരെന്താ? കാസറ്റിന്റെ പേര് ദേ ഫൺസ് അപ്പോൺ എ ടൈമിന് ഇടക്ക് പുട്ട് കച്ചവടം. ഇട്ടോട്ടെ. ഈ ഓണക്കാലത്ത് നിങ്ങളെ കുടുകുടാ ചിരിപ്പിക്കാൻ ദേ ഫൺസ് അപ്പോൺ എ ടൈമിൽ പുട്ടുകച്ചവടം. നിരവധി ഓഡിയോ കാസറ്റുകളിലൂടെ പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തിയ ഹാസ്യലോകത്തെ രാജാക്കന്മാർ ഒരുമിക്കുന്ന അപൂർവ നർമ്മവിരുന്ന്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർ വാക്കുകളുടെ ശരവർഷത്താൽ നമ്മെ ചിരിപ്പിക്കുന്ന, ടൈമിങ്ങിലൂടെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മികച്ച കലാകാരന്മാർ ഇതാ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരിശ്രീ മാർട്ടിൻ ആൻഡ് സാജൻ പള്ളൂരുത്തി. നിരവധി ഓഡിയോ കാസറ്റുകളുടെയും ടെലിവിഷൻ പരിപാടിയുടെ രചനയിലൂടെയും പ്രിയപ്പെട്ടവരായി മാറി. ഓഡിയോ കാസറ്റുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത താര സാന്നിധ്യം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഷിനോദ് മലയാറ്റൂർ ആൻഡ് ഹരിശ്രീ യൂസഫ്. അനിതര സാധാരണമായ രചനാ വൈഭവം കൊണ്ടും നിരവധി സൂപ്പർ ഹിറ്റ് പാരഡി ഗാനങ്ങളുടെ രചനകളിലൂടെയും ജനകീയനായ എഴുത്തുകാരൻ, ഒപ്പം മാവേലി മന്നന്റെ ശബ്ദത്തിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കലാകാരൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഷിജു അഞ്ജുമന ആൻഡ് കലാഭവൻ ജോഷി. ഏറ്റവും കൂടുതൽ സൂപ്പർ ഹിറ്റായ ഓഡിയോ കാസറ്റുകളുടെ രചനയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം തേടിയ കലാകാരൻ, ഓഡിയോ കാസറ്റുകളുടെ ആരംഭകാലം മുതൽ ഇന്നുവരെ വളരെ സജീവമായി നിലനിൽക്കുന്ന കലാകാരൻ ഏറെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു തോമസ് തോപ്പിൽക്കുടി ആൻഡ് ഏലൂർ ജോർജ്. കൊച്ചിൻ കലാഭവനിലൂടെ മലയാളത്തിലെ തന്നെ ആദ്യത്തെ ഓഡിയോ കാസറ്റ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ച പ്രതിഭ, മിമിക്രി എന്ന കലയുടെ തലതൊട്ടപ്പന്മാരിൽ ഒരാൾ, നിറഞ്ഞ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു KS പ്രസാദ്.
എല്ലാ മഹാരഥന്മാർക്കും നമ്മുടെ ഫണ്ട്സ് അപ്പോൺ എ ടൈമിലേക്ക് സ്വാഗതം. സലിമേട്ടാ സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു. ഞാൻ തുടക്കത്തൊട്ട് പറഞ്ഞു ഒരു ഓഡിയോ കാസറ്റിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ബാച്ചിൽപ്പെട്ട എല്ലാ മിമിക്രി ആർട്ടിസ്റ്റുകളുടെയും ഏറ്റവും വലിയ ആഗ്രഹം. ഇവരൊക്കെയാണ് അന്ന് ഇറങ്ങിക്കൊണ്ടിരുന്ന ഇവരും ഇവരുടെ സഹപ്രവർത്തകരായിട്ടുള്ള ഒരു സംഘം ആൾക്കാരുമാണ് ഏറ്റവും കൂടുതൽ ഓഡിയോ കാസറ്റുകളിൽ പങ്കെടുത്തിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഓഡിയോ കാസറ്റുകൾ ഇറക്കിയിട്ടുള്ള ആളുകളിൽ നിരന്നു നിൽക്കുന്നത്. അതായത് മലയാളത്തിലെ ആദ്യത്തെ കോമഡി ഓഡിയോ കാസറ്റിൽ പങ്കെടുത്ത കലാകാരനാണ് നമ്മുടെ പ്രസാദ് ഏട്ടൻ. പ്രസാദ് ഏട്ടൻ അത് എപ്പോഴാണ് അത് ഇറക്കിയത്? അത് ഇറക്കിയതല്ല, ഇറങ്ങിയതാ. കാരണം നമ്മളാരും ഒഫീഷ്യലായിട്ട് ഇറക്കിയതല്ല. ഞങ്ങൾ 82-ൽ ഒരു പ്രോഗ്രാം ചെയ്തു ടൗൺ ഹാളിൽ. അതിൽ സിദ്ദിഖ്, നമ്മുടെ ഇന്നത്തെ സംവിധായകൻ സിദ്ദിഖ്, ലാല്, NF വർഗീസ്, അതുപോലെ അൻസാർ, റഹ്മാൻ എല്ലാവരും ഉണ്ടായിരുന്നു, ഞാൻ ഉൾപ്പെടെ. അതാരോ അത് മിക്സർ ചെയ്യുന്ന ഔട്ട് എടുത്ത് റെക്കോർഡ് ചെയ്തു. ഇതിങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ ഒരു ലാഭമുണ്ടെന്നും ആളുകൾ ഇത് കാണുമെന്നും ആർക്കും അറിയില്ലല്ലോ, ഫസ്റ്റ് അല്ലേ ഇത്. അപ്പൊ ഞാനൊരു ദിവസം ഷൺമുഖൻ റോഡിൽ നിൽക്കുന്ന സമയത്ത് ഒരു ജനക്കൂട്ടം കണ്ടു. അപ്പൊ നമ്മളിപ്പോ കണ്ടല്ലേ ഈ ക്രിക്കറ്റ് ഒക്കെ കളി നടക്കുമ്പോൾ ഫൈനലിന്റെ ഒരു 10, 25 പേര് 50 പേര് നിന്ന് കാണുന്നു, അതേപോലെ നിൽക്കുന്നു. പ്രതീക്ഷിക്കാത്തൊരു ജനക്കൂട്ടം. ഞാൻ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോ നമ്മുടെ ട്രൂപ്പിലെ ഐറ്റംസാ. സിദ്ദിഖിന്റെ, ദുബായ് മാനും, NF വർഗീസിന്റെയും ഞാനും അവരൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ ശബ്ദം ഇത് കേൾക്കാൻ ആളുകളെല്ലാം നിൽക്കുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും കൂടെ ഫോൺ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാ പറയുന്നത് ആലുവയിലുണ്ട് ഇത്, കോട്ടയത്തും ഉണ്ട്, കേരളം മുഴുവൻ ഈ സാധനം ഇറങ്ങി. അതാരാണ് ഇറക്കിയത് അതിപ്പോഴും അറിയില്ല. 1-2 പേരുടെ പേരുകൾ സംശയമുണ്ട്, എന്നാലും അറിയാതെ പറയാൻ പാടില്ലല്ലോ പബ്ലിക്കായിട്ട്. അപ്പോഴാണ് ഇത് അറിയുന്നത്, ഇതിന് ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നത് ജയറാമിനെ എല്ലാം വെച്ചിട്ട് അബൂക്ക കോമാക്സ് എന്ന് പറഞ്ഞൊരു കാസ്റ്റ് ഇറങ്ങി, നമ്മുടെ കോലഞ്ചേരി റഹ്മാനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹനീഫ. അതും ഇതുപോലെ പോയി. അതിനുശേഷമാണ് കലാഭവൻ തുടങ്ങുന്നത്, കലാഭവൻ മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴൊക്കെ ജയറാമൊക്കെ എത്തി. അങ്ങനെയാണ് പിന്നെ കാസറ്റുകളുടെ ഒരു ഒഴുക്കം കൂടെ തുടങ്ങുന്നത്. ഏറ്റവും കൂടുതൽ കാസറ്റുകൾക്ക് എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് എഴുത്തിന്റെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള ഒരാളാണ് തോമസ് തോപ്പിൽക്കൊടി എന്ന് പറയുന്ന ആള്. കാരണം അന്ന് മറ്റുള്ള മിമിക്രിക്കാര് സ്ക്രീനിൽ വരുന്നതുകൊണ്ട്, സ്റ്റേജിൽ വരുന്നതുകൊണ്ട് അവരെ മുഖപരിചയം ഉണ്ടായിരുന്നു. തോമസ് ഏട്ടൻ പേരിങ്ങനെ കാസറ്റിൽ മാത്രം കേട്ടോണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരു സിനിമയ്ക്ക് പോസ്റ്റർ ഒട്ടിക്കുന്നത് പോലെ വഴിയരിക് മുഴുവൻ ഓഡിയോ കാസറ്റിന്റെ പോസ്റ്ററുകൾ ഒട്ടിക്കാവുന്ന തരത്തിൽ അതിന് മാർക്കറ്റ് ഉണ്ടായത് ടൈറ്റാനിക് എന്ന് പറയുന്ന കാസറ്റൊക്കെ വന്നാണ്. അതിന്റെയൊക്കെ രചന നടത്തിയ ആളാണ് തോമസ് ഏട്ടൻ. തോമസ് ഏട്ടാ, എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ വേദിയിൽ നിൽക്കണേൽ ഡയാനയും അതേപോലെ തന്നെ സുധി പറവൂര്, പിഷാരടി ഒഴിച്ച് ബാക്കി എല്ലാവരും ഞാൻ കാസറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരും വലിയ സന്തോഷം തോന്നുന്നു. സലികുമാർ അടക്കം. ഞാനൊരു മാവേലി ഒമ്പത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മാലിമതില് ലാസ്റ്റ് 2 പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഏറ്റവും ആദ്യമായിട്ട് അന്ന് മിമിക്സ് ഡ്രാമ എന്ന് പറഞ്ഞ കാസറ്റ് ഞങ്ങൾ ഏറ്റവും ആദ്യമായിട്ട് എഴുതണം. അന്ന് ഈ കലാഭവനം കാസറ്റ് ഇറങ്ങുന്ന സമയത്ത് അത് ഇറക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാനും ഹരിശ്രീ മാർട്ടിനും ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് കാസറ്റ് എഴുത്തൊക്കെ. മാർട്ടിൻ്റെ വീട്ടിലെ ഒരു ചെറിയൊരു മുറിയിലിരുന്ന് എഴുതും. അത് കഴിഞ്ഞിട്ട് ഈ പ്രൊഡ്യൂസറെ തപ്പി കൊടുക്കും. അങ്ങനെ ലാസ്റ്റ് വിൽസൺ ചേട്ടനെ പോയി കണ്ടു. അങ്ങനെ വിൽസൺ ചേട്ടനെ പ്രൊഡ്യൂസ് ചെയ്ത് ഹരിശ്രീ ആശോചന ഡയറക്റ്റ് ചെയ്ത് അങ്ങനെ ഫസ്റ്റ് കാസറ്റ് ഇറങ്ങി മിമിക്സ് ഡ്രാമ എന്നുണ്ട്. അതിൻ്റെ അകത്താണ് ആ കറണ്ട് അടിക്കുമ്പോൾ എത്ര ഷോക്ക് അടിച്ചാലും ഷോക്ക് അടിക്കാത്തൊരു മനുഷ്യൻ കറണ്ടിലേക്ക് തൊടുമ്പോൾ ആ ഐറ്റം അതിൻ്റെ അകത്തുള്ളായിരുന്നു. പിന്നെ ഒരു കഥാപ്രസംഗം, ബാലി, അങ്ങനെ കുറേ സാധനങ്ങൾ. അത് ഭയങ്കര സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരുന്നു. പിന്നെ അതിനുശേഷം +2 കോമഡി എന്നുള്ള കാസറ്റ് അങ്ങനെ പോകുന്നു. പിന്നെ നാദർഷ എന്നെ വിളിച്ചിട്ടാണ് ദേവാലി 9 എന്നുള്ള കാസറ്റിൽ വന്നത്. പിന്നെ ഞാനും സലീമർ ഒരുമിച്ച് 2-3 കാസറ്റ് എഴുതിയിട്ടുണ്ട്. പാരഡി മുത്തു എന്ന് പറഞ്ഞൊരു കാസറ്റ്, മുത്തു സിനിമയുടെ പാരഡി ആയിട്ട്. എന്നെ മറന്നുപോയി അന്ന്. അന്ന് എന്നെ മറന്നുപോയി. അതിനകത്തുണ്ടായിരുന്നു. മറന്നുപോയി. അല്ല നീ വിളിച്ചാനേ കേട്ടോ. നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചത് എന്റെ പരിപാടിക്ക്. പിന്നെ അതിന് മമ്മൂക്ക സിനിമയും ലാലേട്ടൻ സിനിമയും ഇറങ്ങുന്ന പോലെയായിരുന്നു ആ സമയത്ത്. ഒരു ദേമാവലി 9 ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിൽ വലിയ കോമ്പറ്റീഷൻ ആണ്. അതിൽ പുട്ടുകച്ചവടത്തിൽ പെട്ടതാണ് സാജൻ ചേട്ടനൊക്കെ. ആ കാലഘട്ടത്തിൽ ഞാൻ ആദ്യമായിട്ട് എറണാകുളത്ത് ലാൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ എറണാകുളത്ത് വന്ന് നിൽക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു മിമിക്രി കലാകാരൻ രഘു കളമശ്ശേരിയാണ്. രഘു കളമശ്ശേരിയാണ് നമുക്കൊരു ട്രൂപ്പ് ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ ഒരാളെ കൂടി വേണമെന്ന് പറയുന്നത്. നാഗാലാൻഡിലെ ഒരു ചിത്രകാരനുണ്ട്, അവൻ്റെ പേര് മാർട്ടിൻ എന്നാണ് എന്ന് പറയുന്നത്. അങ്ങനെ മാർട്ടിൻ ലാൻഡ് ചെയ്തതിന് ശേഷമാണ് എന്നോട് പറയണത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് തോമസ് തോപ്പിൽക്കൊടി എന്ന് പറയും. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചൊരു സമയത്ത് സമ്മേളിക്കുക. ആ സമ്മേളനത്തിൻ്റെ സമയത്താണ് ഞാനും ഈ കാസറ്റിലേക്ക് ചെന്നുപെടുന്നത്. അത് ദിലീപും നാദൃശ്യയും അബിയും കൂടി ഇറക്കിയ ഓണത്തിനടക്ക് പുട്ടുകച്ചവടം എന്നുള്ള കാസറ്റ് ഒരു 2-3 വർഷം കഴിഞ്ഞ് അവർ മാറിക്കഴിഞ്ഞിട്ട് 6ാം ഭാഗത്തിലേക്കാണ് ഞാൻ ചെന്ന് കയറുമ്പോൾ ആ മുറിയിൽ പ്രദീപ് പള്ളുരുത്തിയുണ്ട്, കലാഭവൻ ജോഷിയുണ്ട്, മനോജ് ഗിന്നസ് ഉണ്ട്, ഹരിശ്രീ അൻസാറുണ്ട്. അങ്ങനെ ഞങ്ങളൊരു ടീം ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോഴാണ് അവിടേക്ക് ഷിജു അഞ്ചുമന എന്ന് പറയുന്ന പയ്യൻ വന്ന്
കയറുന്നത്. പിന്നെ ഷിജു അഞ്ചുമനയായി. അപ്പൊ അന്നൊക്കെ ഞങ്ങളുടെ മനസ്സിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വർഷം ഞങ്ങള് 11 മാസം വീട്ടിലിരുന്ന് ചിന്തിച്ചിട്ട് 12ാം മാസം ഓണത്തിന് ഒരു മാസം മുമ്പ് എല്ലാവരും ഹോട്ടലിൽ വരുന്നു. അന്ന് ആരും കല്യാണം കഴിച്ചിട്ടില്ല, പ്രദീപേട്ടൻ ഒഴിച്ച് എല്ലാവരും ഇങ്ങനെ നിന്നിട്ട് അത്ര നാളുണ്ടാകുന്ന സമകാലീന സംഭവങ്ങളെ മുഴുവൻ കോർത്തിണക്കിയാണ് ഓണത്തിനടക്ക് പുട്ടുകച്ചവടം എഴുതി തീർക്കുന്നത്. അത് അന്നുണ്ടായ ഒരു സുഖം, അന്ന് കാണുമ്പോൾ കൂടുന്ന ഇമ്പം, മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം, ഒരുപാട് ഓർമ്മകളായി ഉറക്കുന്ന അന്നത്തെ വളർച്ചയും ഉയർച്ചയും സ്വപ്നം കണ്ട് എങ്ങനെ ആകാം, എങ്ങനെ ആയിത്തീരാമെന്ന് ആഗ്രഹിക്കുന്ന പലരും ഇന്ന് പല പ്രതലങ്ങളിലും എത്തിച്ചേർന്നു, തിരക്കുള്ളവരായി മാറി. അവരെ വീണ്ടും കാണാനുള്ള ഒരു അവസരം ഒരുക്കിയത് വൺസ് അപ്പോൺ എ ടൈമാണ്. അല്ല, ഞാനും ഇപ്പൊ ഒരു നിമിഷം ഒന്ന് നോർത്തിലേക്ക് ഒന്ന് പോയി. ഈ ഹോട്ടലിലെ താമസം, എലൈറ്റ് ഹോട്ടല്. അതായത് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോകുന്ന പ്രശ്നമില്ല. എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക, എഴുതുക, ആലോചിക്കുക, അതിനെക്കുറിച്ച് സംസാരിക്കുക. സാജൻ ആണെങ്കിലും പിന്നെ അതിനിടയ്ക്ക് ഓരോ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല, ആരെയും പേടിക്കണ്ടല്ലോ. ആരെയും പേടിക്കണ്ട. അതെ. അപ്പൊ ഒത്തിരി നല്ല അനുഭവങ്ങൾ വരുന്ന ഒരു നിമിഷങ്ങളാണത്. ഈ കാസറ്റിലെ ശബ്ദത്തിലൂടെ നിങ്ങളെയൊക്കെ ആരാധകർ തിരിച്ചറിയുമായിരുന്നു. ഇപ്പം യൂസഫക്കയുടെ ഫാദർ ഡൊമിനിക് തിരമാല അച്ഛൻ എല്ലാ കാസറ്റിലും പള്ളിയിലച്ഛനായിട്ട് യൂസഫക്ക ചെയ്യുമായിരുന്നു അല്ലേ? ഞാൻ സത്യത്തിലെ ആദ്യകാലങ്ങളിൽ ഞാനും ചന്ദ്രൂര് എൻ്റെ നാട്ടുകാരൻ നജീബുമായിട്ടായിരുന്നു കാസറ്റ് ചെയ്യണത്. അങ്ങനെ ഒരു 3-4 വർഷത്തോളം ഞങ്ങൾ അപ്പോൾ ദേമാവലി ഒമ്പത്തും ഓണത്തിനൊക്കെ പുട്ടുവച്ചോടൊക്കെ ഹിറ്റായി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അതിലൊന്നും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള കാസറ്റൊക്കെ സ്വന്തമായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും അവനും കൂടി എഴുതിയാണ് ഒരു പാട്ടുണ്ട്. അതൊരു വികൃതിയായ ഒരു കുട്ടി ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ടൂണിൽ ഞങ്ങളൊരു പാട്ട് എഴുതിയ സാധനമാണ്. കിളിയേ ദിക്റ് പാടി കിളിയേ സുബഹിക്ക് അങ്ങനെ ഒരു സാധനത്തിന് ഞങ്ങൾ എഴുതിയ പാട്ടാണ്. മകനേ പൊക്കറുകുട്ടി മകനേ സുബഹിക്ക് എഴുന്നേറ്റ് ഉറങ്ങുന്ന ഉപ്പുപ്പാടെ നിക്കറൂരി എടുക്കുന്ന മകനെ മേലാകപ്പാടെ പൂതപ്പിട്ട് കിടക്കുന്ന ഉമ്മമാനെ വെള്ളം കോരി ഒഴിക്കുന്ന മകനെ വെള്ളം കോരി ഒഴിക്കുന്ന മകനെ. അതൊക്കെ ആ കാലത്ത് ഹിറ്റായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ജെയ്മോൺ സേവിയർ എന്ന് പറഞ്ഞൊരു പാർട്ടി എഴുത്തുകാരനോട് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ 2 കാസറ്റ് ചെയ്ത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടാ നീ ഇപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഇരിക്കണം, നാളെ നീ ദേമാവലി ഒമ്പത്തിൽ പങ്കെടുക്കും, കാരണം എനിക്കറിയാം എന്ന് പറഞ്ഞു. അത് അവൻ പറഞ്ഞ പോലെ തന്നെ പിറ്റേ വർഷം 7ാം ഭാഗം ദേമാവലി കൊമ്പത്ത് 7ാം ഭാഗത്തിൽ 7ാം ഭാഗം മുതൽ നാദൃഷിക്കയുടെ കൂടെ കൂടി 15ാം ഭാഗം വരെ അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ കാര്യത്തിലും വലങ്കയായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. ജോർജ് ചേട്ടനോ? ഞാനും ഓണത്തിനിടക്ക് പുട്ടച്ചവടം ഭാഗമായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ദേമാവലി കൊമ്പത്ത് അതില് ജോർജ് ചേട്ടൻ്റെ ഒരു നാരായണൻകുട്ടിച്ചേട്ടൻ്റെ ശബ്ദമുള്ള പോലത്തെ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നില്ലേ? സ്ഥിരമായിട്ടുള്ളത് ഈ ശബ്ദമാണ്. സ്ഥിരമായിട്ട് ആ ശബ്ദം കാസറ്റിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ വേറെ കുറെ ശബ്ദങ്ങൾ, കളവന്മാരുടെ ശബ്ദമൊക്കെ ഏതും സെയിം ആണ്, എന്നാലും മാറ്റി മറിച്ചൊക്കെ ചെയ്യും. ശരിക്കും സാജു കൂടിയൻ ചേട്ടൻ വരേണ്ടതായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന് പനി പിടിച്ച് കിടക്കുന്നോണ്ട് വരാൻ പറ്റൂലെന്ന് അറിയിച്ചാണ്. ഷിജു ചേട്ടൻ എത്ര പാരഡി എഴുതിയിട്ടുണ്ടാവും ഷിജു ചേട്ടാ? അയ്യോ, അങ്ങനെ എണ്ണമൊന്നും വെച്ചിട്ടില്ല, എന്നാലും എനിക്ക് തോന്നുന്ന 1000-ന് മേലെ ചെയ്യുന്നുണ്ട്. അത് എല്ലാം കൂടി ഇലക്ഷൻ കാസറ്റുകൾ പിന്നെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് എല്ലാം അടക്കം. ശരിക്കും അതിനെ സൂപ്പർ ഹിറ്റ് ആക്കിയ ഒരു പാട്ടായിരുന്നു 10ന്റെ നോട്ടിൽ 100ന്റെ നോട്ടിൽ നിന്ന്. അതിന് ആ ടീമിനെ ഫുൾ നവോദയ ടീമിന്റെ ഫുൾ ആളുകളുടെയും ലൈൻസുകൾ അതിനകത്തുണ്ടായിരുന്നു. ഞാനൊരു 8ാം ഭാഗം മുതലാണ് ഓണത്തിൻ്റെ പുട്ടുവെച്ചുകൊടുത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത്. ചെറിയ ചെറിയ പാട്ടുകളൊക്കെ പറഞ്ഞ് രഘു കളമശ്ശേരിയാണ് ശരിക്കും ഒരു ട്വിസ്റ്റ്. വഴിയിൽ വെച്ച് കണ്ടു, അപ്പോൾ എനിക്കൊരു അവസരം രഘുവാണ് തന്നത്. ഞാൻ 2 പേര് പാടി കേൾപ്പിച്ചു. അപ്പോൾ അങ്ങനെ ചെന്നു, പുട്ടുവെച്ചുകൊടുത്തിൽ ചെന്നു. കുറേ കാലങ്ങൾ, പിന്നെ 8 മുതൽ 23 ഭാഗം വരെ ഞാൻ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ എല്ലാവരും തിരക്കുള്ള ആളുകളായി പോയപ്പോഴാണ് പുട്ടുവെച്ചുകൊടുത്തിൻ്റെ സംവിധായകനായി ഞാൻ മാറുന്നത്. അത് വീഡിയോ കാസറ്റിൽ 4 വീഡിയോ കാസറ്റ് അവൻ ഡയറക്റ്റ് ചെയ്തു. ആദ്യമായിട്ട് ക്യാമറയുടെ സൈഡിൽ ഇങ്ങനെ നിന്നിട്ട് ആക്ഷൻ എന്ന് പറയാൻ അവസരം കിട്ടിയ നടനാണ് സലീമേട്ടൻ. സലീമേട്ടൻ ആ പാട്ടിൽ സ്വാമിജിമാർക്കെല്ലാം എന്നുള്ളൊരു പാട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ ചാനലില് ഞാൻ ഒരു TV പ്രോഗ്രാം ചെയ്തിരുന്നല്ലോ, അതിൽ തന്നെ ഒരു 300ഓളം പാട്ടുകൾ ഷിജു ചെയ്ത് ഞങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. 1000 പാട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും എവിടെയെങ്കിലും പലപ്പോഴും പാട്ട് റെക്കോർഡിങ്ങിന് മുമ്പ് പുള്ളി അന്ന് രാവിലെ പോലും എഴുതിയിട്ടുണ്ടാവില്ല.
സ്റ്റുഡിയോട്ട് പോയിക്കോ, ഞാൻ റെഡി ആയിക്കോളാം എന്ന് പറയും. പകുതി 4 വരെ എഴുതിയിട്ടുണ്ടാവും, ബാക്കി 4 വരെ പുള്ളി സ്റ്റുഡിയോ ചെന്നിട്ടായിരിക്കും 4 അല്ല ബാക്കിയുള്ള ഭാഗങ്ങൾ എഴുതുന്നത്. അത്ര ഫാസ്റ്റ് ആണ് നമസ്കാരം. എത്ര കാസറ്റ്? അല്ല, ഞാൻ കാസറ്റുകളുടെ എണ്ണം പറഞ്ഞാൽ ഒരു 10-250 ഈ ഓഡിയോ കാസറ്റുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഞാൻ എറണാകുളത്തേക്കൊക്കെ ഈ ഒരവസരത്തിന് വേണ്ടിയൊക്കെ വരുന്ന സമയത്ത് സാജൻ പള്ളുരുത്തി, ഹരിശ്രീ മാർട്ടിൻ, തോമസ് തോപ്പിൽക്കുടി എന്നൊക്കെ പറഞ്ഞ ഓഡിയോ കാസറ്റ് രംഗത്തെ മമ്മൂട്ടിയും മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് വന്ന അവസരം അങ്ങനെ കിട്ടാൻ വേണ്ടി നടന്നപ്പോൾ മനോജ് ഗിന്നസാണ് എനിക്കൊരു ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടത്തിലൊക്കെ. അവിടെ വന്നു. അങ്ങനെ അതിനുശേഷം ഓരോരോ പരിപാടികളായിട്ട് ഒരുപാട് കാസറ്റുകളിൽ എഴുതാൻ സാധിച്ചു. തോമസാണ് ആദ്യമായിട്ട് സ്വതന്ത്രമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഒരു കാസറ്റ് എഴുതാൻ വേണ്ടിയിട്ട്. തോമസിന് എന്തോ തിരക്കാണ്, അപ്പോൾ നീ ഒന്ന് എഴുതുമെന്ന് ചോദിച്ചു. അങ്ങനെ എഴുതി, ഒരു ഓഡിയോ കാസറ്റ് എഴുതി. അങ്ങനെ ഒരു ഓണക്കാലത്ത് മാത്രം ഒരു 12-13 ഓഡിയോ കാസറ്റുകൾ ഞാൻ എഴുതിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അന്ന് ഞാൻ ഷാജോണൊക്കെ മിമിക്രി കലാഭവമണിനെ ചേട്ടനൊക്കെ അനുകരിച്ച് തുടങ്ങുന്ന സമയത്തായിരുന്നു. അപ്പോൾ ഞാനും ഷാജോണും മാത്രമായിട്ട് 2 പേര് നിന്നിട്ട് 6-7 കാസറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോയിൽ നിന്ന് സ്കിറ്റ് ഉണ്ടാക്കുന്നതും പറയുന്നതും എല്ലാം ഞങ്ങൾ തന്നെ. അപ്പൊ ഒരുപാട് സന്തോഷം. അന്നുള്ള സൂപ്പർ സ്റ്റാറുകളുടെ വഴക്കുകളില് ഓണത്തിനിടയ്ക്ക് പുട്ടുവച്ചോടും മാവേലി ഒമ്പത്തും തമ്മിൽ ചെറിയ കോമ്പറ്റീഷൻ ഉണ്ട്. ഇതിൽ പങ്കെടുക്കുന്നവൻ അതിൽ പങ്കെടുക്കൂല, അതിൽ പങ്കെടുക്കുന്നവൻ ഇതിൽ പങ്കെടുക്കൂല എന്നൊക്കെ പറയുന്ന ചില വഴക്കുണ്ടായിരുന്നു. വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരെ മാത്രമേ 2 പേർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളായിരുന്നു. കാരണം അവനെ ഒഴിച്ചു നിർത്തിയ നടക്കൂല എന്നുള്ള പ്രശ്നമുള്ളത്. അങ്ങനെയുള്ള ഒരാളായിരുന്നു കലാഭവൻ ജോഷി ചേട്ടൻ. കാരണം 2 കാസറ്റിലെയും ഇന്നസെന്റ് ജോഷി ചേട്ടനാണ്. പിന്നെ ദിലീപേട്ടൻ പോയപ്പോ ശേഷം അതെ 2 കാസറ്റിലും ഏറ്റവും കൂടുതൽ തവണ ഇന്നസെന്റ് തന്നെ ചെയ്തിട്ടുള്ളത് ജോഷി ചേട്ടനാണ് അല്ലേ? ഞാനിപ്പോൾ പറഞ്ഞ മാതിരി രഘു കളമശ്ശേരി എന്ന് പറയുന്നത് ഐസക് ന്യൂട്ടനാണ് ആള്. ആൾക്കാരെ കണ്ടെത്തുന്ന ഒരാളാണ് പുള്ളി. അതായത് എന്നെയും കണ്ടെത്തിയത് രഘു തന്നെയാണ്. എന്നെ കലാഭവനിൽ ഒരു ഷോ, ഹരിശ്രീയുടെ പരിപാടി നടക്കുന്നു, കലാഭവൻ്റെ പരിപാടി നടക്കുന്നു. അവിടെ വെച്ചാണ് ഇന്നസെന്റ് പുട്ട് കച്ചവടത്തിലില്ല. അപ്പോൾ ഒരു പുതിയൊരു ഇന്നസെന്റിനെ വേണം അവർക്ക്. അങ്ങനെ എൻ്റെ ഒരു ശബ്ദം കേൾക്കുകയും രഘു എന്നെ കൊണ്ടുപോയി ആലാബ് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി വോയിസ് ടെസ്റ്റ് നടത്തുകയൊക്കെ ചെയ്ത് അത് വലിയൊരു സംഭവമാണത്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയത് ഇപ്പോൾ 82 കാസറ്റ് ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് 8 വയസ്സാണ്. ഞാൻ മിമിക്രിയെ പോലും സിനിമയെ പോലും ഒന്നും ചിന്തിക്കാത്തൊരു കാലം. പക്ഷെ എനിക്ക് വലിയ ഭാഗ്യമാണ് ഇങ്ങനെയുള്ളൊരു വലിയൊരു കലാകാരൻ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചാലും ഞാൻ നന്ദി പറയുകയാണ്. അത് മാത്രമല്ല, ഇപ്പം ഇന്നസെന്റ് നോർക്ക ഇന്നസെന്റ് അവാർഡ് എന്ന് പറയുന്ന ഒരു അവാർഡ് കഴിഞ്ഞ മാസം ജോഷിക്ക് ലഭിക്കുകയുണ്ടായി. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. ജോഷി ചേട്ടൻ ഇന്നസെന്റ് അന്വേഷിക്കുമ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ പൊട്ട് കച്ചവടത്തിന് നല്ല പൈസ കിട്ടി തുടങ്ങി. കാസറ്റ് നല്ല കച്ചവടമാക്കിയപ്പോൾ ഒരു തവണ ഒറിജിനൽ ഇന്നസെന്റിനെ കൊണ്ടുവന്നു കാസറ്റ് ചെയ്യാൻ വേണ്ടി. ആ കൊല്ലം മാത്രമാണ് ആൾക്കാർ പറഞ്ഞത് ഇത്തവണ ഇന്നസെന്റ് അത്ര വോയിസ് കറക്റ്റ് അല്ല ആ കാസറ്റിനകത്ത്. കാരണം ജോഷി ചേട്ടന്റെ ഇന്നസെന്റ് പോലെയല്ലോ ഒറിജിനൽ ചെയ്യുന്നത്. ഒറിജിനൽ ചെയ്തപ്പോൾ ഒരുപാട് പരാതി വന്നു, ഇത്തവണത്തെ ഇന്നസെന്റിന്റെ ശബ്ദം അത്രയ്ക്ക് അങ്ങോട്ട് നന്നായില്ല. അല്ല, ജോഷി ഹനീഫ് ഖാനെ വിളിച്ചിട്ട് പോയി ഒരു കാസറ്റിന് ഇരിക്കാടൻ ചത്തേ. അതെ, അത് പറയാൻ പറ്റാണ്ട് ജോഷി ഹനീഫ് ഖാനെ പറഞ്ഞ് പഠിപ്പിച്ച്. അങ്ങനെയല്ല, കീരിക്കാടൻ ചത്തേ. ഹനീഫ് ഖാൻ എന്നോട് പറഞ്ഞാണ്, എടാ ഞാൻ അവന്റെ കേട്ട് ചെയ്യേണ്ട വന്നു. അപ്പൊ നമുക്ക് സംസാരമൊക്കെ കൂടെ നിർത്താം. നമ്മൾ ഈ ഇവരെ പ്രതിഭകളൊക്കെ വെറുതെ പ്രതിമകളാക്കി നിർത്തിയിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് കാസറ്റ് ഇറക്കുന്നതിനെ കുറിച്ച് ഒരു ചർച്ച ചെയ്യാം. അല്ലെ, അത് ഒരു മിനിറ്റ് ആധികാരികമായിട്ട് സംസാരിക്കാണ്ട് താങ്കൾ ഈ കാസറ്റിലുണ്ടോ? ഞാനല്ലേ പ്രൊഡ്യൂസ് ചെയ്യണത്. അല്ല, നിങ്ങളാണ് പ്രൊഡ്യൂസർ. എന്റെ പാരഡിപ്പാട്ട് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയത്. ഇവരില്ലേ, ഇവർ രണ്ടുപേരും ഇല്ലേ? അതല്ല, ഞങ്ങൾ അറിഞ്ഞു വരുന്നല്ല, ഇത് സലീം കുമാർ വിഷാരടി ഇവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സഹകരിക്കാൻ വേണ്ടി വന്നതാണ്. പാർട്ടി അതല്ല, ഈ കാസറ്റിൽ പങ്കെടുത്ത മുൻപരിചയം വരുന്നുണ്ടോ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസർക്ക് ഒരു ചെറിയ വേഷ പടത്തിൽ ചെയ്യാനുള്ള അധികാരം ഇല്ല ഇവിടെ. നിങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ ഈ കാസറ്റിൽ പങ്കെടുക്കാനുള്ള ഒരു ഗുണം? എന്താണ് കഴിവ്? ഒരു കഴിവ് എന്താണ്? താങ്കൾക്ക് എന്ത് കഴിവുണ്ട്? ചിരിക്കാനല്ലേ പറഞ്ഞത്? അമ്മാവന്റെ പാട്ട് പാടിക്കൊടുക്കും. അവര് അമ്മന്റെ കഴിവ് അതായിരിക്കും നല്ലതല്ലേ? അപ്പൊ എന്റെ പാട്ട് കേട്ടിട്ട് നിങ്ങൾ എന്റെ കാസറ്റിൽ വർക്ക് ചെയ്യണോ വേണ്ടെന്ന് നിങ്ങൾ തീരുമാനിക്കാം. തീരുമാനിക്കും. അന്ന് പിന്നെ കൊശവമാമന്റെ ഒരു പാട്ട് ഞാൻ മെമ്മറി പോയ ആളെയാണ് ഞാൻ എടുത്തേന്നാണ് അവിടെ. കേശവമാമനാണ്. എല്ലാവർക്കും നമസ്കാരം. ദേ ഫണ്ട്സ് അപ്പോൺ എ ടൈമിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന എൻ്റെ ഓഡിയോ കാസറ്റിലെ ഞാൻ പാടാൻ പോകുന്ന ചിലപ്പോൾ പാടിപ്പോയേക്കാവുന്ന ഇത്രയും കൊമ്പന്മാർ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ മുഴുവൻ ഒരു വിപ്ലവം സൃഷ്ടിച്ച നമ്മുടെ അരിക്കൊമ്പനെ കുറിച്ചാണ് എൻ്റെ ആദ്യത്തെ പാട്ട്.
ചിന്നക്കനാൽ കാടുകളിൽ തുള്ളിച്ചാടിയോടി വരും കൊമ്പന അരിക്കൊമ്പന. ചിന്നക്കനാൽ കാടുകളിൽ തുള്ളിച്ചാടിയോടി വരും കൊമ്പന അരിക്കൊമ്പന. റേഷൻ അരി സ്മെല്ലടിച്ചാൽ റേഷൻ കട തേടി വരും കൊമ്പന അരിക്കൊമ്പന. റേഷൻ അരി സ്മെല്ലടിച്ചാൽ റേഷൻ കട തേടി വരും കൊമ്പന അരിക്കൊമ്പന. ഒരു വെയിലിൽ ജോലി ചെയ്ത് തളരുന്ന തൊഴിലാളിയെ ഓടിച്ചിട്ട് പേടിപ്പിക്കും കൊമ്പന. ഒരു വെയിലിൽ ജോലി ചെയ്ത് തളരുന്ന തൊഴിലാളിയെ ഓടിച്ചിട്ട് പേടിപ്പിക്കും കൊമ്പന. ഇവനെന്തു ചെയ്താലും എവിടിട്ട് കുത്തിയാലും നമ്മുടെ സെലിബ്രിറ്റി കൊമ്പന അരിക്കൊമ്പന. ഇവനെന്തു ചെയ്താലും എവിടിട്ട് കുത്തിയാലും നമ്മുടെ സെലിബ്രിറ്റി കൊമ്പന അരിക്കൊമ്പന. ചിന്നക്കനാൽ കാടുകളിൽ തുള്ളിച്ചാടിയോടി വരും കൊമ്പന അരിക്കൊമ്പന. ഇവനെന്നും തുണയായി അതിലേറെ തണലായി എന്നെന്നും കൂടെ ചക്കക്കൊമ്പന. ഈ സ്റ്റേറ്റും വിട്ടേച്ച് തമിഴ്നാട് സ്റ്റേറ്റിന്റെ എൻട്രി പാസ് കൈക്കലാക്കിയ കൊമ്പന. പെറ്റമ്മ കുടികൊള്ളും കുഴിമാട് തരികത്ത മുടങ്ങാതിന്നെത്തിടുന്ന കൊമ്പന അരിക്കൊമ്പന. പെറ്റമ്മ കുടികൊള്ളും കുഴിമാട് തരികത്തായി മുടങ്ങാതിന്നെത്തിടുന്ന കൊമ്പന അരിക്കൊമ്പന. ചിന്നക്കനാൽ കാടുകളിൽ തുള്ളിച്ചാടിയോടി വരും കൊമ്പന അരിക്കൊമ്പന. റേഷൻ അരി സ്മെല്ലടിച്ചാൽ റേഷൻ കട തേടി വരും കൊമ്പന അരിക്കൊമ്പന. കൊമ്പന അരിക്കൊമ്പന കൊമ്പന അരിക്കൊമ്പന. ഈ ഓഡിയോ കാസറ്റിൽ നമ്മ ചേരുവാനുള്ള യോഗ്യത ഉണ്ട് അല്ലേ? അല്ല എനിക്ക് പാട്ടിനേക്കാൾ ഇഷ്ടപ്പെട്ട ഡാൻസ് ആണ്, പക്ഷെ അത് ഓഡിയോ കാസ്റ്റിൽ പറ്റൂല്ലോ. അത് പറ്റില്ല, അത് പറ്റില്ല. കട്ട് ചെയ്ത് മാറ്റാം. മാമന്റെ ഡാൻസ് കണ്ടപ്പോ ആനേനെ കുറിച്ചുള്ള പാട്ടാണ് മയക്കോടി വെക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. അല്ല ഷിജു, അല്ല ഞാൻ വേറെ കാര്യം പറഞ്ഞു ഷിജു, ഞാൻ പറഞ്ഞു വരുന്നു. കാരണം ഇന്നത്തെ ട്രെൻഡിനനുസരിച്ചുള്ള പാട്ടുകൾ തയ്യാറാക്കാൻ ഇപ്പോ കേശവമാമൻ സാധിക്കുന്നു. ഇനി പറയണം സാർ, ഞാൻ നന്നായിട്ട് പാടിയില്ലേ? എൻ്റെ പാട്ട് കേട്ട് നിങ്ങളെല്ലാവരും കൈയടിച്ചില്ലേ? പറ, എനിക്ക് ഓഡിയോ കാസ്റ്റിൽ പങ്കെടുക്കാനുള്ള കഴിവില്ലേ സാർ? തന്റെ പാട്ട് നന്നായി, പക്ഷെ മമ്മൂട്ടി അനുകരിച്ചത് നന്നായില്ല. അതുപോലെ ഇവിടെ കിടന്ന് ഈ അരിക്കൊമ്പന്റെ പാട്ടും പാടി വെറുതെ കിടന്ന് തുള്ളിയിട്ട് കാര്യമില്ല. അത് ഓഡിയോ കാസറ്റ് അല്ലേ ഇത്? അതെ, ഓഡിയോ കാസറ്റ് പഴയ കാലത്തേക്കല്ലേ പോണത്? പഴയ കാലത്തൊക്കെ അതായത് ഇവിടെ കിടന്ന് ഓടിയതല്ലാതെ ഓഡിയോ കാത്തി ഓട്ടോ അങ്ങനെ കാണിക്കാൻ പറ്റും? അതെ. അല്ല, നിങ്ങളൊന്ന് വീഴ്ത്താൻ വേണ്ടിയിട്ട്. ഞങ്ങളെ വീഴ്ത്താൻ എന്തെല്ലാം കുഴി പോലെ കുഴി കുഴിച്ചാ പോരാർന്ന? എന്നെ അങ്ങോട്ട് കുണ്ടന്നോല്ല നിങ്ങളിലേക്ക് കുഴി കുഴിച്ച് അതിനകത്ത് ഇടണം. ഇത് പോരാ. ഒരു കസേര ഞാൻ കുറച്ചു തരാം. ചേട്ടാ നന്നായിട്ട് പാടി, അപ്പൊ ഒരു അവസരം കൊടുക്കാം നമുക്ക്. നമുക്കറിയേണ്ടത് ഇത് ആരാണ് ശരിക്കും പാട്ട് എഴുതിയ ആളെന്നാണ്. മാമനൊരു കസേരയോട് മാമൻ എന്തായാലും പാടി സ്ഥിതിക്ക് നല്ലൊരു കസേര ഫിക്സ്. പുല്ലാങ്കുഴൽ സംഗീതത്തിന്റെ മധുരവുമായി ഇതായെത്തുന്നു രാജേഷ് ചേർത്തലയും സംഘവും.
കാസറ്റ് ഞാനും കേട്ടിട്ടുണ്ട്. അതിൽ ഈ ഫീമെയിലിന്റെ വോയിസിൽ പാടുന്നതും നിങ്ങൾ ആണുങ്ങൾ തന്നെ. എന്തുകൊണ്ട് അന്നൊരു പെണ്ണിനെ വിളിക്കാഞ്ഞേ? അല്ല, ആ ചോദ്യം തെറ്റാണ്. ഫീമെയിൽ വോയിസിൽ പാടാനൊക്കെ ഞങ്ങൾ പെണ്ണുങ്ങൾ വിളിച്ചിട്ടുണ്ട്. കോമഡി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വിളിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. പിന്നെ അതുമല്ല, ഓരോരുത്തർക്കും ഒരു 5-6 ഫീമെയിൽ വോയിസ്, വെറൈറ്റി ഫീമെയിൽ വോയിസ് ചെയ്യാൻ കഴിവുള്ളവർ തന്നെയായിരുന്നു എല്ലാവരും. അപ്പൊ നിങ്ങള് ശ്രമിച്ചിരുന്നോ? ഒരു ലേഡിയെ വിളിക്കാൻ ശ്രമിച്ചിരുന്നോ? ഈ മേഖലയിൽ എന്താണെന്ന് തന്നെ ചോദിച്ചത്. ഇവന്മാരുടെ കയ്യിരിപ്പ് തന്നെ അത് തന്നെ. അല്ല സലിവേട്ടാ, ഞാനൊക്കെ ഫീമെയിൽ പുതിയ കാര്യം തുടങ്ങുമ്പോഴേ എന്തൊരു പുതിയ കാര്യം തുടങ്ങുമ്പോഴത് ആണുങ്ങൾ തുടങ്ങി വെക്കും. പിന്നെ പതിയെ പതിയെ പെണ്ണുങ്ങൾ ആ സമയത്ത് നല്ല കുറിയൊക്കെ തൊട്ട് കുട്ടപ്പന്മാരായിരുന്നു. അല്ല, സ്കിറ്റില് താരതമ്യേന അന്ന് സ്കിറ്റ് കളിക്കാൻ പെണ്ണുങ്ങൾ കുറവായിരുന്നു. എന്റെയൊക്കെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ധർമ്മജന്റെ പെൺവേഷത്തിന്റെ കൂടെ പോയ ഒരാളാ ഞാൻ. വലിയ പാടാ. അത് മാത്രമല്ല, ഞാനേ ഒരു ഏപ്പഴത്തിന്റെ ടൈറ്റിൽ കാർഡ് കണ്ടപ്പോ എപ്പോഴും വെച്ചാ അല്ല മനസ്സിലായോ? സ്പെഷ്യൽ ഇഫക്ട്സ് കലാഭവൻ ജോഷി. സ്പെഷ്യൽ ഇഫക്ട്സ് കലാഭവൻ ജോഷി. അപ്പൊ ഞാൻ ഓർത്തു അദ്ദേഹം വല്ല ഗ്രാഫിക്സ് ഒക്കെ, അന്ന് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒക്കെ തുടങ്ങുന്നുള്ളൂ. അപ്പൊ എന്ത് ഗ്രാഫിക്സ്, ഇതിലായിട്ടൊരു ഗ്രാഫിക്സ് ഇല്ലാത്ത പടമാണ് എന്താണെന്ന് നോക്കുമ്പോ ഈ ഏപ്പടത്തിലെ ഇങ്ങനത്തെ ഈ ശബ്ദം ഡബ് ചെയ്യാൻ ഒറിജിനൽ പെണ്ണുങ്ങളെ കിട്ടൂല. ഒറിജിനൽ പെണ്ണുങ്ങൾ പല ഡബിങ് ആർട്ടിസ്റ്റുകളും ഇതാണെങ്കിൽ ഞാൻ വരൂല്ല എന്ന് പറയും. ഏപ്പടത്തിന്റെ ഡബിങ് ആകുമ്പോൾ അവർക്ക് സ്റ്റുഡിയോ പോകാനും നിൽക്കാനൊക്കെ മടിയായതുകൊണ്ട് ജോഷി ചേട്ടനാണ് നെയ്യപ്പം നിന്നാൽ രണ്ടുണ്ട് കാര്യം. അന്ന് മുതലാണ് അവൻ എ ക്ലാസ് മിമിക്രി ആർട്ടിസ്റ്റ് ആയത്. എ ക്ലാസ് മിമിക്രി ആർട്ടിസ്റ്റ് ജോഷി കലാഭവൻ. ആ കാലത്ത് കണ്ടമാനം വരെ പറ്റിച്ചിട്ടുണ്ട് നമ്മള് ഫോണില് അല്ലേ. ഈ യൂസഫിനൊക്കെ ഞാൻ കുറെ പറ്റിച്ചിട്ടുണ്ട്. ഹലോ യൂസഫ് അങ്കിളല്ലേ, എനിക്കൊരു ചാൻസ് തരുമോ ഒക്കെ പറയുമ്പോ വൈറ്റ് ജംഗ്ഷനിൽ വരൂ, ജംഗ്ഷനിലേക്ക് വരൂ, വന്ന് നിൽക്കണം അവിടെ. അപ്പൊ തന്നെ ഞാൻ പറയും ഏലൂർ ജോർജിനെ വിളിക്കാൻ പറയും. അപ്പൊ തന്നെ ഞാൻ പറയും ഏലൂർ ജോർജിനെ വിളിച്ചാൽ മതി. എനിക്കറിയാലോ ഇവരാണ് പറ്റിക്കുന്നത്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ശരിക്കും ലാലൊക്കെ ഒരുമിച്ചാണ് പഠിച്ചത്. സിദ്ദിഖ് ലാല. ഈ സ്ത്രീ വേഷങ്ങൾ കിട്ടുന്നത് കൂടുതലും ലാലായിരുന്നു. അതിന്റെ കാരണം എന്താണെന്നറിയോ? പുള്ളിയുടെ സൗണ്ട് ഫീമെയിൽ വോയിസ് ആയിരുന്നു. ഒരു അത്ഭുതകരമായ കാര്യമാണ്. പിന്നെ മാറിയതാണ് ഇപ്പൊ കേൾക്കുന്നത്. ഇപ്പോഴും ശ്രീവേഷം തന്നെയാ. അത് അഭിനയിക്കണേണ്. എന്തോ ശരിക്കും ഫീമെയിലത്തിന് കിടക്കുകയാണ്. ശബ്ദാനുകരണ രംഗത്തൊക്കെ നമ്മളൊക്കെ ആദ്യം ഉണ്ടായെങ്കിലും പിന്നീട് വന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മൾ മാറിക്കൊടുക്കണേണ്. കാര്യം രൂപവും ശബ്ദവും സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെയാണ്. അത്ര വന്നു കഴിഞ്ഞപ്പോ നമുക്കൊന്നും പറഞ്ഞ് അങ്ങോട്ട് പിടിപ്പിക്കാൻ പറ്റില്ല. സാഞ്ചേട്ടൻ നടന്മാരെ അനുകരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഒരു സമയത്ത് കുറെയൊക്കെ ചെയ്യും, കുറെ ചെയ്യുമായിരുന്നു. ഏതൊക്കെ ചെയ്യുമായിരുന്നു? പിന്നെ ആമ്പിള്ളേരെ കണ്ടതോടുകൂടി ഞാൻ നിർത്തിക്കളെ. ഏതാണ്ട് ഏതൊക്കെയായിരുന്നു സാഞ്ചേട്ടൻ ചെയ്തത്? നരേന്ദ്രപ്രസാദ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. പേഴ്സണലായിട്ട് പറയാ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കാലരാത്രിയാണ്. നിന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യ രാത്രിയാണ്. സഹകരിച്ച സഹകരണ സംഘം, ഇല്ലെങ്കിൽ വിലാൽ സംഘം എന്ന് പറയുന്നത് പോലെ. ഇതാണ് എന്റെ വഴി, ഞാൻ പോകുന്നു. ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ യുദ്ധം ചെയ്തത് നീ കേട്ടിട്ടുണ്ടോ? ചേട്ടാ, സത്യത്തിൽ എന്റെ മുഖമൊന്ന് പടച്ചതുപോലെയാ തോന്നിയത്. ഇല്ലം കത്തിയിരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത്. നീ എന്റെ ശബ്ദവും കേട്ടിട്ടുണ്ട്, നിന്റെ കൂടെ നീ നടന്നിട്ടുമുണ്ട്. വിടില്ല, നിന്നെ ഞാൻ വിടില്ല. പിഷാരടി അടിച്ച് മാറ്റുമെന്ന് പറഞ്ഞിട്ടേ ഒന്നും ഇറക്കാണ്ടിരിക്കുന്ന പുള്ളി. ഇറക്കാണ്ടിരിക്കാനേ 19 വർഷവും ഞാനാ ചെയ്തോണ്ടിരുന്നത് പല ശബ്ദങ്ങളും.
ചേട്ടാ ഞാനൊരു സംശയം ചോദിക്കട്ടെ. അയ്യോ സ്റ്റാർസ് ആണ്. അല്ലല്ല അതായത് അപ്പം ദേ മാവേലി കൊമ്പത്ത്, പിന്നെ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം, ഇതൊക്കെ ഒരു 90-ന് ശേഷം ഇറങ്ങിയ ഒരു സീരീസ് അല്ലേ? ഈ 82-നും 90-നും ഇടയ്ക്ക് ഒരുപാട് കാസറ്റുകൾ ഇറങ്ങിയിട്ടില്ലേ? അത് വേറൊരു കാലഘട്ടമായിരുന്നു. 82 കഴിഞ്ഞിട്ട് ഈ ജയറാമൊക്കെ ഉണ്ടായിരുന്ന സമയത്തും അതിനുശേഷം സൈനുദ്ദീനും ഞാനും ഹനീഫോ ആയിട്ട് ഒരു 10-20-25 കാസറ്റുകൾ ആ സമയത്ത് ഇറങ്ങിയിട്ടുണ്ട്, റഹ്മാൻ എല്ലാം ചേർന്നിട്ട്. അത് മിമിക്സ് പരേഡ് എന്നുള്ള പേരിലും അങ്ങനെ ഓരോ സിനിമ ഇറങ്ങുമ്പോൾ പാവം പാവം തമാശക്കാരൻ അങ്ങനെയുള്ള ഓരോ സിനിമകളുടെ പാരഡി വെച്ചിട്ട് ഒരുപാട് കാസറ്റുകൾ ഇറങ്ങിയിരുന്നു. അതിനൊക്കെ ശേഷം ഒരു 8-10 വർഷത്തിന് ശേഷമാണ് ഈ പാരഡി ഗാനങ്ങളും അതിനുശേഷം ഈ ഓണത്തിനിടയ്ക്ക് പുട്ടുവച്ചവടത്തിൻ്റെയൊക്കെ വരവ്. ഇപ്പം ഇതിനിടയിൽ ഒരു 8-10 വർഷത്തിൻ്റെ ഒരു കാലഘട്ടം ഉണ്ട്. അപ്പൊ സത്യത്തിൽ ഈ കെ എസ് പ്രസാദിന് എത്ര വയസ്സുണ്ട്? അല്ല പ്രസാദ് ഏട്ടനെ ഞാൻ ഇപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കണില്ലേ പയറു പോലെ? 40 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം. അന്ന് ഏട്ടാ അല്ല കാസറ്റ് ഇറങ്ങി എന്ന് പറയുമ്പോ തന്നെ 10-42 കൊല്ലം ആയിട്ടുണ്ട്. ഏട്ടാ ഞാനത് എന്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നത് മിമിക്സ് ആയതും മിമിക്സ് പരേഡ് ആകുന്നതിനും പള്ളുരുത്തി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഞങ്ങളുടെ സെലിബ്രിറ്റി, അതായത് പ്ലാറ്റിനം ജൂബിലി ആഘോഷം എൻ്റെ സ്കൂളിൻ്റെ നടക്കുമ്പോൾ രക്തം സിനിമയിൽ അഭിനയിച്ചിട്ട് നസീർ സാർ ആ വേഷത്തിലാണ് വന്ന് ഉദ്ഘാടനം ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് കലാനിലയത്തിൻ്റെ ഡ്രാമയും വളഞ്ഞ ഭയങ്കര ഒരു ഗേറ്റൊക്കെ കെട്ടിയിട്ടായിരുന്നു. അന്ന് ഞാൻ 2 പേരുടെ മിമിക്രി കാണുന്നു. വളരെ ചെറിയ പയ്യനായി 2 പേര് തമ്മിലുള്ള മിമിക്രിയാണ് അവിടെ മത്സരം. അവിടെ ഞാൻ കണ്ടത് സിദ്ദിഖ്, ലാലേട്ടൻ, അൻസാർ, പ്രസാദ്, സൈനുദ്ദീൻ, റഹ്മാൻ, അങ്ങനെ ഈ 2 പേരുടെ മിമിക്രിയാണ്. പിന്നീട് ആരുടെയോ ബുദ്ധിയിൽ തോന്നിയ, അൻസാർക്കിടെയാണെന്ന് എനിക്കറിയില്ല, ആരുടെയോ ബുദ്ധി തോന്നിയാണ് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നിന്നുകൂടെ എന്നുള്ള ചോദ്യം. ശരിയാണത്? അതെ അതെ കറക്റ്റാ. അപ്പോൾ പള്ളുരുത്തിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിരുന്ന കാര്യം ഇവരുടെ ആദ്യത്തെ 2 പ്രകടനവും പിന്നീട് ഇവരുടെ മിമിക്സ് പരേഡും കണ്ടിട്ട് നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. സിനിമയിലേക്ക് എത്താനുള്ള ആദ്യത്തെ എൻട്രി ആയിട്ടാണ് ജയറാമേട്ടൻ സിനിമയിൽ കയറിയതോടുകൂടി നമ്മൾ മനസ്സിലാക്കണത് ജയറാമേട്ടൻ കയറിയതുപോലെ മിമിക്രി അനുകരിച്ചുകൊണ്ട് സിനിമയിലേക്ക് കയറാം. പക്ഷെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പലരും ആ രംഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. ചിലർ സംവിധായകരായിട്ട് വന്നു, ചിലർ നിർമ്മാതാക്കളായിട്ട് വന്നു, അഭിനേതാക്കളായിട്ട് വന്നു, പാട്ടുപാടാൻ വന്നു. സത്യത്തിൽ മിമിക്രി എന്ന കലയുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ എല്ലാ മേഖലകളിലും സിനിമ എന്ന 3 അക്ഷരത്തിന്റെ ഉള്ളിലുണ്ട്. അത് മിമിക്രിക്ക് വലിയൊരു നിറക്കൂട്ടാണ്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് മിമിക്രി കാസറ്റുകൾ, അതായത് കലാഭവന്റെ മിമിക്രി കാസറ്റുകൾക്ക് ശേഷം ഒരു ഉണർവുണ്ടാക്കിയത് നാദ് കാസറ്റാണ്. അവരാണ് ആദ്യത്തെ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറയുന്ന കാസറ്റ് അവരാണ് ചെയ്യുന്നത്. ഈ കാസറ്റ് 3 വർഷം ഒരു കറക്റ്റ് ചെയ്തു തരാം. അത് ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം നവോദയ കാസറ്റ് ആയിരുന്നു. അതിനുശേഷമാണ് 3 വർഷത്തിന് ശേഷമാണ് സൈമൺ ജെ നവോദയാണ് ആ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം തുടങ്ങി വെച്ചത്. പക്ഷെ അന്നത്തെ സമകാലീന സംഭവങ്ങളെല്ലാം ഇന്നസെന്റ് ഇടക്ക് വന്നിട്ട് കാഴ്ച കാണാൻ വരികയും ഡൂപ്പ് അതിലേക്ക് കയറി വരികയും നാട്ടിൽ നടക്കുന്ന മുഴുവൻ സംഭവങ്ങളെയും കോർത്തിണക്കി അന്ന് സമകാലീന സംഭവങ്ങൾ മാത്രമാണ് ചിന്തിക്കണത്. അപ്പൊ അങ്ങനെ ചിന്തിച്ച ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്കൊരു വിശ്രമം വന്ന കാലഘട്ടമാണിത്. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഷിജു വീണ്ടും ഒന്നും കൂടി ഇരുന്ന് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ ഈ കാലഘട്ടത്തിന് പറ്റിയ കുറച്ച് വരികൾ കടന്നു വരാം. അത് ഷിജുവിൽ നിന്നൊന്ന് കേൾക്കാം നമുക്ക്. അങ്ങനെ നമുക്ക് ഏറ്റുപാടാം. ആദിയില്ലല്ലോ പേടിയില്ലല്ലോ ജീവിക്കുവാൻ പണ്ട് കേരളത്തിൽ. ആദിയാണല്ലോ ഭീതിയാണല്ലോ ജീവിക്കുവാൻ ഇപ്പ കേരളത്തിൽ. ആദിയില്ലല്ലോ പേടിയില്ലല്ലോ ജീവിക്കുവാൻ പണ്ട് കേരളത്തിൽ. ആദിയാണല്ലോ ഭീതിയാണല്ലോ ജീവിക്കുവാൻ ഇപ്പ കേരളത്തിൽ. അനങ്ങമയ്യ അനങ്ങമയ്യ ഒന്നിനും കൊള്ളാത്ത കാലമല്ലേ. അന്നൊരിക്കൽ പ്രളയം വന്നു, തൊട്ടുപുറകെ കൊറോണ വന്നു. നാളെ ഇനി എന്തു വരും, എന്തു വന്നാലും സഹിക്ക തന്നെ. അന്നൊരിക്കൽ പ്രളയം വന്നു, തൊട്ടുപുറകെ കൊറോണ വന്നു. നാളെ ഇനി എന്തു വരും, എന്തു വന്നാലും സഹിക്ക തന്നെ. ആദിയില്ലല്ലോ പേടിയില്ലല്ലോ ജീവിക്കുവാൻ പണ്ട് കേരളത്തിൽ. ആദിയാണല്ലോ പേടിയാണല്ലോ ജീവിക്കുവാൻ കേരളത്തിൽ. അനങ്ങമയ്യ ഒന്നിനും കൊള്ളാത്ത കാലമല്ലേ. മുട്ടോളം മുടി നീട്ടിയൊരുത്തി പോകണ കാണുമ്പോൾ എന്തു ചന്തം. മുട്ടോളം മുടി നീട്ടിയൊരുത്തി പോകണ കാണുമ്പോൾ എന്തു ചന്തം. പിന്നാലെ ചെന്നങ്ങ് നോക്കിയപ്പോ താടി വളർത്തിയ ആണൊരുത്തൻ. കാലം മാറി കോലം മാറി ഇപ്പ ആണേത് പെണ്ണേതെന്നാർക്കറിയാം. ആദിയാണല്ലോ പേടിയില്ലല്ലോ ജീവിക്കുവാൻ പണ്ട് കേരളത്തിൽ. ആദിയാണല്ലോ ഭീതിയാണല്ലോ ജീവിക്കുവാൻ കേരളത്തിൽ. കമ്പനിയിൽ എം ഡി
ഡിയാകാൻ എന്നെ പഠിക്കുവാൻ പോയൊരുത്തൻ MDMA അടിച്ചു കെട്ടി കിളി പോയവൻ എമ്മയും എണ്ടിയുമ്പോൾ കമ്പനിയിൽ MDയാകാൻ എന്നെ പഠിക്കുവാൻ പോയൊരുത്തൻ MDMA അടിച്ചു കെട്ടി കിളി പോയവൻ എമ്മയും എണ്ടിയുമ്പോൾ ജീവിക്കുവാനെന്ന് കേരളത്തിൽ ആദിയാണല്ലോ ഭീതിയാണല്ലോ ജീവിക്കുവാനെന്ന് കേരളത്തിൽ ആദിയില്ലല്ലോ പേടിയില്ലല്ലോ ജീവിക്കുവാനെന്ന് കേരളത്തിൽ ആദിയാണല്ലോ ഭീതിയാണല്ലോ ജീവിക്കുവാനെന്ന് കേരളത്തിൽ. ആദ്യം വേദിയൊക്കെ കൂടിയാണല്ലേ. അതല്ല, ഏത് കാലഘട്ടത്തിലും നമുക്ക് കേരളത്തെ കുറിച്ച് പാടാൻ പറ്റുന്ന ഒരു ഗാനമാണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതെ അതെ, നാടൻപാട്ടാണ് കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. ഒരേ താളത്തിൽ ഇങ്ങനെ കിടക്കും, ഋതം ഉണ്ടാവും. അല്ല, പൊതുവെ ആൾക്കാർ പറയും പാട്ടിനെ വികൃതമാക്കുന്നവരാണ് മെമിക്രിക്കാരി, ഇപ്പൊ പാരഡി എഴുതുന്നവരെന്നാണ്. വികൃതമല്ല, സത്യത്തില് അതിനൊരു ഭംഗി. ആരാ സത്യം പറഞ്ഞത്? ഒരുപാട് പേര് പറഞ്ഞു. സത്യം പറഞ്ഞത്? സത്യം പറഞ്ഞത്? ശരിക്ക് 10ന്റെ നോട്ടിലും 100ന്റെ നോട്ടിലും എന്നൊക്കെ പറഞ്ഞ പാട്ട് വന്നപ്പോൾ ഈ ആക്ഷേപഹാസ്യമായിട്ട് മാറി ശരിക്കും പാരഡി. സാധാരണ മുക്കാ കിലോ അയില എന്ന് പാടിക്കൊണ്ടിരുന്നതെന്ന് ഈ അല്ലേ 10ന്റെ നോട്ടൊക്കെ വന്നപ്പോൾ വേറൊരു തലത്തിൽ അവർ ശരിക്കും എല്ലാ സിനിമാ നടന്മാരും എല്ലാവരും ഇത് കേട്ടിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. നാരായണൻകുട്ടി ചേട്ടൻ ചിക്കുബുക്ക് റെയിലയുടെ പാരഡി എഴുതിയിട്ടുണ്ട് ആ സമയത്ത്. ഇല്ല, ആ ചേട്ടൻ തന്നെ പറഞ്ഞാൽ മതി. ഇല്ലില്ല, ചേട്ടൻ തന്നെ പറഞ്ഞാൽ മതി. അങ്ങനെ ഈ നാദൃഷ്ടിയൊക്കെ പാരഡി എഴുതാണ്ട് ഭ്രമമായിട്ട് അതിൽ കമ്പം കേട്ട് നാരായണൻകുട്ടി ചേട്ടൻ ഒരു ദിവസം വന്നിട്ടുണ്ടാ, ഞാൻ ചിക്ക് ബുക്ക് റെയിലേക്ക് ഒരു പാരഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചപ്പോ ചിക്ക് ബുക്ക് റെയിലേ ചിക്കു ചേട്ട ഓടിവായോ കൊച്ചമ്മേനെ തല്ലിയേ. ചീക്കു ചേട്ടൻ എന്റെ ഫാദറിന്റെ പേരാണ്, മറ്റേ കളിയാക്കണത് പുള്ളി. പാരഡി എഴുതാൻ 3 ദിവസം റൂം എടുത്തു കൊടുത്തു. മമ്മി സെഞ്ചുറി ചേട്ടന് ഒരു റൂം എടുത്തു കൊടുത്തു. 3 ദിവസമായിട്ട് ആരും പാരഡി ഒന്നും എഴുതിയിട്ടില്ല. പുള്ളി ഒന്ന് നോക്കിയപ്പോ വെള്ള പേപ്പർ വെച്ച് എല്ലാവരും കിടന്നിറങ്ങുക. എന്തത്, നിങ്ങക്ക് പാരഡി എഴുതാ റൂം എടുത്തു തന്ന എന്റെ പൈസക്ക് ഭക്ഷണം കഴിച്ച് കിടക്കണല്ലാണ്ട് ആരും ഒന്നും എഴുതിയില്ലോ. പൊരുത്തം പറഞ്ഞ ഏട്ടാ, അത് നമുക്ക് തലേന്ന് ആലോചിച്ച് വരണ്ടേ, ഇത് നമ്മൾ പകർത്തി എഴുതുമല്ലോ വെച്ചോ, ആലോചിച്ചിട്ട് എന്തെങ്കിലും കിട്ടണ്ടേ. പിന്നെ ആലോചിച്ച് എഴുതുന്ന വയലാറല്ലേ ഈ കിടക്കണേ. എടാ, വെള്ള പേപ്പർ എടുത്തിട്ട് കറുത്ത പശു ആലുവ മാർക്കറ്റിൽ ചാണകം ഇട്ടേ എന്നങ്ങ് എഴുതി കുഴപ്പമില്ല. അത്ര നിസ്സാരമാണ് പാരഡി. അങ്ങനെ നിസ്സാരമായിട്ട് പാട്ട് എഴുതുന്ന ആൾക്കാരുണ്ട്. വിധനം എന്ന് പറഞ്ഞ ഒരു മോഹൻലാലിന്റെ ഒരു പാട്ടില്ലേ, ഈസി ആയിട്ട് എടുത്തിരിക്കും. പോലീസ് വരുന്നേ ഓടിക്കോ അതും മാവേലിനെ കുറിച്ച് ചിക്കുബുക്ക് റെയിലിന്റെ മാവേലിയുടെ പാടിയിട്ടുണ്ട്. ഓണത്തിനെത്തിയ മാവേലിയേ ഓലക്കൂടെ പിടിച്ചെന്ന് വരുമെന്ന് സ്റ്റൈലേ പപ്പടം പഴം കാച്ചു കൊടുക്ക ഓണ സദ്യ കഴിക്കണ്ടേ അത് ഒരുത്തൻ ഈ മെഹർബായിക്ക് പറവൂർ രാജേഷേട്ടൻ ഒരു കൂട്ടുകാരൻ എഴുതി കൊടുത്തൊരു പാരഡി ഉണ്ട്. ഒന്നാമത് നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നു, പ്രസിഡന്റ് അല്ലായിരുന്നു. എന്നിട്ടും നെഹ്റുവ ആദ്യത്തെ പ്രസിഡന്റ് നെഹ്റുവ, 10 കൊല്ലം ഇന്ത്യ ഭരിച്ച ആള് നെഹ്റുവ, ഹോയ് 10 കൊല്ലം ഇന്ത്യ ഭരിച്ച ആള് നെഹ്റുവ. വെള്ളക്കാർ പോയി കൊള്ളക്കാർ വന്നു, അവരെ തുരത്തു, ഗാന്ധിജി വന്നു, ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാ ബാപ്പുജി. അതിന് വേറെ വരിയുണ്ട്. ഇന്നത്തെ മന്ത്രിമാർ നാട് ഭരിക്കും, കിട്ടണതൊക്കെയും കൈയിട്ട് വാഴും. പണ്ടത്തെ നമ്മുടെ നെഹ്റു ആണെങ്കിലോ നോ പ്രോബ്ലം. ക്രിസ്മസിന് ഇത് പാരഡി തന്നെ ഉണ്ടായിരുന്നല്ലോ. ഉണ്ണി പിപ്പിരി പിരി കാലിട്ടടിച്ചു എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ എന്ത് വരികളും കുത്തിക്കുറിക്കുക എന്ന് പറയുന്നത് പാരഡിയല്ല. പാട്ടിനൊരു മീറ്റർ ഉണ്ട്, അതിനനുസരിച്ച് കറക്റ്റ് അളവിൽ വന്നത് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം. അപ്പം ഞങ്ങൾക്ക് കിട്ടിയ സുഖം എന്ന് വെച്ചാൽ പുട്ടുകച്ചവടത്തിനകത്ത് ഷിജു നന്നായിട്ട് പാടും, പ്രദീപ് ഏട്ടനും നന്നായിട്ട് പാടും. ഇവർക്ക് പാട്ടിൻ്റെ അളവും എവിടെ നിന്ന് പിടിക്കണമെന്നും കറക്റ്റായിട്ട് അറിയാം. ഈ വരികളിലേക്ക് സംഭവം എത്തിച്ചിടലായിരുന്നു ബാക്കിയുള്ളവരുടെ ധർമ്മം. അതിനകത്തൊരു സ്റ്റോറി ഉണ്ടാവും. സ്റ്റോറി ഉണ്ടാവും, കഥയും ഉണ്ടാവും, തിരക്കഥയും ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഈ ഇന്നസെന്റ് പോലെ സംഭാഷണവും വന്ന് കയറും. അപ്പൊ അത് പാട്ട് പാടാൻ അറിയാത്തവർ പാരഡി എഴുതുമ്പോഴും ഈണം കിട്ടാത്തവർ എഴുതുമ്പോഴുമാണ് ചിലപ്പോൾ കയ്യിൽ നിന്നൊക്കെ ഒപ്പിച്ച് നമ്മൾ ഇടുന്നത്. പക്ഷെ അങ്ങനെ ഞങ്ങൾ എഴുതിയ പാട്ടുകളിൽ ഓണമായതുകൊണ്ടും ഉത്രാടമായതുകൊണ്ടും തിരുവോണമായതുകൊണ്ടും പൊന്നിച്ചിങ്ങ് മാസത്തിലെ പൊന്തിരി പോണം കാത്തുകാത്തിരുന്ന് വന്നണഞ്ഞതുകൊണ്ടും കേട്ടിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ അദ്ദേഹം എഴുതിയ ആള് നമ്മളെ വിട്ട് വേർപിരിഞ്ഞു പോയി. വി ആർ പ്രസാദ് ആയിരുന്നു. വി ആർ പ്രസാദിന്റെ മനോഹരമായ വരികളാണത്.
ഒന്നാങ്കിളി രണ്ടാങ്കിളി പൊന്നാങ്കിളി മാവിന്മേൽ എന്ന് മനോഹരമായി അദ്ദേഹം എഴുതി വെച്ച് പ്രിയദർശൻ സാറിന്റെ പടത്തിൽ അല്ലേ? ഓണക്കളി വള്ളംകളി പെണ്ണുങ്ങട തൊങ്കിക്കളി നാടൻ കളി നാട്ടിൽ കളി കാണാനില്ല ഇന്നിപ്പോൾ ഒരു മാതിരി പാത്തിക്കളി ഒരു മാതിരി വേഷക്കളി അങ്ങട് തല്ലി ഇങ്ങട് തല്ല് നാട്ടിലൂഞ്ഞാലാട്ടമില്ല പിന്നെ ഓണത്തിനോടുമില്ല പിന്നെ പൂക്കളം നിൽക്കലും മാർപ്പുവിളികളും ടിവിയിൽ മാത്രമായി ഓണക്കളി വള്ളംകളി പെണ്ണുങ്ങട തൊങ്കിക്കളി നാടൻ കളി നാട്ടിൽ കളി കാണാനില്ല ഇന്നിപ്പോൾ ഒരു മാതിരി പാത്തിക്കളി ഒരു മാതിരി വേഷക്കളി അങ്ങട് തല്ലി ഇങ്ങട് തല്ല. ഈ ഒരു പിഷാടി ഞങ്ങള് ജഗതി ചേട്ടനുണ്ട്, നമ്മുടെ ജഗതി ശ്രീമാനായിട്ട് വേണ്ടി ഒരു കാസറ്റ് പാരഡി പിന്നെ കഥാപ്രസംഗം എഴുതിയ ആളാണ്. അപ്പൊ കഥാപ്രസംഗം എഴുതിയപ്പോഴേ ഞങ്ങളൊരു പാരഡി എഴുതിയാണ്. അതായത് ഈ കറണ്ട് എന്താണെന്ന് പോലും അറിയാത്ത ഒരു ഗ്രാമത്തിലേക്ക് ചെല്ലുന്നതാണ്, അത് സിറ്റുവേഷൻ ആണ്. അപ്പൊ കറണ്ട് എന്താണെന്ന് ആ ഗ്രാമത്തിലെ ആൾക്കാർക്ക് അറിയില്ല, ആദ്യമായിട്ട് കറണ്ട് കൊണ്ട് ചെല്ലുകയാണ്. അപ്പൊ ജഗതി ചേട്ടനാണ് ഇതിന്റെ കഥാപ്രസംഗം പറയുന്നത്. അപ്പൊ പാരഡിയും കോമഡി ഒക്കെ എഴുതി ഞങ്ങളാണ്. അപ്പൊ ജഗതി ചേട്ടൻ പറയുകയാണ്, അപ്പോൾ കരണ്ട് തകപ്പൻ ആ നാട്ടിൽ ചെന്നപ്പോ കരണ്ട് വാങ്ങിക്കാൻ വേണ്ടി അവിടെയുള്ള ആളുകളെല്ലാം ചാക്കും സജീവമായിട്ട് വന്നിരിക്കുന്നു. ആയിരിക്കുന്ന നാട്ടുകാരോട് പറഞ്ഞു, എന്റെ പൊന്നു സഹോദരങ്ങളെ, ചാക്കിലും സഞ്ചിയിലും കൊണ്ടുപോകുന്ന സാധനമല്ല കരണ്ട്. കരണ്ട് എന്താണെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. സ്വിച്ചിട്ടാൽ ബൾബ് കത്തും, ബൾബിട്ടാൽ പൊട്ടിപ്പോകും. സ്വിച്ചിട്ടാൽ ബൾബ് കത്തും, ബൾബിട്ടാൽ പൊട്ടിപ്പോകും. ഇത് ഡാമിനാടാ, അത് കാണാൻ പാടാ. കമ്പി വഴി പാസ് ചെയ്യും ശക്തിമാനാടാ. ഏത് ശക്തിമാനും തൊട്ടുപോയാൽ തട്ടിപ്പോകുവാടാ. ഈ പാരടി കേട്ടപ്പോളേ ഞാൻ വീടിന്റെ അടുത്തുള്ള ഒരു പുള്ളിക്കാരന്റെ കാര്യം ഓർത്തു പോയി. അപ്പോൾ ആളിതുപോലെ വരി ഇങ്ങനെ ഒപ്പിച്ചിങ്ങനെ വെറുതെ പാടിക്കൊണ്ട് നടക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ ഇവരുടെയൊക്കെ പാട്ട് കേട്ടായിരിക്കും ആള് പാടിക്കൊണ്ടിരുന്നൊരു പാട്ടേ, ഇന്ന് എനിക്ക് കഞ്ഞി കുടിക്കാൻ അച്ഛൻ ചാലിച്ച ചമ്മന്തി, ഇന്ന് എനിക്ക് പുട്ട് തിന്നാൻ അമ്മ ഇണക്കിയ ഗ്രീൻ പീസ്. അടിപൊളി, വളരെ ഒപ്പിച്ചങ്ങ് പാടി പോവാണ്. എടുത്തങ്ങ് പോവാന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ പാരഡി എന്നുള്ളതൊന്നുമില്ല. പോരുന്നു എന്റെ കൂടെ. മാവേലിയുടെ പാട്ടുണ്ട്. ഓലക്കൂട ചൂടി വരുന്നു വേലി മാവേലി.
ചേട്ടാ ചേട്ടന്റെ സ്പീഡായിട്ടുള്ള ഒരുപാട് ഐറ്റങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ചേട്ടന് ഞങ്ങൾക്ക് വേണ്ടിട്ട് ഏതെങ്കിലും ഒരു ഐറ്റം അതിലെ അവതരിപ്പിക്കോ? അത് കുറെ സംഭവങ്ങളുണ്ട്. മരുന്ന് കച്ചവടക്കാരനുണ്ട്, കൈനോട്ടക്കാരനുണ്ട്, കമന്ററി ഉണ്ട്. അതിൽ എൻ്റെ എപ്പോഴും ജോഡി കളിക്കുന്ന ഒരാള് തടിക്കാരനായതുകൊണ്ടല്ല, ഹരിശ്രീ മാർട്ടിനാണ് എപ്പോഴും എൻ്റെ കൂടെ കളിച്ചിരുന്നത്. ഞാൻ ചോദിക്കുന്നു, അല്ലെങ്കിൽ മാർട്ടിൻ അതിന്റെ ഞങ്ങളുടെ ഒരു സിങ്ക് ഉണ്ടായിരുന്നു, ഒരു തമ്മിലൊരു ബന്ധം. എനിക്ക് നിങ്ങൾ പറഞ്ഞത് കാരണം ഇപ്പോൾ വീണ്ടും ഒരു ഓർമ്മ വരുന്നു. മാർട്ടിൻ ചിലപ്പോൾ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം. മരുന്ന് കച്ചവടം ഉണ്ടായിരുന്നല്ലേ? മരുന്ന് കച്ചവടം അല്ലല്ലേ അല്ലേ? കൈനോട്ടം. മരുന്ന് കച്ചവടം ഒരെണ്ണത്തിനകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ല, വാങ്ങണം സാർ, മുന്നോട്ട് കടന്നു വരണം സാർ, മടിച്ചു നിൽക്കാതെ മരവിച്ച് നിൽക്കാതെ മുന്നോട്ട് കടന്നു വന്ന് കൈകാലി വേദന, തൊക്ക് വേദന, പക്ക് വേദന, പടക വേദന, പിളരി വേദന മുതലായ വേദനകളെ പമ്പരക്കുന്നു കിടക്കുന്ന ഔഷധമാണ് സാർ ഇതിനകത്ത് ഇരിക്കുന്നത്. ഇത് ഓടിപ്പോകുന്ന പട്ടിയുടെ ബൗ ബൗ, അത് തൊഴുത്തി കിടക്കുന്ന പശുവിന്റെ കറുത്ത കോഴിയുടെ വെളുത്ത കൊക്കരക്കോ എന്നിവ ചേർത്തരച്ച് അതിൽ ആപവാദം, പിള്ളവാദം, തീവ്രവാദം മുതിയായ വാദങ്ങൾക്ക് അത്യുത്തമമാണ് സാർ. 2 എണ്ണം 20 രൂപ, 1 എണ്ണം വാങ്ങിയാൽ 10 രൂപ സാർ, 10 രൂപ. അത്തി ചെത്തി ചെമ്പത്തി അരുതേ മരുതേ ചെറുതേകം വേമ്പ് തേങ്ങ വേഗം കായമ്പ് കറയാട്ടപ്പ് കരിക്കും വെള്ളം കൽമതം കടിക്കം വെള്ളം ചിരട്ട ചമ്മന്തി മുതലായവ ചൂടാക്കി വെച്ചിരിക്കുന്ന ഒരു ഔഷധമാണ്. ഇതിന് വേറെ ബ്രാഞ്ചുകളില്ല, എനിക്ക് ഭ്രാന്തമില്ല. ഇത് 28, 30 കൊല്ലം എനിക്കൊന്നും അത്രയൊക്കെ ആയിട്ടുണ്ടാവും ഇപ്പൊ. പക്ഷെ അതില് എനിക്ക് പിന്നെ തോന്നിയിട്ടുള്ളത് കൈനോട്ടം. അത് ഞാൻ മഹാരാഷ്ട്രയിൽ പഠിക്കുന്ന സമയത്ത്, സലീമിനൊക്കെ അറിയാവുന്നിരിക്കാം, നമ്മുടെ മഹാരാഷ്ട്രയിൽ പഠിക്കുമ്പോ കൈനോട്ടമായിരുന്നല്ലോ, വായ്നോട്ടമായിരുന്നില്ലേ? അതല്ലേ, അവിടെ വായി നോക്കാൻ നേരമില്ല. അവിടെ മഹാരാജസിന്റെ ഭംഗി ആസ്വദിക്കാനും അകത്തിയെല്ലാനും അവിടെ കയറാനുമുള്ള ഒരു ത്വരയുണ്ടായിരുന്നു. അത് കോളേജിൽ പോയിട്ടുള്ളവർക്കേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോ അവനങ്ങനെ പറഞ്ഞു ശരിയായില്ല. അതെ, ഞാൻ നമ്മ സംസാരിക്കുക. അപ്പൊ മഹാരാജ്, അപ്പൊ അവിടെ മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ വെറുതെ ചാരി നിൽക്കണ കൈ നോക്കണ ആൾക്കാരുണ്ട്. ഒരു കയ്യിലൊരു ബുക്കും ഉണ്ടാവും, ശ്രദ്ധിച്ചല്ലേ? ലക്ഷണം പറയും, മുഖലക്ഷണം പറയും, കൈ നോക്കി മുഖലക്ഷണം പറയും. കടന്നു വരണം സാർ, കടന്നു വരണം, മുന്നോട്ട് കടന്നു വരണം സാർ. ഭാവി ഭൂത വർത്തമാനങ്ങൾ പറയും. മൊബൈൽ നമ്പർ ഉണ്ടോ? അവസാനത്തെ 3 അക്ഷരം പറയും. 2, 5, 4. ആദ്യത്തെ അക്ഷരങ്ങൾ പറഞ്ഞാൽ നമുക്ക് വർത്തമാനം പറഞ്ഞിരിക്കാം. അല്ല, ഭാവി പറയോ? ഭാവി പറയും. ആദ്യത്തെ അക്ഷരം പറഞ്ഞാൽ നമുക്ക് ഫോണിലൂടെ വർത്തമാനവും പറയാം. അത് ശരി, അങ്ങനെയാണ് പറയണത്. ഭാവി ഭൂത വർത്തമാനങ്ങൾ പറയുമെന്നാണ് സാർ. ഫോൺ നമ്പർ വേണമെന്ന് പറഞ്ഞാൽ പോരെ? അതെനിക്ക് ഭാവി ഉണ്ട് കേട്ടോ. വട്ടമിട്ട് പറക്കുകയാണ്. ആര്? പെണ്ണാണാ? പെണ്ണല്ല, മുകളിലേക്ക് നോക്കൂ. കാക്ക തോറും ഇങ്ങോട്ട് മാറി നിൽക്കും. ശരി. രാവിലെ കഴിച്ചത് പുട്ടല്ലേ? എങ്ങനെ മനസ്സിലായി? ചുണ്ടത്തിരിക്കുന്നു, തട്ടിക്കള. വീട്ടിൽ ഇപ്പോഴും ഒരു ശാപം നിലനിൽക്കുന്നുണ്ട്. എന്താണാവോ? അച്ഛന്റെ അമ്മമ്മയുടെ അമ്മുമ്മ മരിച്ചു പോയിട്ടായിട്ട് ഞാൻ കാണുന്നു. മരിച്ചായിരുന്നു. കിണറ്റിപ്പോയല്ലേ മരിച്ചത്? പോയതാ. വെള്ളം കിട്ടാതെയാണ് മരിച്ചത്. അതെ. ആ പിതൃദോഷവും മാതൃദോഷവും കൂടി കയറി വലിയ ദോഷമായിട്ട് കിണറ്റിൽ കിടക്കുകയാണ്. അതെ. പരിഹാരമുണ്ട് കേട്ടോ. വേണം. 50 കുറയാത്തൊരു നോട്ടെടുത്ത് കയ്യിൽ പിടിക്കുക. മുന്നോട്ട് പിടിക്കുക. സകല ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു. നോട്ടിന് ഊട്ടയിട്ടോ? ഊട്ടിയില്ല. നല്ല നോട്ടാണോ? നല്ല നോട്ടാ, പുതിയതാ. ഈ ബുക്കിന്റെ ഇടയിലേക്ക് വെക്കുക. എന്താ ബുക്കിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 20 രൂപ കയ്യിലെടുത്ത് പിടിക്കുക. പിടിച്ചു. കംപ്ലീറ്റ് കാശും തീർന്നു. ഇങ്ങനെ പോകുന്ന എനിക്ക് തോന്നുന്നത്. അല്ല പിഷാരടെ, ആ പാരഡിയുടെ കാര്യം പറഞ്ഞപ്പോഴേ, അത് നാദസ്റ്റോറി കാസറ്റില്ലേ ഒരു പാരഡി എഴുതിയായിരുന്നു, ഭാരതം എന്നാൽ. അതിന്റെ പാരഡി എന്നാൽ അറിയൂ, അത് വെറും തോന്നണത് എഴുതണ പണിയല്ല, അത് ബോറടി മാറ്റാൻ ഞങ്ങൾ രചിക്കും കോമഡി വരിയല്ലോ എന്നുള്ളതാണ് പാട്ട്. അതിന്റെ പാരഡി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പാരഡി നാദൃഷ്കനെ കളിയാക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. അതെ. പാരഡി എന്നാൽ അറിയൂ, അത് വെറും തോന്നണതെഴുതണ പണിയല്ല, അത് കർക്കിട മാസം അരിമേടിക്കണ സൂത്ര പണിയല്ലോ. പാരഡി എന്നാൽ അറിയൂ, അത് വെറും തോന്നണതെഴുതണ പണിയല്ല, അത് കർക്കിട മാസം അരിമേടിക്കണ സൂത്ര പണിയല്ലോ. അങ്ങനെ നാദൃഷ്ക സൂത്രപ്പണി കാണിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അടുത്ത 3 കാസറ്റിൽ ജോർജ് ചേട്ടൻ ഇല്ലാണ്ട് പോയത്. സത്യം. ആദർശ പാരഡി അത് കറക്റ്റ് മീറ്റർ ഉപയോഗിച്ച് കറക്റ്റ് മീറ്ററിൽ വേർഡുകൾ വയ്ക്കും. അതിനകത്ത് ടൈറ്റാനിക് അതൊരു പാട്ടുണ്ടായിരുന്നു, നാഷയുടെ പാട്ട്. ഈ സിനിമാ താരങ്ങളുടെ പേര് വെച്ച പാട്ട് കേട്ടല്ലേ? മമ്മൂട്ടി, മോഹൻലാൽ, മമ്മുക്കോയ, ജയറാം, ജഗദീർ സഭവാൻ. മമ്മൂട്ടി, മോഹൻലാൽ, മമ്മുക്കോയ, ജയറാം, ജഗദീർ സഭവാൻ. കരമന നെടുമുടി വേണോ, തൊടിയേറ്റം ഗോപി,
ജനാർദ്ദനൻ മുരളി. മാറിയില്ല, പക്ഷെ ഉഗ്രമാണ്. ഞാനൊരിടത്തിരിക്കുമ്പോഴേ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുക. അപ്പൊ ദൂരെ ഒരാൾ വന്നിരുന്നിട്ട് ഇങ്ങനെ എന്നെ കണ്ടിട്ടുണ്ട്, ഞാൻ കോമഡിയുമായിട്ട് ബന്ധമുള്ള ആളാണെന്ന് മനസ്സിലായി, എന്റെ പേരിൽ പായും ഡിയും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായി. കുറച്ചു നേരം അടുത്ത് വന്നിട്ട് പാരഡി എവിടേക്കാ എന്നോട്, പിഷാരടി എന്നുള്ളതിന്. ഇതൊക്കെ പറയുമ്പോ ഈ പാരഡിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. പിഷാരടി ഒരുപാട് പാരഡി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ഗാനങ്ങൾ ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അതുണ്ട് അത് ആർക്കും അറിയില്ല. ഈ പാരഡി ആർക്കും എഴുതാന്നായെന്ന് അങ്ങനെയാണ്. അത് എന്റെ കാലൊടിഞ്ഞപ്പോഴല്ലേ? അതെ, കാലൊടിഞ്ഞ് കിടന്ന സമയത്ത്, എന്റെ കാലൊടിഞ്ഞ് കിടന്ന സമയത്ത് കാണാൻ വന്നു പ്രസാദ് ഏട്ടൻ. എന്നെ കാണാൻ വന്ന് കാലൊടിഞ്ഞ് കിടക്ക, നാളെ മറ്റന്നാളെ ഷൂട്ടിംഗ് ഉണ്ടാ, ഷിജു പാരഡി എഴുതി തരാന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ തരുവോ എന്തോ എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഷിജു ചേട്ടന് പാരഡിക്ക് എത്ര രൂപ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. ചേട്ടന് പറഞ്ഞു ഇത്ര രൂപ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. 100 രൂപ കുറച്ച് തന്നാ മതി, ഞാൻ എഴുതി തരാന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പാടിയാ. ഞാൻ പക്ഷെ കിടന്ന കിടപ്പിന് കാലൊടിഞ്ഞ് കിടക്കുമ്പോ എനിക്ക് ചില്ലറ ഒരു പാട്ടിന് 350 രൂപ കണ്ട് വെച്ച് ഞാൻ 8-10 പാരഡി പാട്ട് എഴുതി കൊടുത്ത്. എന്നിട്ട് അത് പ്രസാദന്റെ പരിപാടിയിൽ വരികയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ഓണ സമയം ആയിക്കഴിഞ്ഞാൽ ഷിജു അഞ്ജുവിനെ കാണൂല. പുള്ളി കംപ്ലീറ്റ് ഓണത്തിനടുക്ക് പൂട്ടുവെച്ചോടായിട്ട് പോകില്ല. അവ 1.5 മാസത്തെ ഗ്യാപ്പ് ഉണ്ട്, അവിടെയാണ് പുള്ളി മുങ്ങണത്. അതിലെ ഒരു പാരഡി ഇരുന്നാൽ 2 പേര് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ഭക്തിഗാനത്തിന്റെ പാരഡിയാണത്. ഏതാ? നീളൻ നീളൻ പനയുടെ മുകളിൽ നീ കയറും രാജപ്പ, നീ ചെത്തുന്ന കള്ള് കുടിക്കാൻ നിരവധിയെത്തും സായ്പന്മാർ. പിഷാരടി പാരഡി എഴുതി കഴിഞ്ഞ ശേഷമാണ് ആ കാലൊടിഞ്ഞത്. പിഷാട്ടി, ഞാൻ ഈ ജോഷി എന്റെ തൊട്ടടുത്ത് ഇരിക്കുന്നോണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സിംഗപ്പൂർ പോയ ഒരു ചെറിയൊരു കഥയുണ്ട്. ഒരു മിനിറ്റിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞങ്ങൾ രണ്ടുപേരും കൂടി സിംഗപ്പൂർ, ഓർമ്മയുണ്ടാ എനിക്ക്? വേറെ ഒന്നുമില്ല, നീ പേടിക്കണ്ട, മറ്റൊന്നും പറയില്ല. 5 മിനിറ്റ് ഞങ്ങള് സിംഗപ്പൂർ ചെന്നപ്പോഴേ സംഘാടകർ ഭയങ്കര സ്നേഹം കാര്യങ്ങളും ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഒരിടത്തുനിന്നും കിട്ടാത്ത മൊമെന്റോയാണ് ഞങ്ങൾ റെഡിയാക്കി വെച്ചേക്കുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങൾക്ക് ഒരിക്കലും കിട്ടത്തില്ല ഇതുപോലൊരു മൊമെന്റോ, നിങ്ങൾക്ക് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വേദിയിൽ തരും, ഷോ കഴിഞ്ഞാൽ വേദിയിൽ തരും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഈ മൊമെന്റോയെ കുറിച്ചൊക്കെ ഭയങ്കര ഞങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് മൊമെന്റോ വായിക്കാൻ വേണ്ടി അപ്പോൾ പിന്നെ വേദിയിലേക്ക് വിളിക്കുകയാണ്. മൊമെന്റോ വായിക്കുന്നതിന് വേണ്ടി ഹരിശ്രീ ജോഷി, മൊമെന്റോയിൽ എഴുതി വെച്ചേക്കണ ഹരിശ്രീ ജോഷി, കലാഭവൻ യൂസഫ് മാറ്റി എഴുതി വെച്ചേക്കുവാ. ഇത് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? ഒരു കാര്യം മനസ്സിലായി, അവിടെ നിങ്ങൾ രണ്ടുപേരും ആരും അറിയൂല, അതാണ് സംഭവം. അല്ല, എന്തിനാണ് മൊമെന്റോ തന്നത് അവിടം വരെ ചെന്നേനി. അതെ, യൂസഫിന്റെ കിളി ഇപ്പോഴും പോയി. യൂസഫ് അതേ രാജ്യത്ത് തന്നെ ഒരാളെ സ്റ്റേജിൽ ആദരിക്കുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ട് അവിടെ വന്ന ഒരാളെ കണ്ട 61-ലെങ്ങാണ്ട് ആ രാജ്യത്തെത്തി ആളെ ആദരിക്കുക എന്നൊക്കെ പറഞ്ഞൊരു ചടങ്ങാണ്. അപ്പം ഇടയിൽ കയറ്റിക്കൊണ്ടുവരാനൊക്കെ അദ്ദേഹം നടക്കാനൊക്കെ ഇത്തിരി വയ്യാത്തതുകൊണ്ട് അങ്ങനെ വേണ്ടാന്ന് ഓർത്ത് സ്റ്റേജിന്റെ സൈഡിൽ കൊണ്ട് തന്നെ ഇരുത്തിയിട്ടുണ്ട്. അദ്ദേഹം സയന്റിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തെ കൊണ്ട് നമ്മളെയൊക്കെ പരിചയപ്പെടുത്തി, ഇത് ഇന്നയാള് സയന്റിസ്റ്റ് ആണ്, ഇവിടെ ഇത്ര കൊല്ലായി, ഇത് ഇന്നയാള് സയന്റിസ്റ്റ് ആണ്, ഇത്ര കൊല്ലായി എന്ന് പറഞ്ഞ് ഇയാൾ എല്ലാവർക്കും നമസ്കാരമൊക്കെ പറഞ്ഞ് സ്റ്റേജിന്റെ സൈഡിൽ കസേരയിട്ടിരിക്കുകയാണ്. അപ്പൊ യൂസഫൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് ഒരു ബാഡ്ജ് ഇട്ട് ഒരാളോട് ചോദിച്ചു, കുടിക്കുന്ന വെള്ളം വെള്ളം പറഞ്ഞു. അപ്പൊ അയാള് എന്ന് പറഞ്ഞിട്ട് അയാൾ പോയി കണ്ടില്ല. അപ്പൊ നേരെ വന്ന് ഈ ആദരിക്കാൻ വിളിച്ചിരുന്ന ആളെ ചോദിന്റെ ശാസ്ത്രജ്ഞ, ചേട്ടാ കുടിക്കുന്ന വെള്ളം എവിടെയാ എന്ന് ചോദിച്ചു. ഇയാള് ഐ ഡോണ്ട് നോ, അറിയില്ല, സയന്റിസ്റ്റ് ആണ് അത്രേ, സയന്റിസ്റ്റ്, വെള്ളം എവിടെയാന്ന് അറിയാത്ത ആളാണോ സയന്റിസ്റ്റ് എന്ന് ചോദിച്ചിട്ട് ആദരിക്കാൻ കൊണ്ടുവന്ന ആളോട് ചൂടായ ആളാ. അങ്ങനെ ചോദിച്ചൊന്ന് പിഷാട്ടി പറയുന്നു, എനിക്ക് ഓർമ്മയില്ല. പണ്ട് കാലത്ത് ആ കാസറ്റുകളിലൊക്കെ ഒരുപാട് ശബ്ദങ്ങളൊക്കെ ചെയ്ത ആൾക്കാരാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ തലമുറയിൽപ്പെട്ട ഒരുപാട് താരങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുടെ പ്രോഗ്രാംസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല ഇപ്പോൾ ഒരു പുതുമയുള്ള ഒരാളാണ് ജനീഷ് എന്ന് തോന്നുന്നു. നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇതിനു വേണ്ടി ജനീഷിന്റെ പുതിയ നമ്പറുകൾ എന്തൊക്കെയാണ്? എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മളെ മാനസ ഗുരുക്കന്മാരാണ്. നമ്മൾ പരിപാടിക്ക് വരുന്നതും തുടക്കമല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ പറയും. ഗുരുക്കന്മാരാന്ന് പറയും, പിന്നെ പറയും ഞങ്ങളെ കാണുമ്പോ കുരുവാണെന്ന് പറയും. കേട്ടിട്ടുണ്ട്. അല്ല, ഇപ്പോഴും ഏറെ കൊതിയോടുകൂടി ആരാധനയോടുകൂടി കാണുന്ന ആളുകൾ തന്നെയാണ് ഈ കൂട്ടത്തിലുള്ള എല്ലാവരും. അത് ഉള്ളിൽ തട്ടി ആത്മാർത്ഥമായിട്ട് തന്നെ പറയുന്നത്. അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കാര്യത്തിലാണ് അല്ലേ? 100%. അതിലൊരു കയ്യടി കുറവുണ്ട്. മിമിക്രിയില് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ശബ്ദം അനുകരിക്കാം. വാസ്തവത്തില് ഇത്രയേറെ പാരഡിയുടെ ആളുകളെയൊക്കെ നേരിട്ട് കണ്ടതിൽ വല്ലാത്തൊരു സന്തോഷമാണല്ലോ പൊതുവെ എനിക്കുള്ളത്. പറയാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
വല്ലാത്തൊരു നിലയാണല്ലോ ഇവിടെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നത്. ഇത്തരം പാരണികളെ ആളുകളെ എല്ലാം ചേർത്ത് വെച്ച് ഒരു കേപ്പാരണി എന്ന ഒരു പുതിയ സംരംഭം. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ പാരണി പരിപാടി എന്നുള്ളത് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും, യാതൊരു സംശയവും വേണ്ട. മനസ്സിലായില്ല? വിനയ് ഫോർട്ടിന്റെ ശബ്ദം ഒരു ഇന്റർവ്യൂ വോയിസ് ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, വിനയ് ഫോർട്ട്. ഞാൻ നന്നായി പഠിക്കില്ല, സ്പോർട്സിൽ ഞാൻ കൊള്ളില്ല, ടീച്ചേഴ്സൊക്കെ എന്നെ എന്തോ ഏലിയനെ പോലെയാണ് നോക്കുന്നത്. ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ, എന്റെ ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ ആനുവൽ ഡേക്ക് അവർ അവനെ വിളിച്ചില്ല, എന്നെ വിളിച്ചു. താങ്ക് യു. ഇനി ഒരാളെ കൂടെ ശബ്ദം എടുക്കാം. നമ്മുടെ ലോകസഞ്ചാരം ചെയ്യുന്ന സന്തോഷ് ജോർജ് കുളങ്ങര. നിങ്ങൾ അമേരിക്കയിലെയും ബ്രിട്ടനിലെയും ഫ്രാൻസിലെയും അമേരിക്കയിലും ഒക്കെ ചെല്ലുന്ന അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതായിട്ടൊരു കാര്യമുണ്ട്. എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മിമിക്രിക്കാരുള്ള ഒരു ഇടം എന്ന് പറയുന്നത് കേരളമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേറെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ എല്ലാ രാജ്യത്തും പറയാറുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഇതിൻ്റെയൊക്കെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ശബ്ദം എടുത്തില്ലേ, അതിൽ നെടുമുടി വേണു ആണ് അതിൽ കൂടുതലായിട്ട് കയറി കിടക്കുന്നത് അല്ലേ. പിന്നെ പിണറായി സാറിന്റെ ശബ്ദം എടുത്തപ്പോൾ അതിൽ മാളായ അരവിന്ദന്റെ ശബ്ദമാണ് അതിൽ കൂടുതലായിട്ട്. അല്ല, ഞാനൊരു ഇത് പറഞ്ഞു അല്ല, കൂടുതലായിട്ടാണല്ലോ, കുറവല്ലല്ലോ. അപ്പൊ ഒരു കുറവല്ല, കൂടുതൽ കിടക്കുന്നോട് ഒരു ഒബ്സർവേഷൻ ഞാൻ പറഞ്ഞു. ഒരു കുറവല്ല, കൂടുതൽ കിടക്കുന്ന ഒരു കുറവല്ല ജോഷി ചേട്ടാ, കൂടുതൽ കിടക്കുന്ന ഒരു കുറവേ അല്ല. ഏട്ടാ, നമ്മള് ഒരു കാലഘട്ടം, ഞങ്ങളൊരു 15 കൊല്ലക്കാലം എനിക്ക് തോന്നണത് അമ്പലപ്പറമ്പുകളിൽ ഇത്ര 2.5-3 മണിക്കൂറോളം അവിടെ ചെന്ന് ഞങ്ങൾ വിലയുണ്ടാക്കുന്നതല്ലാതെ അതിനു മുമ്പ് ഒരു വിലയും ഉണ്ടാവില്ല. കളി നല്ലതല്ലെങ്കിൽ ഞങ്ങളുടെ നിലയും പോയി. അപ്പോ ആ സമയത്ത് അടുത്ത പരിപാടി വന്ന് പിറ്റേ ദിവസം വീണാൽ ഞങ്ങളെ മറന്നുപോയി. പിന്നെയും അടുത്ത കൊല്ലം അവരുടെ മുമ്പിലാണ്. അപ്പം ഞങ്ങൾക്ക് വളരാൻ അന്ന് ഈ ഓഡിയോ കാസറ്റും അപ്പോഴും ഞങ്ങളുടെ മുഖവും തിരിച്ചറിയുന്നില്ല. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് താരമാകാം. ഈ ദൃശ്യമാധ്യമം വന്നതോടുകൂടി ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ യൗവനവും കൗമാരവും പെട്ടെന്ന് ജനങ്ങളിലേക്ക് തിരിച്ചറിയുകയാണ്. ഒരുപാട് ശബ്ദം അനുകരിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പൊ 20 ശബ്ദവും അനുകരിക്കുമെന്നും പറഞ്ഞ് വന്നിട്ട് 22 അനുകരിച്ചിട്ട് ഈ 10 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പറ്റുന്നത് ഏതാണാവോ ആ ശബ്ദം അധികം നീട്ടിക്കൊണ്ടു പോകാതെ ചെയ്യുന്നതായിരിക്കും. ഞാനൊക്കെ നേരത്തെ അനുകരണ രംഗത്ത് നിന്ന് മാറി നിന്ന ആളാണ്, എന്നെ കൊണ്ടൊക്കെ നേരത്തെ ചെയ്യിപ്പിച്ചതാണ്. അപ്പൊ ആളുകൾ അറിഞ്ഞും ശബ്ദത്തെക്കുറിച്ചും വരുമ്പോൾ നേരത്തെ ജോഷി പറഞ്ഞതുപോലെ ജോഷി ആ ഇന്നസെന്റ് ഏട്ടൻ ചെയ്യുമ്പോഴും കൊച്ചിനീഫ ചെയ്യുമ്പോഴും അത് ആളായിട്ട് മാറുകയാണ്. കറക്റ്റ് മീറ്ററിലാണ്. അതുകൊണ്ടാണ് ഇന്നസെന്റ് ഏട്ടൻ ഞങ്ങളുടെ കാസറ്റ് ചെയ്യാൻ വന്നപ്പോൾ ജോഷി പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണത്. ഇങ്ങനെ ചെയ്യിച്ചേട്ടാ, ഇങ്ങനെ ചെയ്യിച്ചേട്ടാ എന്നും പറഞ്ഞ്. അതാണ് ജനത്തിന്റെ തലയിലേക്ക് കയറിയേക്കണത്. അപ്പൊ ആ മാനറിസങ്ങൾ എപ്പോഴും നല്ലതാണെങ്കിൽ നമുക്ക് ഭയങ്കരമായ പേരും നമ്മൾ അതിനകത്ത് ഒരു ഗവേഷണമൊക്കെ നടത്തിയാൽ നിങ്ങൾക്ക് തന്നെ നല്ലത്. നമ്മളുടെ വീട്ടിൽ വരുന്ന മാമുക്കോയ, അദ്ദേഹം റാഞ്ചി റാവ് സ്പീക്കിങ്ങിൽ ഒരു നല്ലൊരു കഥാപാത്രം, നമുക്ക് എല്ലാവരും ചിരിപ്പിച്ച ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അതിലെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കാം. ഓണേ, ഇനി ഞാൻ തിരിച്ചു പറഞ്ഞത് ഒറ്റക്കല്ല, എൻ്റെ കൂടെ 10-15 ആളും ഉണ്ടാവും. അവരെ കൊണ്ട് നിന്നെ തല്ലിക്കാനോ നിന്നോട് കാശ് വാങ്ങാനോ അല്ല ആലോചന. ഇനി കാശ് വന്നില്ലെങ്കിലും നിന്നെ ഞാനൊന്നും ചെയ്യൂല. പക്ഷേ എന്നെ നബീസുന്റെ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മയത്താവും. ആ മയത്തെടുക്കാനാണ് മോനെ ഞാൻ ആളെ കൂട്ടി പറഞ്ഞത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ടെൻഷൻ ഉണ്ടാവും. നമുക്ക് മൊത്തത്തിൽ ടെൻഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പലരും പറയുമല്ല, നമുക്കൊന്ന് ബാത്റൂമിൽ പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ഒരു സീനുണ്ട്. അപ്പം അവിടെയാണെങ്കിൽ ഗ്രാമപ്രദേശത്തിലാവുമ്പോൾ അവിടെയൊന്നും ഈ യഥാർത്ഥത്തിൽ ബാത്റൂമിന്റെ സൗകര്യങ്ങളൊന്നും. സാഞ്ചേട്ടൻ ഒരു പയ്യനെ കറങ്ങിക്കൊണ്ട് പോയി, അങ്ങനെ തന്നെ പറയാം. സാഞ്ചേട്ടന് വയറിന് നല്ല കംപ്ലൈന്റ് ആയിട്ട് അവിടെ ബാത്റൂമും സൗകര്യമൊന്നും ഇല്ലാണ്ട് ഒരു പയ്യനെ കറക്കിക്കൊണ്ട് പോയി. അങ്ങനെയും പറയാം. ഒരു പയ്യനോട് പറഞ്ഞു. അപ്പൊ നമുക്കിത് തോന്നലാണ്. നമുക്കിതെല്ലാം എനിക്ക് പെട്ടെന്ന് മൂത്രമൊഴിക്കാൻ തോന്നുന്നു, എനിക്കൊരു സംഭ്രമം വരും. അപ്പൊ ഇവിടെയുള്ള ആൾക്കാർ പറയും അക്കരക്കാണ്, അക്കരെ നിക്കരെ കടത്തിയേക്കണെയാണ്, പരിപാടി നല്ലതല്ലെങ്കിൽ നാടകക്കാർ 3 ദിവസം കഴിഞ്ഞാൽ പോയത്, കഥാപ്രസംഗക്കാരൻ 4 ദിവസം കഴിഞ്ഞാണ് ഇവിടെ നിന്ന് പോയത് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പെടുത്തണേ. അപ്പൊ എന്നെ കൊണ്ടുപോയി ഇരുത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ വല്ലാത്ത വയറിന് ഭയങ്കര കമ്പം എന്നൊക്കെ പറഞ്ഞിരിക്കണേണ്. ഇവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് അല്ലേ ബാത്റൂമും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാവരും ഇങ്ങനെ പുഴവക്കത്തും അവിടെ ഇവിടെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെയല്ല, എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുമല്ലായ്മയും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഇവൻ അവിടെ ഇരിക്കുക. ഇവൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറയും, മോനെ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടാ? ഇല്ലില്ല ആരും വരുന്നില്ലെന്ന് പറയുമ്പോ അന്നൊക്കെ ഉത്സവം കാണാൻ പോകുന്നത്. അവിടെ ഇരിക്കാന്നോ ചേട്ടനാ ഇരുന്നത്? എടാ അവിടെ ഇരിക്കുന്നു, ഇവൻ മാറി നിൽക്കുന്നു ടോർച്ചായിട്ട്. അങ്ങനെ പറ, അത് പറ. അതായത് ചേട്ടൻ പോയിട്ട് കാട്ടിനകത്തോട്ട് കയറി കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് മെയിൻ വഴിയിൽ ഇവനെ നിർത്തി
ആ അവന് ആ അല്ല അങ്ങനെയല്ല, കഥ അങ്ങനെയല്ല. കഥ അങ്ങനെയാണ്. കഥ അവിടെ ഇരുന്നു, ഇവൻ മാറി നിൽക്കുന്നു. ആ സമയത്ത് ഉത്സവപ്പറമ്പിലേക്ക് ആളുകൾ കാവല് നിൽക്കുന്നു. ആരേലും വരുന്നുണ്ടെങ്കിൽ ഞാൻ കാവല് നിന്ന കഥ നിന്റെ ഉണ്ട്. നിന്റെ കഥ അല്ല വേണ്ട. ഞാൻ കാവല് നിന്ന കഥ അറിയാം. അപ്പോ ആ കഥയൊക്കെ പറഞ്ഞ ഇനിയിപ്പോ എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല. നിങ്ങൾ ആരാണ് ശരിക്കും തൂറാൻ പോയത്? ഒന്ന് സാഞ്ചേട്ടൻ, ഇത് വേറെ കഥ, അത് പറയട്ടെ. പുള്ളി പതുക്കെ ഡൈല്യൂട്ട് ചെയ്യുക. ഒരു പയ്യനെ കാവല് നിർത്തിയിട്ട് കുറ്റിക്കാട്ടി കയറി ഇരിക്കുന്ന കഥയാണ് ഈ പറയുന്നത്. ആ സമയത്ത് അമ്പലപ്പറമ്പിലേക്ക് ആളുകൾ പോണ്. അച്ഛന്റെ തോളത്തൊരു മോള്, അമ്മയുടെ കയ്യിലൊരു മോളൊക്കെ ആയിട്ട് ഇവര് ചൂട്ടും കത്തിച്ചാണ് ഇങ്ങനെ പോണത്. അപ്പൊ ഇവനോട് ചോദിക്കണ്ട, എന്താ കുട്ടാ ഇവിടെ നിൽക്കണത്? പരിപാടി ഇല്ലേ അമ്പലപ്പറമ്പിൽ? ഉണ്ട് ചേച്ചി. ചേട്ടാ നിങ്ങൾ എത്ര ധൃതിക്ക് പോണേ എന്തിനാണ്? ഇപ്പൊ ചെന്നില്ലെങ്കിൽ പരിപാടി തുടങ്ങും 9:30. അങ്ങോട്ടേക്ക് ഇപ്പൊ ധൃതി പിടിച്ച് പോകണ്ട, മെയിൻ ആള് ദേ ഇവിടെ നിൽക്കുകയാണെന്നും പറഞ്ഞിട്ട് ടോർച്ചടിച്ച് കാണിച്ചു കൊടുത്തേക്ക്. അപ്പൊ ഞാൻ നല്ല ടോർച്ചില് ഇപ്പൊ നീ എന്താടാ അവൻ അത് ഇങ്ങനെ കുശലൊന്നുമില്ല. അവന്റെ ആ കൊച്ചന്റെ വല്യച്ഛനാ പോയത്. നീ എന്താടാ ഇവിടെ നിൽക്കണേ? ചെപ്പിയും പറഞ്ഞു ഒന്നുമില്ല. സത്യം പറയടാ, നീ എന്താ ഇവിടെ നിൽക്കണേ? ഒന്നുമില്ല, അവിടെ പരിപാടി തുടങ്ങാറ ഇനിയിപ്പോ. അപ്പൊ ഇവരെല്ലാം ഒളിച്ച് കള്ളു കുടിക്കാനോ ബീഡി വലിക്കാനോ വല്ലോ ഈ ചെക്കൻ വന്ന് നിൽക്കുന്നതെന്ന് ഓർത്ത് ഇയാള് പേടിപ്പിച്ച് പറയടാ, നീ എന്താണ് ഇവിടെ നിൽക്കണേ? പരിപാടി തുടങ്ങണം അങ്ങോട്ട്. പരിപാടി ഇപ്പൊ തുടങ്ങൂല. എങ്ങനെ തുടങ്ങാൻ? അതേ മെയിൻ പരിപാടിക്കാരൻ ഇരിക്കുന്നെന്നും പറഞ്ഞ് ടോർച്ച് അടിച്ചപ്പം അത് തന്നെയാണ് മറിച്ചിട്ടാൽ ഇവന്റെ കഥ. അല്ല സാധാരണ കാട്ടിലാണെങ്കിൽ ഇവൻ ചന്ദന കാട്ടില്ല. അത്രേ ഉള്ളൂ വ്യത്യാസം. അത് മൂന്നാർ മേള എന്നെങ്ങാണ്ട്. മൂന്നാർ മേളയാണോ തേക്കടിയിലാണോ എവിടെയോ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇതും കൂടെ കഴിഞ്ഞിട്ട്. അതായത് എന്നെ പോലീസ് പിടിച്ച് ഞാൻ ഇതിന് പോയതാ, ഞാൻ ചന്ദനം വെട്ടാൻ കയറിയതാന്നും പറഞ്ഞ് എന്നെ ചന്ദനത്തടി വെട്ടാൻ കയറിയതാ. ഞാൻ നേരത്തെ ഉണ്ടല്ലോ, ഞാൻ ഈ പരിവാറിന്റെ പേരൊന്ന് മാറ്റണം. അപ്പി അപ്പോൺ എ ടൈം. പക്ഷേ ഇപ്പോഴൊന്നും ഒരിക്കലും ഒരാളും പറയേയില്ല, നമ്മളൊന്നും അങ്ങോട്ട് അവസ്ഥയ്ക്ക് പോവുകയില്ല. കാര്യം എന്ന് വെച്ചാൽ നാട്ടുമ്പുറം നന്മകളാൽ സമൃദ്ധമാണ്. ഇനി ഒന്നും പറയണ്ടേട്ടാ, ചേട്ടന്റെ നന്മ ആ നാട്ടിൽ ഇപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്, അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതെ, പ്രസാദേട്ടൻ പറഞ്ഞില്ലേ ലാൽ സാറ് പെണ്ണിന് ശബ്ദം വരുന്നെന്ന്. അതെ, സിദ്ദിഖ് സാറ് പറഞ്ഞാല് എങ്ങനെയുണ്ടെന്ന് ഞാൻ ശ്രമിക്കാന്ന് പറയായിരുന്നു. വളരെ ശരിയാണത്. പ്രസാദ് പറഞ്ഞത് ശരിയാണ്. അന്ന് ലാലിന് പെണ്ണിന്റെ ശബ്ദമായിരുന്നു. ഞങ്ങളന്ന് സ്കൂളിൽ മിമിക്രി കളിക്കുന്ന കാലം ലാല് മെലിഞ്ഞിട്ടാണ് ലാലിരിക്കുന്നത്. ലാൽ എന്ത് പറഞ്ഞാല് എടോ എവിടെ പോയിടോ എന്നാണ് ചോദിക്കുന്നത്. താങ്ക് യു. പ്രസാദേട്ടനോട് ചോദ്യം. പ്രസാദേട്ടാ ഇവിടെ ഒരുപാട് ഇപ്പോൾ നിങ്ങൾ പ്രോഗ്രാമിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ ഇതുവരെ പ്രസാദേട്ടൻ ഒരു ആക്ടറെ അനുകരിച്ച് കണ്ടിട്ടില്ല. അറിയില്ല. പ്രസാദേട്ടൻ ആരെയൊക്കെ അനുകരിക്കാറ്? ഞാൻ ആരും അനുകരിക്കാറില്ല. ശരിക്കും സത്യമായിട്ട് പറ. പ്രിയമുള്ള നാട്ടുകാരെ എന്നൊക്കെ പറഞ്ഞ് പണ്ട് ഞാൻ പ്രേം നസീറിനെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു പ്രീ ഡിഗ്രി കാലഘട്ടങ്ങളിലാണ്. അടൂർ ബാസിയെ കാണിച്ചിട്ടുണ്ട്. മീനാക്ഷി എന്ന് പറഞ്ഞ് KP ഉമ്മറിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ് നമ്മൾ ആലമൂറിനെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഓരോ ബിറ്റ് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ശരിയാവില്ല പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് അടൂർ ബാസിയെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ പണ്ടത്തെ കാലഘട്ടത്തിൽ പ്രീ ഡിഗ്രി കാലഘട്ടങ്ങളിലാണ്. അത് കഴിഞ്ഞ് നേരത്തെ സാജൻ പറഞ്ഞ പോലെ മിടുക്കന്മാര് വന്നപ്പോൾ നമ്മൾ പതുക്കെ മാറിയിട്ട് മറ്റ് ശബ്ദങ്ങളിലോട്ടങ്ങ് മാറി. ട്രെയിലർ അത് ഇത് മറ്റു ശബ്ദങ്ങളായിട്ട്. പ്രസാദേട്ടന്റെ ഭാഗ്യത്തിന് പ്രസാദേട്ടൻ അനുകരിച്ചവരാരും അവരാരും കണ്ടില്ല അല്ലേ? അല്ല ഒന്നുമില്ല, മനസ്സിലാക്കാതെ പോയത്. അല്ല അന്ന് വീഡിയോ ഇല്ലല്ലോ, വീഡിയോ ക്യാമറ ഒന്നും ഇല്ല. അതാണ് ഭാഗ്യമായി. അത് ഭാഗ്യമായി. അതെ, അല്ലെങ്കിൽ അതൊക്കെ ഇപ്പൊ എടുത്തോണ്ട് വരുന്നേ. ഇയാളാണോ ഈ ഇത്ര വലിയ വർത്തമാനം? ഓരോരോ സെക്ഷനാണ്. കുത്തിപ്പൊക്കലുകാര് വന്ന് കേറിയനെ. മാർട്ടിൻ ചേട്ടൻ എന്താ എനിക്കറിയില്ല. മാർട്ടിൻ ചേട്ടൻ ഇന്ന് അർഹിക്കുന്ന കൂടുതൽ മര്യാദയായിട്ടിരിക്കുന്നത് എന്താന്ന് മനസ്സിലാവില്ല. ഇല്ല, ഞാൻ ഓരോരുത്തർ പറഞ്ഞ കേട്ടുകൊണ്ടിരിക്കല്ലേ. അല്ല, ചേട്ടൻ ആരെങ്കിലും അനുകരിക്കുമായിരുന്നോ? ഇല്ല, അങ്ങനെ പറയരുത്. ബിരിയാണിക്കാണ് മെയിൻ ആണല്ലോ. ബിരിയാണിക്കാണല്ലോ നമ്മുടെ കാസറ്റിൽ അമിനത്താത്തായും ബിരിയാണിക്കായി ആണല്ലോ. അതെ, മാർട്ടിൻ ചേട്ടൻ ആട് ആ സിനിമയിലില്ലേ, അതില് കൈ നോക്കുന്ന ആളായിട്ട്. അപ്പോ ജയസൂര്യ അടുത്ത് ഒരു പൂ മനസ്സിൽ വിചാരിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ ചെവിട്ടില് ആ പൂവിന്റെ പേര് പറയുന്നുണ്ട്. അപ്പൊ ഒരു കണ്ണ് വെച്ചൊരു റിയാക്ഷൻ കൊടുക്കുന്നുണ്ട്. അതൊന്നും ചെയ്യാൻ പറ്റുമോ? അതിപ്പോ ചെയ്ത പുള്ളിക്ക് റിയാക്ഷൻ വരും. കണ്ണ് വെച്ചിട്ട് ചെവിട്ടിലെ പൂവിന്റെ പേര് പറയുമ്പോ ഒരു എക്സ്പ്രഷൻ ഇട്ടായിരുന്നു. അത് ആ സമയത്ത്
കോക്കണ്ട് പോലെ മനസ്സിലായില്ലേ? ഓരോ അഭിനയം സൂക്ഷ്മം വീക്ഷിക്കുന്ന ആൾക്കാരുടെ മനസ്സിലായില്ലേ? നമ്മൾ കയ്യിൽ നിന്ന് എടുക്കാൻ അബദ്ധം ഇപ്പൊ കയ്യിൽ നിന്ന് ചോദ്യങ്ങൾ വരും പിന്നീട്. അത് ആ സമയത്ത് ആ മൂഡിലാണ് വന്നു പോയതാ. മാത്രമല്ല ഈ മാർട്ടിൻ ചേട്ടൻ മസ്കറ്റി പരിപാടിക്ക് പോയപ്പോഴേ ഒരാള് മാർട്ടിൻ ചേട്ടൻ ഒരു CD സമ്മാനമായിട്ട് കൊടുത്തു. ഒരു CD, സാധാരണ ഒരു MP3 കുറെ പഴയ മലയാളം പാട്ടുള്ള ഒരു CD കൊണ്ടുവന്നിട്ട് ഇതെന്റെ വക മാർട്ടിൻ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞ CD കൊടുത്തു. അപ്പൊ തന്നെ അയാളോട് കാറ് എടുക്കാൻ പറഞ്ഞ ആ കാറിൽ തന്നെ കയറിപ്പോയി ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കിട്ടിയ പൈസക്ക് ഒരു CD പ്ലെയർ മേടിച്ച ആളാണ് അന്ന് രാത്രി പാട്ട് കേൾക്കാൻ വേണ്ടി. മാർട്ടിനെ കുറിച്ച് ഇപ്പൊ മാർട്ടിനോട് ഇരിക്കുന്ന ഒരു ചെറിയൊരു മാർട്ടിന്റെ ഞങ്ങള് ഒരു ദുബായി പോയി ഒരു കഥ പറയാം കേട്ടോ. മാർട്ടിനെ നിർത്തിക്കൊണ്ട് തന്നെ പറയണം. വളരെ കുറഞ്ഞ ഒരു ഫ്ലൈറ്റാണ് ഞങ്ങൾക്ക് എടുത്തു തന്നത്. ഫ്ലൈറ്റിൽ കയറിയപ്പോ തന്നെ ഭക്ഷണമൊന്നുമില്ല, വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പൊ തന്നെ മാർട്ടിന് കരിപ്പ ഇതെന്തോടെ നമ്മളെ പട്ടിണി കിട്ടണം കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് പ്രശ്നമായി തുടങ്ങി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വെള്ളം ഫ്രീ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ വെള്ളം കിട്ടുമല്ലോ, വേറെ ഒന്നും കിട്ടൂലല്ലേ, വെള്ളം കിട്ടൂല, വെള്ളമെങ്കിൽ വെള്ളം പറഞ്ഞ് താടിയൊക്കെ തുടങ്ങിയ ആള് ഓക്കെ ആയി. അപ്പൊ എയറോസ്റ്റസ് അങ്ങോട്ട് പോകുന്നു, വാട്ടർ പ്ലീസ്, വെള്ളം കൊണ്ട് നോക്കുന്നു, അത് അപ്പം തന്നെ എടുത്ത് കുടിക്കുന്നു. എയറോസ്റ്റസ് അങ്ങോട്ട് വാട്ടർ പ്ലീസ്, വീണ്ടും വാട്ടർ. ഈ എയറോസ്റ്റസ് ആ ഫ്ലൈറ്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയാലും വാട്ടർ പ്ലീസ്, കാരണം വാട്ടർ ഫ്രീ ആണല്ലോ. അങ്ങനെ കൊടുത്ത് അത് അവിടെ എത്തുന്നവരെ ആ എയറോസ്റ്റസ് നിർത്തിയിട്ടില്ല. തിരിച്ച് വരികയാണ്, പരിപാടി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അതേ ഫ്ലൈറ്റ് അതേ എയറോസ്റ്റസ്. മാർട്ടിനെ ഒരിക്കലും മറക്കൂല എയറോസ്റ്റസ്. മാർട്ടിനെ കണ്ടപ്പോ തന്നെ 5 ലിറ്ററിന്റെ വെള്ളം കൊണ്ട് വെച്ചിട്ട് യു ആർ ഓക്കെ 5 ലിറ്ററിന്റെ വെള്ളം, യു ആർ ഓക്കെ. അവർക്ക് സമാധി എവിടെയെങ്കിലും പോയിരിക്കണം, അല്ലെങ്കിൽ വാട്ടർ പ്ലീസ് എന്ന് പറഞ്ഞിരിക്കും. മാർട്ടിൻ ചേട്ടന്റെ ചില സമയത്തെ ഒരു ഫേമസ് നടിയുടെ അച്ഛൻ മാർട്ടിൻ ചേട്ടന്റെ കൂട്ടത്തിൽ ഇരിക്കും. അപ്പൊ മാർട്ടിൻ ചേട്ടൻ ഇങ്ങനെ ആകെപ്പാടെ ഭ്രാന്തായിട്ട് വെറുതെ ഇങ്ങനെ താടിയൊക്കെ ഇങ്ങനെ താടി മേലോട്ട് തടവിയ തെളിവാണല്ലോ, മറ്റേ അരിക്കുമ്പം വാലും അടക്കി എന്നുള്ളതിന് തെളിവാണല്ലോ. താടി ഇങ്ങനെ അടയ്ക്കുമ്പം ഈ നടിയുടെ അച്ഛൻ ഇങ്ങനെ വന്നിരുന്നിട്ട് നമ്മുടെ ഫ്ലൈറ്റ് ഇന്ന ഫ്ലൈറ്റാണ്, പക്ഷേ എയർ ഇന്ത്യ ആണെങ്കിൽ നമുക്ക് ഇന്ത്യൻ ഫുഡ് കിട്ടും. ഇന്ത്യൻ ഫുഡ് കിട്ടുമെങ്കിലും ലുഫ്താൻസയുടെ ആണ് AC കുറച്ചുകൂടെ നല്ലത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ അമേരിക്കൻ എയർലൈൻസിന്റെ കാല് വെക്കാനുള്ള സ്ഥലം കുറച്ച് കുറവാണെങ്കിലും അത് കൂടുതലുള്ളത് ഖത്തർ എയർവേസിനാണ്. പക്ഷെ എനിക്കിഷ്ടം എമിറേറ്റ്സിന്റെ ബിസിനസ് ക്ലാസ് ആണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ തിരുമു കേട്ടോ. കുറെ നേരമായിട്ട് പുള്ളി പൊങ്ങച്ചം പറയും. അങ്ങനെ എനിക്ക് എന്തായാലും എത്തിഹാദ് ഞാൻ ഫുൾ തൃപ്തിയാണ്, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. മോള് സിനിമ നടിയായോണ്ട് കൊള്ളാം, അല്ലെങ്കിൽ ആലപ്പുഴ വഴി ഓട്ടോറിക്ഷയിൽ നടക്കേണ്ടതാണെന്ന് ഓർമ്മ വേണം. പറഞ്ഞതാണ് തിരുത്തട്ടെ. അല്ലെങ്കിൽ ഞങ്ങളെ ടിക്കറ്റ് എന്നെ പോലത്തെ ആർട്ടിസ്റ്റുകൾക്ക് ഒരിക്കലും ബിസിനസ് ക്ലാസ് ഒന്നും ആരും എടുത്ത് തരാറില്ല. ഒരു സൗദി ട്രിപ്പിന് പോവാണ്, അപ്പൊ ഞാനോട്ട് ഷൈജോടി വാലിയുണ്ട്. അപ്പൊ ടിക്കറ്റ് ഇല്ല, എന്തോ അവന്റെ ഭാഗ്യോടെ ഞങ്ങളുടെ ഭാഗ്യോടെന്ന് അറിയാൻ പറ്റില്ല. ഫ്ലൈറ്റിൽ മറ്റേ എക്കണോമിക്ക് ടിക്കറ്റ് തീർന്നു പോയി, ബിസിനസ് ക്ലാസ് ഉണ്ടെന്ന്. പിന്നെ അയാൾ ഗതികെട്ട് ബിസിനസ് എങ്കിൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 3 പേർക്ക് ബിസിനസ് ക്ലാസ് എടുത്തത് കുറച്ച് കാശ് കൂടുതലല്ല. ഞങ്ങള് ഫ്ലൈറ്റ് ഞങ്ങൾ 3 പേരും കൂടി കയറിയപ്പോൾ പിന്നെ ക്യാപ്റ്റൻ ഓടിക്കുന്ന ആളെ ഞാൻ നോക്കിയിട്ട് പുറയിലേക്ക് പോയിരിക്കാൻ, ഞങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട് തെറ്റിയിരുന്നാണെന്ന് കരുതിയിട്ടെ പുറയിലേക്ക് പോയി. ഞങ്ങൾ പറഞ്ഞ ടിക്കറ്റ് കാണിച്ചു കൊടുത്തു, ഞങ്ങൾ ഇതാണ് എടുത്ത് വെച്ചിട്ട്. അന്നാണ് ആദ്യമായിട്ട് നമുക്ക് ഈ പഴം മാങ്ങയൊക്കെ, സാധാരണ നമ്മുടെ എക്കണോമിയിലൊക്കെ വരുമ്പോൾ ചെറിയ കർഷണമായിട്ടല്ലേ കൊണ്ടുവരുള്ളൂ. ഫ്രണ്ടിൽ വലിയ പഴം മാങ്ങയൊക്കെ അതുകൂടി കൊണ്ട് വെച്ചേക്കണം. ഞാനും ഷൈജും ഒക്കെ അത് കടിച്ച് അവിടെ ഇരുന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു ഫ്ലൈറ്റ് ഒരു പഴമാങ്ങ മൊത്തം ഇരുന്ന് കഴിക്കുന്നത് തിന്നണൊക്കെ കണ്ട. കാരണം സെറ്റപ്പാണ് നമുക്ക് കയറണത്. എക്കണോമിക് ക്ലാസ് നമ്മളെപ്പോഴും എക്കണോമി അല്ലേ, ബിസിനസ് ക്ലാസ്സിൽ കയറിയ ഭയങ്കര ഫെസിലിറ്റീസാ. ഞാൻ ജോഷിയൊക്കെ സ്ഥിരമായിട്ട് പോകണേ പിന്നെ സാഞ്ചേട്ട ഇപ്പോ അമ്പലപ്പറമ്പിൽ നേരത്തെ ഒരു പ്രോഗ്രാമിന് പോയപ്പോ ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾക്ക് തിരക്കായിരിക്കും പ്രോഗ്രാം. ഇപ്പൊ ഒരു ദിവസം 2-3 പരിപാടി ഉണ്ടാവും. അപ്പൊ ചില സ്ഥലങ്ങളില് ലേറ്റ് ആയി എത്തുമ്പോ അത്രയും തിരക്കുള്ള ഒരു നടനില്ല. ഒരു പരിപാടി ഉണ്ട്, വല്ല ഓണത്തിനും ക്രിസ്മസിനൊക്കെ ഈ 2 പരിപാടി കളിച്ചതിന്റെ എക്സ്പീരിയൻസേ ഉള്ളൂ. ഇതൊക്കെ 2-3 വെറുതെ പറഞ്ഞു. 2-3 ദിവസമൊക്കെ ഓടിയിട്ടുണ്ട് ഒരു പരിപാടി കഴിഞ്ഞിട്ട്. അപ്പോ അങ്ങനെ ലേറ്റ് ആയി എത്തുമ്പോ കമ്മിറ്റിക്കാരുടെ മധുര പ്രതികരണം ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ വല്ല പ്രതികരണങ്ങളും ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാൻ പറ്റുമോ? കമ്മിറ്റിക്കാരെ ഇപ്പൊ യഥാർത്ഥത്തിൽ ഒരു വേദി തന്നെ വളരെ കുറവാണ്. പക്ഷെ കളിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്. നമ്മൾ ഒരു 9 മണി 9:30 എന്ന് പറഞ്ഞാലൊന്നും അമ്പലപ്പറമ്പിലൊന്നും തുടങ്ങാൻ പോകുന്നില്ല. ആളൊക്കെ വന്ന് അവരൊക്കെ നമ്മളോടൊരു തീരുമാനം പറയുമ്പോൾ നമുക്ക് സെക്കൻഡ് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവിടെ നമുക്ക് അരമണിക്കൂർ വൈകിയാൽ അടുത്ത സ്ഥലത്തേക്ക് ഓടിയെത്തണതിന്റെ ടെൻഷനാണ്. അന്ന് നാടകം അങ്ങനെയാണ്. ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് സ്ഥലത്ത് വരും. ആ സെക്കൻഡ് സ്ഥലത്ത് കഴിഞ്ഞിട്ട് അവർ തേർഡിലേക്ക് പോകുമ്പോൾ നമ്മൾ സെക്കൻഡ് സ്ഥലത്തേക്ക് കളിക്കാൻ ചെല്ലും. നമ്മളപ്പോൾ അന്ന് കൊല്ലം ഭാഗത്തൊരു സ്ഥലത്താണ് എനിക്ക് പ്രോഗ്രാം, സെക്കൻഡ് കല്ലുവാതുക്കല. അപ്പോൾ ഈ
9:30 തുടങ്ങുമെന്ന് കരുതിയിട്ടാണ് ഞാൻ 1 മണിക്ക് അവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞ് കർട്ടനും കൊണ്ടേ കെട്ടിയിട്ടിട്ട് പോന്നേക്കണേ. ഇവിടെ തുടങ്ങിയത് 11:30. എൻ്റെ ഉള്ളിൽ ഞാൻ അപ്പം അവിടെ നാടകക്കാരൻ ഞങ്ങളെത്തുമെന്ന് പറഞ്ഞ് കളിച്ചിട്ട് പോയി. ഞാൻ 3 മണിക്കാണ് അവിടെ ചെല്ലണത്. പിന്നെ ഒന്നും പലതരം വാക്കുകളാണ്, ABCD ചേർത്തുള്ള വാക്കുകൾ, ഭയങ്കര പ്രശ്നങ്ങൾ, അടിക്കും തല്ലും, വണ്ടിക്കെട്ടടിക്കും, ടയർ കുത്തിപ്പൊട്ടിക്കും, ജനങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്, എന്തോ നമ്മൾ അപരാധം. സംഗതി നമ്മൾ താമസിച്ചു പോയി, മനഃപൂർവ്വമല്ല. പക്ഷെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി, കാര്യം എൻ്റെ 5ാമത്തെ വർഷമാണ് അവിടെ, ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി നേരെ ചെന്നിട്ട് ആ മൈക്ക് എടുത്തിട്ട് ഞാൻ പറഞ്ഞ് 5 വർഷം കളിച്ചു, 6ാമത്തെ വർഷമാണ്, ഞങ്ങളെ വിശ്വസിച്ചാണ് നിങ്ങൾ ബുക്ക് ചെയ്തത്, എന്നടുത്ത് പരിപാടി തുടങ്ങാൻ താമസിച്ചു പോയി. ഇത്തവണത്തെ കളി ഫ്രീ ആണ്, ഞങ്ങൾ ഫ്രീ ആയിട്ട് കളിച്ചിട്ട് പോകാൻ പോവുക എന്ന് പറയലും ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് ഇനി തുടങ്ങിയാൽ മതി, ആൾക്കാർ അവിടെ നിൽക്കണേ നിൽക്കട്ടെ. സാധനോടാ പറഞ്ഞത്, ഭക്ഷണം കഴിച്ചിട്ട് തുടങ്ങിയാൽ മതി, അങ്ങനെ ഉണ്ടാക്കിയാൽ മതി ഇവിടെ ഇട്ട്. അത്രേ ഉള്ളൂ. ആ സാധനം പിന്നെ ഞാൻ കാണുന്ന സീൻ 6:15 നമ്മൾ കളിച്ച് തീരണേ. ഇവരിങ്ങനെ പല്ലൊക്കെ തേച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കോട്ടവായൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കണേ. അപ്പോഴും കാശ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു പോയല്ല. പിന്നെ എൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞാൽ അത് കിട്ടിയാൽ അത്ര നല്ലതാണ്, ഇത്രയും പേരെ പിരിച്ചുവിടണ്ടേ. ഞാൻ ആ വർഷം മുഴുവൻ കളിച്ചാലും ഇത് പിരിച്ചുവിടൽ നടക്കൂല. അങ്ങനെ പേടിച്ച് നിൽക്കുന്ന സന്ദർഭത്തിലാണ് 6:30 അല്ലേ, ദോശ പറഞ്ഞിട്ടുണ്ട്, ചട്നിയും കൂടി കൂട്ടി കഴിച്ചിട്ട് പോയാൽ മതി. ഇപ്പം ഞാൻ വിചാരിച്ചു ദോശയിൽ പിള്ളേരെല്ലാവരും പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു, ആ തല്ലുകൊണ്ടാ പോരായിരുന്ന. ഞാൻ പറഞ്ഞു ആ സമയത്ത് പറഞ്ഞും പോയി, കാര്യമില്ല പെട്ടെ, കളി നല്ല അഭിപ്രായമില്ല പറയുന്നത്. ഞാനെന്നാ കയറിക്കോട്ടെ പ്രസിഡന്റെ, പൈസ മേടിച്ചിട്ട് പോ, പൈസ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ, ഇത്തവണത്തെ സംഭാവനയൊന്നും കൊടുക്കണ്ട, നന്നായിരുന്നു. ആ സമയത്ത് തോന്നിയ ബുദ്ധിയാണ്, മറിച്ച് കളിയും കൂടി പൊളിഞ്ഞാലുണ്ടല്ലോ. സാഞ്ചേട്ടൻ ഇതൊന്നും അല്ലാതെ ഒരു ഓഡിറ്റോറിയത്തിൽ ഷോ കഴിഞ്ഞ് നിൽക്കുക. സാഞ്ചേട്ടൻ ഓഡിറ്റോറിയത്തിൽ ഷോ കഴിക്കുമ്പോൾ ഓഡിറ്റോറിയത്തിന്റെ ചുമരിൽ എക്കോ വരാതിരിക്കാൻ ഇങ്ങനെ പെരിപെരിപെരാന്നാക്കി വെക്കുമല്ലോ ഓഡിറ്റോറിയത്തിന്റെ ചുമര്. അതിന്റെ അടുത്ത് ഷോ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് സാഞ്ചേട്ടൻ ഇങ്ങനെ ഷേക്കാൻ എടുത്തിട്ട് മനസ്സിലായോ? ഞാൻ സാഞ്ചേട്ടൻ പറഞ്ഞു ഇല്ല. ഓർത്ത് നോക്ക്, ഇല്ല. നോർത്ത് നോക്ക്, ഇല്ല. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല. അപ്പൊ സാഞ്ചേട്ടൻ എന്ന് പറഞ്ഞു, ഇനി എന്നെ കാണുമ്പോൾ ഓർക്കുവോ ഇത് പറഞ്ഞ ആളാണെന്നുള്ള നിലയിൽ? എന്നാ സാഞ്ചേട്ടൻ ഇല്ല അങ്ങനെ ഓർക്കൂല്ല, ഇതിപ്പോ നമ്മളോട് ഓരോ ഷോ കഴിയുമ്പോൾ എത്ര പേര് വന്ന് സംസാരിക്കുന്നു, അങ്ങനെ സംസാരിക്കുന്നവരെല്ലാം ഓർത്തിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. നിങ്ങളെ നമ്മൾ മറക്കാത്ത രീതിയിൽ, നിങ്ങളെ നമ്മൾ ഒരിക്കലും മറക്കരുത്, അങ്ങനെ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളെ ഓർക്കാൻ പറ്റുള്ളൂ അല്ലേ? ആ കൈ പിടിച്ച ഭിത്തിയിൽ ഒരൊറ്റ വരാ സാഞ്ചേട്ടന്റെ ഇവിടെന്ന് തൊലിയങ്ങ് പൊളിഞ്ഞ് ചോര വരും. ആ വയ്ക്കൽ ഒറ്റ വരച്ചിട്ട് ഇനി മറക്കരുത് എന്നിട്ട് ഒറ്റ പോക്ക് വഴി സാഞ്ചേട്ടാ. അല്ല ഞാൻ നോണ പറഞ്ഞാന്ന് വിചാരിക്കും. അല്ലല്ല സത്യം, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല സാഞ്ചേട്ടൻ അത് പരിപാടിക്ക് ശേഷമായിരുന്നോ പരിപാടിക്ക് മുമ്പായിരുന്നോ? പരിപാടിക്ക് ശേഷമേ ഉള്ളൂ. പരിപാടിയല്ല, പരിപാടി അവനും കൂടിയുള്ള പരിപാടിയാണ്. അല്ലെ പിന്നെ എല്ലാരും സിനിമാ നടന്മാരെ അനുസരിച്ചപ്പോ ചേട്ടനല്ല ആദ്യം സച്ചിൻ ടെണ്ടുൽക്കർ അനുകരിച്ചത് അല്ലേ? അയ്യോ ആണെന്ന് തോന്നുന്നു. നമ്മളൊക്കെ അന്ന് കാസറ്റ് ഒക്കെ കാണുമ്പോ ചേട്ടൻ ആദ്യമായിട്ട് ചെയ്തത് സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ്. അദ്ദേഹം അനുകരിച്ചതിന് ശേഷമാണ് നീ രണ്ടാമതാണ്. ആയിരിക്കണം. ആ സച്ചിൻ ടെണ്ടുൽക്കറിനെ ഒന്ന് കാണിക്കോ? ആ സച്ചിൻ ടെണ്ടുൽക്കർ അല്ല, ഇപ്പൊ ഇച്ചിരി ചേഞ്ച് ഉണ്ടാവും. In my first match, when I was 16, I was losing my concentration. There was some players around to disturb me. മാത്രമല്ല പുള്ളി നന്നായിട്ട് ഹരിശ്രീ അശോകനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു സ്റ്റേജില്. ചെയ്യില്ലേ? കിടക്കട്ടെ, വെട്ടിക്കളയാമല്ലോ ഒക്കെ നല്ലാണ് കട്ട് ചെയ്തല്ലേ. എന്റെ കഥ വെട്ടാനുണ്ട്, യൂസഫിന്റെ 2 ദിവസം ദീപെടുത്ത് വെട്ടാനുണ്ട്. അതെ, ചപ്പാത്തി ഞാൻ കഴിക്കൂല, ചോറാണ് തിന്നണത്. അതാണ് ഗാനാന്ന് ചോദിച്ചപ്പോ വേണ്ട എന്ന് പറഞ്ഞത്. അത്ര മതിയില്ലേ? ജോർജേട്ടനോട് ഒരു ചോദ്യം. ജോർജേട്ടാ, എന്തോ ജോർജേട്ടൻ ഈ ഫീൽഡിൽ വന്നില്ലെങ്കിൽ വേറെ എന്ത് പണിക്കാ പോവാ? ഒരു പണിക്ക് പോകൂല. ഒരു സെക്കൻഡ്, അതിന് ഞാൻ മറുപടി പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മറുപടി കൊടുക്കട്ടെ. ഞാൻ മറുപടി കൊടുക്കട്ടെ. എൻ്റെ ഫാദർ ഒരു ഇലക്ട്രീഷ്യനാണ്. ശ്രമവീർ നാഷണൽ അവാർഡ് നീലൻ സജീവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ശ്രമവീർ നാഷണൽ അവാർഡ്. KO ചീക്കു എന്നാണ് എൻ്റെ ഫാദറിൻ്റെ പേര്. പിഷാരടിക്ക് അറിയാം, മിക്കവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ മകനാണ് ഞാനും ഒരു ഇലക്ട്രീഷ്യനാണ്. ഞാൻ മോട്ടോർ വൈൻഡ് ചെയ്യും, സീലിംഗ് ഫാൻ വൈൻഡ് ചെയ്യും, ഒത്തിരി ഇലക്ട്രിക്കൽ വർക്ക് എനിക്കറിയാം. അതിന് ഒരു ഓക്കെ കേട്ടല്ലോ. ഈ ജോർജ് മോട്ടോർ വൈൻഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? ജോർജ് മോട്ടോർ വൈൻഡ് ചെയ്ത ഒരു കഥ പറയാം. ഒരു കഥയുണ്ട്. അത് കേട്ടിട്ട് അച്ഛൻ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച പോലെയല്ല മോട്ടോർ വൈൻഡ് ചെയ്തത്. പുള്ളി വൈൻഡ് ചെയ്തപ്പോൾ തിരിച്ചായി പോയി. അതായത് കിണറ്റിൽ നിന്ന് ടാങ്കിലേക്കാണ് വെള്ളം അടിക്കേണ്ടത്. ഇത് കണക്ട് ചെയ്തപ്പോൾ ടാങ്കിലെ വെള്ളം കിണറ്റിലേക്ക് വന്നു. അതാണ് ജോർജ് വൈൻഡ് ചെയ്തപ്പോൾ ഉണ്ടായ സംഭവം. ഇതെല്ലാം യൂസഫ് ഉണ്ടാക്കിയ കഥകളാണ്.
ഹരിശ്രീ മാർട്ടിൻ ചേട്ടൻ നാഗാലാൻഡില് ചിത്ര അധ്യാപകനായിരുന്നു. ഇപ്പോഴും അന്ന് സ്കൂളിലാണ് ചിത്രം വരച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോ കാണുന്ന മതലിലും ചുമരിലും ഒക്കെ ഇരുന്ന് AV തോമസ് ആൻഡ് കമ്പനിയിലെ മെയിൻ്റെനൻസ് അസിസ്റ്റന്റ് ആയിരുന്നു. എനിക്കറിയാൻ പറ്റാത്ത പണിയില്ല. എന്റെ വീട്ടിലെ പ്ലംബിംഗ് ചെയ്യണ ഞാനാണ്. മനസ്സിലായില്ലേ? പ്ലംബിംഗ് വിളിച്ചാലും ഞാൻ പറയാൻ കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരുമാതിരിപ്പെട്ട മിമിക്രിയിലേക്ക് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾ എന്തും ചെയ്യും. ചേട്ടാ, നിങ്ങളുടെ ബാച്ചിന്റെ നിങ്ങൾ സജീവമായിരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്തായിരുന്നു ശരിക്കും പറഞ്ഞാല്? അന്ന് സിനിമയൊന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ആലപ്പി അഷ്റഫ് സിനിമയിലോട്ട് വന്നു, അടുത്ത ആൾ സിനിമയിലോട്ട് വരുന്നു, അങ്ങനെ ജയറാം വന്നു, സിദ്ദിഖ് ലാൽ വരുന്നു. അപ്പോഴാണ് ഇതിലൂടെ സിനിമയിൽ കയറാം എന്നൊരു ചിന്ത പലർക്കും വന്നത്. പലരുടെ ഇൻസ്പിറേഷൻ അവരെ തന്നെ ആയിരുന്നു. പ്രസാദ്, ഒരു സെക്കൻഡ്. ജയറാം കലാഭവൻ ഈ മറ്റേ സിനിമയിലേക്ക് പോയപ്പോൾ പ്രസാദ് എന്നെ വിളിക്കാൻ വന്നില്ലേ? ആ ഗ്യാപ്പിൽ എൻ്റെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രസാദ് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ആബേലച്ചൻ എന്നെ വിളിപ്പിച്ചു. എന്നിട്ട് ആബേലച്ചൻ പറഞ്ഞു, ഇവിടെ ജയറാം സിനിമയിലേക്ക് പോയി, ആ ഒരു ഗ്യാപ്പിൽ തനിക്ക് ഇവിടെ മിമിക്രി ആർട്ടിസ്റ്റായിട്ട് നിൽക്കാമോ? ഇവിടെ നിന്നിട്ടെങ്കിൽ ജയറാമിനെ പോലെ ആകാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ടച്ചോ, എനിക്ക് എന്നെ പോലെ തന്നെ ആയാൽ മതി, ജയറാമിനെ പോലെ എനിക്ക് ആകണ്ടച്ചോ എന്ന് പറഞ്ഞു. ഞാൻ ഓർക്കണ്ട, അങ്ങനെ തന്നെ പറഞ്ഞു. കാരണം വേറൊരാളെ പോലെ നമ്മളാകണ്ട. അന്ന് അച്ഛൻ പറഞ്ഞത് അങ്ങനെയെങ്കിലും ഒരാളെ പറ്റി പറയുമ്പോഴെങ്കിലും ജോർജ് നന്നാകും എന്ന് കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ അതിലേക്ക് പോലും ജോർജ് അടുത്തില്ല. നമ്മൾ ഇപ്പം കഴിഞ്ഞ കുറേ അധികം സമയം പാരഡി കാസറ്റ്, ചിരി, കോമഡി ഇങ്ങനെയുള്ള വിഷയങ്ങളുടെ ഒരു തുടക്കം, വളർച്ച, വികാസം, ഇപ്പം എവിടെ എത്തിനിൽക്കുന്നു തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ എല്ലാ കാസറ്റുകളിലും പങ്കെടുത്ത ആർട്ടിസ്റ്റുകൾ, പലരെയും അനുകരിച്ച ആർട്ടിസ്റ്റുകളൊക്കെ പറയുമെങ്കിലും ഈ ഓണത്തിനിറങ്ങുന്ന കാസറ്റുകൾ ആദ്യ ഭാഗം തൊട്ട് ആ കാസറ്റ് പൂർണ്ണമായും കാസറ്റുകൾ നിലച്ചു പോയൊരു ഭാഗം വരെയും ആ കാസറ്റുകളിലെല്ലാം മാവേലിയായി നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരുന്നത്, ശബ്ദമായിട്ട് പല പല കലാകാരന്മാരാൽ അനുകരിക്കപ്പെട്ട് ശബ്ദമായിട്ട് എത്തിക്കൊണ്ടിരുന്നത് ഇന്നസെന്റ് ഏട്ടന്റെ ശബ്ദമായിരുന്നു. അദ്ദേഹം വലിയ നർമ്മം ഇഷ്ടമുള്ള, നർമ്മം ഉപജീവനമാക്കിയ ഒരാളാണ്. ഒരുപക്ഷെ ഇന്നസെന്റ് ഏട്ടൻ നമ്മളെ വിട പറഞ്ഞു പോയ ശേഷമുള്ള ആദ്യത്തെ ഒരു ഓണക്കാലം കൂടിയാണ് ഇത്, അല്ലെ? ഒറിജിനൽ ഇന്നസെന്റ് ഏട്ടൻ നമ്മളോടൊപ്പം ഇന്ന് ഈ സമയത്ത് ഇല്ല. അപ്പൊ അദ്ദേഹത്തെ ഓർക്കാൻ കൂടിയുള്ള ഒരു നിമിഷമാണ്. നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്, അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഉള്ളവരാണ്. സലീമേട്ടന്റെ 2 കുട്ടികളെയും എഴുത്തിനിരുത്തിയത് അദ്ദേഹമാണ്. ഈ പ്രോഗ്രാമിന്റെ ആദ്യത്തെ എപ്പിസോഡും തുടർന്നുള്ള എപ്പിസോഡുകളും ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ചത് അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹം ജോർജ് ചേട്ടന്റെ മോനെ എഴുത്തിനിരുത്തിയിട്ടുണ്ട്. അത് അദ്ദേഹത്തെ നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നു. നമുക്ക് ജോഷി ചേട്ടൻ ഇന്നസെന്റ് ഏട്ടന്റെ ആ 2 ശബ്ദവും ഇപ്പം നമുക്ക് വേണ്ടി ഒന്ന് അനുകരിക്കാം. ഇന്നസെന്റ് ഏട്ടൻ്റെ ഇന്നസെന്റ് ഏട്ടനായി ജീവിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ എല്ലാ നേട്ടങ്ങളും ഉണ്ടായിട്ടുള്ളത് ഇന്നസെന്റ് ഏട്ടൻ്റെ ഈ ശബ്ദത്തിലൂടെയാണ്. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഈ ആളുകളെ കാണുമ്പോൾ എനിക്ക് വലിയൊരു സന്തോഷമാണ്. ഇപ്പോൾ ഈ ഫണ്ട്സ് അപ്പോൺ എ ടൈം എന്ന് പറയുന്ന ഈ പ്രോഗ്രാം തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണം. കഴിവുള്ള ആളുകളെ കണ്ടെത്തി അവരിലുള്ള സർഗവാസനകളെ ഈ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കുമ്പോൾ അത് ഈ പിഷാരടിയെ പോലെയുള്ള ആളുകളും സലീം കുമാറിനെ പോലെയുള്ള ദേശീയ അവാർഡ് വാങ്ങിച്ച ആളുകളൊക്കെ ഇരിക്കുമ്പോൾ അത് പോരാതെ ഇവിടെ ഒരു കാലഘട്ടത്തിൻ്റെ ശബ്ദമായി മാറിയ എൻ്റെ ശബ്ദം, അത് ഈ മാവേലി എന്ന് പറയുന്ന ശബ്ദം തന്നെ ഓണക്കാസറ്റിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് ആ കാലത്ത് വരുമാനം നേടിയ ആർട്ടിസ്റ്റ് ജോർജൊക്കെ, അത് ഇയാള് എൻ്റെ കൂടെ അമേരിക്കയ്ക്ക് വന്നിട്ടുള്ള ഒരാളാണ്. ഞാൻ നോക്കുമ്പോൾ 2 ശബ്ദം, തബല, അന്നത്തെ തബല ഇപ്പോഴും പൊട്ടാതെ സൂക്ഷിക്കുന്ന ഒരാളാണ് ജോർജ്. ഈ ആളുകളെ ഇപ്പോഴും ഞാൻ മരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും കുറേ സിനിമകൾ കണ്ട് ആളുകൾ ഇപ്പോഴും ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. നിങ്ങൾ എന്നെ വീണ്ടും വീണ്ടും ഓർക്കുന്നതിൽ ഞാൻ വലിയ കൃതജ്ഞനാണ്. നന്ദി, നമസ്കാരം. എന്താണോ കുറെ നേരെ താൻ ഇവിടെ കിടന്നിട്ട് മാവേലി തമ്പുരാൻ എന്ന് പറയുന്നു?
ഇങ്ങനെ പാതാളത്തിൽ കിടന്നുറങ്ങിയാ മതിയോ? ഓണമായില്ലേ, കേരളത്തിലോട്ട് പോകണ്ടേ? താൻ എന്നെ ഓർമ്മിപ്പിക്കലോ. കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിലെ ഓണത്തിന് പോയപ്പോ ഞാൻ മറ്റു സാധനം ഇല്ലാതെ വന്നേ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല മാവേലി തമ്പുരാനെ. ചവിട്ടി താത്തിയപ്പോ വാക്ക് പറഞ്ഞതല്ലേ, വർഷത്തിൽ 10 തവണ കേരളത്തിൽ പോയി ജനങ്ങളെ 10 തവണ ഇപ്പൊ തന്നെ ഞാൻ പോയി 10 അല്ല 15 തവണ പോയി വന്നാലും ഇവിടെ ഈ കേരളം നന്നാവില്ലടോ. ഞാനും സ്റ്റേജിലെ തുടക്കകാലം മുതൽ ഇന്നസെന്റേറ്റിനെ അനുകരിച്ചു വരുന്ന ആളാണ്. ഇന്നസെന്റേറ്റ് രൂപം കൊണ്ട് എനിക്ക് തോന്നുന്നത് നേരത്തെ ഒരു ഫോട്ടോ ഇട്ടപ്പോഴേ കറക്റ്റ് എനിക്ക് സത്യം പറയാമെങ്കിൽ എന്നെ ജൂനിയർ ഇന്നസെന്റ് എന്നൊക്കെ പറഞ്ഞായിരുന്നു ആദ്യകാലങ്ങളിൽ ഈ സ്റ്റേജിലൊക്കെ എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇന്നസെന്റിന്റെ ആ ചേഷ്ടകളൊക്കെ ഞാൻ നന്നായിട്ട് അനുകരിക്കുമായിരുന്നു. ഞാൻ അനുകരിച്ച് തുടങ്ങുമ്പോൾ എൻ്റെ അമ്മേ എന്ന് അനുകരിച്ച് തുടങ്ങുമ്പോഴേ കയ്യടി വരും. എൻ്റെ ഒരു ഫിഗർ കൊണ്ടാണ്, വോയിസ് അത്ര ഇവൻ്റെ അത്ര പെർഫെക്റ്റ് അല്ല. അപ്പൊ എന്തായാലും യൂസഫിക്ക ഇന്നസെന്റിന്റെ ഫിഗർ അല്ലെങ്കിൽ ആ സാധനം കൃത്യമായിട്ടൊന്ന് ആയിക്കോട്ടെ. അദ്ദേഹത്തിൻ്റെ മരണത്തിലെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ അനുകരിച്ചിരുന്ന ഒരു അഭിരാമി എന്നൊരു പെൺകുട്ടിയോട് പ്രേമാഭ്യർത്ഥനയുമായിട്ട് വരുന്നതായിട്ടാണ് ഞാൻ അന്ന് മുതൽ ചെയ്തുകൊണ്ടിരുന്നേക്കുന്നത്. അത് തന്നെ. എൻ്റെ അമ്മേ ദേ ഞാൻ വന്നപ്പോ സന്തോഷമെങ്കിൽ ഒന്ന് കൈയടി എൻ്റെ മക്കളെ. ഓ എവിടെ അഭിരാമി, എവിടെ ദാ നിക്കണു. അഭിരാമി ഒന്നിങ്ങോട്ട് വന്നേ, ഒന്നിങ്ങോട്ട് വാടി. എനിക്കിപ്പോ എന്താ ഒരു കുഴപ്പം? ഗ്ലാമറില്ലേ, ഞാനൊരു പാട്ട് പാടാം. ആനച്ചന്തം ഗണപതി മേളച്ചന്തം, ആനച്ചന്തം ഗണപതി മേളച്ചന്തം, ഒട്ടും പൊട്ടും തിരിയാനി തിരി ഇന്തി ചന്തം, ഇത്തിരി ഇന്തി ചന്തം. പോട്ടെ.
രാജേഷേട്ടാ മനോഹരമായി. താങ്ക് യു. ശരിക്കും ഈ ദേവലോകത്തെ ഗന്ധർവന്മാരാണ് അവിടുത്തെ മ്യൂസീഷ്യൻസ്, ഗായകർ എന്നൊക്കെ പറയില്ല. അപ്പൊ കറക്റ്റ് രാജേഷേട്ടൻ സെന്റർ വകുപ്പ് എടുത്തിട്ടുണ്ട്. ആ ഒരു കിരീടം കൂടെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഗന്ധർവൻ അല്ലേ? അല്ലേ? അത് മാത്രമല്ല ഇപ്പം വേറെ കുറെ ഗന്ധർവന്മാര് സൈഡിൽ ഇരിപ്പുണ്ട് കേട്ടോ. നീ സൂക്ഷിച്ചാ നിനക്ക് കൊള്ളാം. ഈ ഹാസ്യഗന്ധർവന്മാരും ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം രാജേഷ് ഭായി, രാജേഷ് ഭായി ഇപ്പൊ നേരത്തെ രാജേഷ് ഭായിക്ക് ഇഷ്ടമുള്ള കുറെ പാട്ടുകൾ വായിച്ചു. ഇപ്പം ഞങ്ങളുടെ ചില ചോയ്സുകളൊക്കെ പറഞ്ഞാൽ രാജേഷ് ഭായി ഞങ്ങൾക്ക് വേണ്ടി അതൊന്ന് വായിക്കാവുന്ന അവസ്ഥയിലല്ലേ നിൽക്കുന്നത്? തീർച്ചയായിട്ടും ശ്രമിക്കും. അറിയാവുന്നതാണെങ്കിൽ വായിക്കും, ഇല്ലെങ്കിൽ ക്ഷമിക്കണം. അത് ക്ഷമിക്കുന്ന കാര്യം അല്ലേ? സലീമേട്ടൻ ക്ഷമിക്കുവോ? അത് ക്ഷമിക്കില്ല. അത് ഇല്ല, അങ്ങനെ എടുക്കാറില്ല. രാജേട്ടാ, നിങ്ങൾ വായിച്ചത് ഞങ്ങൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. ഇവരുടെ ആസ്വാദനം എങ്ങനെ ഇരുന്നു എന്ന് പറയാവോ? സത്യം പറഞ്ഞാൽ വായിക്കാൻ നേരത്ത് ഞാൻ ഭയങ്കര ടെൻഷനില്ല. കണ്ണടച്ചിരുന്ന് വായിക്കുന്നതുകൊണ്ട് ആരും നോക്കാൻ സാധിച്ചില്ല. ടി വിയിൽ കാണുമ്പോഴേക്ക് ഞാൻ നോക്കിയിട്ട് ഞാൻ പറയണം. കാരണം അവിടെ ഒരാള് ഇങ്ങനെ പ്രതിഭ പോലെ കുറെ നേരം ഇരിപ്പുണ്ടായിരുന്നു. പാട്ടൊക്കെ ശരിക്കും രാജേഷിന്റെ ഫുൾ ലുക്ക് ഞങ്ങളുടെ ജോഷി പാട്ടൊക്കെ ശരിക്കും ആസ്വദിച്ചു. പക്ഷേ എന്നോട് ചോദിക്കണേ ഏത് പാട്ടൊക്കെയാ പാടണെന്ന്. അല്ല, ആസ്വാദനത്തിന്റെ ഹൈലൈറ്റ് ഒരു കഥയുണ്ട്. ഇത് രാജേഷ് ആയണ്ടല്ലേ, സാക്ഷാൽ ദാസേട്ടൻ ബോംബെയിൽ ഒരു സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുമ്പം ആസ്വദിച്ച് സ്റ്റേജിന്റെ അടുത്ത് ചെന്ന് കയറി നിന്ന് ദാസേട്ടന് താളം പിടിച്ചു കൊടുത്ത ആളാണ് ഈ ഹരിശ്രീ മാർട്ടിൻ. മാട്ടിനോട് കളിക്കണ്ട. ഷൺമുഖാനന്ദ ഹാളില് ദാസേട്ടൻ സ്റ്റേജിന്റെ ബാക്കിൽ വന്ന് പരിചയപ്പെട്ട് വർത്താനൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞ് ദാസേട്ടൻ പാടുമ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾ നോക്കുമ്പോ കൂടിയിരുന്ന ആളെ കാണാനില്ല. നോക്കുമ്പോ സ്റ്റേജിൽ ദാസേട്ടന്റെ സൈഡിൽ നിന്ന് അപ്പൊ ചോദിച്ചു, ദാസേട്ടൻ ചോദിച്ചു അത് ആരാന്ന്, ഒരു താളം തെറ്റിയാളാന്ന് പറഞ്ഞു. എന്നിട്ട് ദാസേട്ടൻ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ കാണിച്ചു. ഇത് ആരാന്ന് വെച്ചാൽ കൊണ്ടുപോകാൻ കാണിച്ചിട്ട് രണ്ട് സംഘാടകര് വന്നിട്ട് മാർട്ടിൻ ചേട്ടനെ പിടിച്ച് സ്റ്റേജിൽ നിന്ന് വരാൻ പറഞ്ഞു. ഉടനെ ഇങ്ങനെ കാണിച്ചിട്ട് വന്നില്ല. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് ദാസേട്ടൻ പാടിക്കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട്, എന്താണ് താൻ സ്റ്റേജിലോട്ട് കയറി വന്നത്? അങ്ങ് കാന്തമാണ്, ഞാൻ ഇരുമ്പെന്ന്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ആ ഒരു സന്നിധിയിലാണ് വായിക്കണം. പറഞ്ഞ സത്യമായ കാര്യം തന്നെയാണ്. എതിരല്ല, അയ്യോ ഞാൻ ഉണ്ടാക്കി കഥ പറഞ്ഞതല്ല. അല്ല, എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ മാർജിന്റെ കാര്യം തന്നെ പറയാം. കാരണം സംഗീതം അത് എനിക്ക് തോന്നുന്നത് മിമിക്രി കാസറ്റ് രംഗത്ത് ഏറ്റവും മനോഹരമായിട്ട് ഹൈ റേഞ്ചിൽ പാടിയിട്ടുള്ള ഒരാളാണ് മാർട്ടിൻ. കാരണം എന്താ പറയുക, ഇപ്പോഴും എൻ്റെ വീട്ടിലിരിക്കുന്ന ആ ഒരു അലറാടിക്കുന്ന ട്യൂണുണ്ട്, തളതളാച്ചി ചുക്കുമരിക്കണ ചൂലാപ്പ്, അത് പാടിയ ഒരു അസാധ്യമായിട്ടുള്ള പാടിയിട്ടുള്ള ഞാൻ ആ പാട്ട് ഞാൻ ഒന്നും കൂടി മാറ്റി ഞാനൊന്ന് കൊടുക്കാം. അത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാസറ്റിലുള്ള സാധനമാണ്. അതിപ്പോ ഒരു കോളർ ട്യൂണായിട്ട് വന്നിട്ടുണ്ട്. അലറാമിന്റെ ശബ്ദമായിട്ട് ഒന്ന് പാടിക്കാം. അതുപോലെ അത്തലപുത്രതവളാച്ചി ചുക്കുമരിക്കണ ചൂടാപ്പി മറിയം വന്ന് വിളക്കൂതി. അത്തലപുത്തലതവളാച്ചി ചുക്കുമരിക്കണ ചൂടാപ്പി മറിയം വന്ന് വിളക്കൂതി. താങ്ക് യു. എന്നും രാവിലെ 5 മണിക്ക് എന്നെ വിളിച്ചുണർത്തുന്ന ഒരു ശബ്ദമാണത്. എന്റെ കല്യാണ കാസറ്റിലുണ്ടല്ലോ, ഇത്തിരി നാണം പെണ്ണിൻ കവിളിൽ നിന്നുള്ള പാട്ട് പാടാൻ കയറി മാർട്ടിൻ ചേട്ടൻ എന്റെ കല്യാണ റിസപ്ഷന്. അപ്പൊ തബലിസ്റ്റ് അവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് ഇത്തിരി നാണം പെണ്ണിൻ കവിളിനൊക്കെ പാടിയിട്ട് ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി, ഇങ്ങനെയുള്ള പാട്ട്. അതില് ആശംസ പറഞ്ഞപ്പോ തബലിസ്റ്റ് എന്തോ ടിക് 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 അടിച്ച് എല്ലാം കൈകൊണ്ട് കാണിച്ച് നിർത്തി. തബലിസ്റ്റിന്റെ അടുത്ത് എന്ന് കുന്തക്കാലയിൽ ഇരുന്നു. പിന്നെ പാട്ട് നടന്നിട്ടില്ല. 1/2 മണിക്കൂർ ഈ ആശംസയുടെ ക്ലാസ് തബലിസ്റ്റുമായിട്ട് നടക്കുകയാണ്. ആശംസ. കാരണം അത് സംഗീതം അരച്ച് കലക്കിയതുകൊണ്ടാണ്. അത് സമ്മതിക്കില്ല. അത് മാറ്റിച്ചേട്ടാ ഒരിക്കലും സമ്മതിക്കില്ല. അതെ, ഞാൻ ഈ ചാണാപ്പുള്ളി തമാശയാക്കാൻ നിൽക്കല്ല. ഇവര് മൈക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കുന്നവരോ പറഞ്ഞോളും. ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് രാജേഷിന്റെ ഒരു പാട്ട് കേൾക്കാനാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറഞ്ഞ രാജേഷ് വായിച്ചു തരുമോ? തീർച്ചയായിട്ടും. ഈ കമൽ സാറിന്റെ ഒരു പാട്ട് ഉണ്ടല്ലോ, കാക്കോത്തി കാവിലെ അപ്പൂപ്പൻ താടികള്, കണ്ണാന്തുമ്പി. അത് തന്നെ. തീർച്ചയായിട്ടും നമുക്ക് വായിക്കാം. തീർച്ചയായിട്ടും ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. കേൾക്കാം.
ശരിക്കും രാജേഷേട്ടൻ അറിഞ്ഞിട്ടാണ് ഞങ്ങൾ നേരത്തെ മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഈ ബിനീഷേട്ടനെ ഒന്നും കൊണ്ടുവന്ന് ഈ പെർക്കഷനൊന്നും വേണ്ടായിരുന്നു. സാക്കിർ ഹുസൈൻ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ പൈസ തബല വായിച്ച് ഉണ്ടാക്കിയ ആള് നമ്മുടെ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. ജോർജ് ചേട്ടൻ. രാജേഷ് ഭായി, എനിക്ക് ഇഷ്ടപ്പെട്ട ചെറുപ്പം മുതലേ കേട്ട് കേട്ട് അപ്പൊ ബാലനിലെ പാട്ട് കൊല്ലം കുറെ കാണൂല. അത് പറ. മറക്കാൻ പറ്റാത്തൊരു ഗാനമുണ്ട്, തേനും വയമ്പും എന്നുള്ള ഒരു ഗാനം. അല്ല അതെന്താ ജോർജ് ചേട്ടാ ഈ തേനും വയമ്പ് ഇത്ര മനസ്സിൽ കാരണം തേനും വയമ്പും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നും അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറുപ്പം പോലെ കഴിക്കണം തേനും വയമ്പും. ഇപ്പോഴും കഴിക്കുന്നുണ്ട്. പക്ഷെ ആ പാട്ടും ഇപ്പോഴും ഞാൻ ആസ്വദിക്കുന്നു. ജോർജ് എപ്പോഴാണ് ഈ കഞ്ഞിയും പയറിന് തേനും പയം പോയത്? അപ്പൊ ജോർജ് കഴിച്ചിട്ടിരിക്കുന്നത് കഞ്ഞിയും പയറുവാ. ആ ഗാനം ഒന്ന് പാടുവോ? നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ജോറേട്ടാ എങ്ങനെയുണ്ട് കഞ്ഞിയും പയറും? അല്ല തേനും പയറും നന്നായിരുന്നില്ലേ? അതിമനോഹരമായി. ശരിക്കും പറഞ്ഞാൽ ബാല്യകാലത്തിലേക്ക് തിരിച്ചു പോയി. ഒരു മിനിറ്റ്, സോറി. ചെറുപ്പം ഓണപ്പൂവ് എന്നുള്ളൊരു ഗാനം പാടാൻ പറ്റുമോ? ഓക്കെ. കാരണം ഓണക്കാലമല്ലേ, ഇപ്പൊ ഓണമല്ലേ. ഈ ഓണപ്പൂവ് എന്ന് പറഞ്ഞില്ലേ, എന്താണ് ഈ ഓണപ്പൂവ്? അങ്ങനെ ഒരു ഗാനമുണ്ട്. അല്ല ഗാനല്ല, ഓണപ്പൂവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓണപ്പൂ എന്ന് പറഞ്ഞാൽ ഓണമാസത്തിൽ ഉണ്ടാവുന്ന പൂവ്. അതല്ലേ ഓണപ്പൂ? അങ്ങനെയല്ല. ഓണപ്പൂവ് ഏതാ? ഓണത്തിനിടുന്ന ഏത് പൂവും, പൂക്കളത്തിൽ ഉപയോഗിച്ച ഏത് പൂവും ഓണപ്പൂ. പക്ഷെ അതിലൊരു പ്രത്യേകതയുള്ള ഒരു പൂവുണ്ട്, തുമ്പപ്പൂ. തുമ്പപ്പൂ മാത്രം ഇതിലില്ല. അതിൽ കിടക്കുന്ന വെള്ളപ്പൂ. എന്താ അങ്ങനെ അതാണ് ഇത് വെച്ചിട്ട് കരപ്പിനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം പൂവുകള് ഈ ഫ്ലാറ്റിലുള്ളവർക്കൊന്നും ചിലപ്പോൾ അത് കാണാൻ പോലും കട്ടിന്ന് വരില്ല. അത് ജോഷി, ഈ അന്നത്തെ പൂക്കളം എന്നൊക്കെ പറയുന്നത് വീടിന്റെ മുറ്റത്ത് ഒറിജിനൽ പൂക്കളം ഉണ്ടായിട്ടിരുന്നത്. അതിന് മാറ്റം വന്നു. പേരിന് മാത്രമായിട്ടാണ് ഇപ്പൊ പൂക്കളം വിതരണത്, ഇല്ലേ? അപ്പൊ ഈ ഉത്രാടത്തിന്റെ അന്ന് ഉത്രാട പുലരി അല്ലെങ്കിൽ തിരുവോണം, ഉത്രാടമില്ലാതെ തിരുവോണമില്ല. അപ്പൊ എവിടെ ചെന്നാലും ഓണത്തിന് നമ്മള് ഓണാഘോഷ പരിപാടിക്ക് എന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ കേൾക്കണ ഒരു ദേശീയ ഗാനമാണ് ഉത്രാട പൂനിലാവേവ. ആ പാവം പ്രസാദിന്റെ ആഗ്രഹം ഒന്ന് നടത്തി കൊടുക്കും. ഇവിടെ ഓണാഘോഷം നടക്കണമെങ്കിലും ഇവിടെ കൂടുതലായിട്ട് വന്നേക്കണത് മുസ്ലിം സഹോദരിമാരാണ്. അപ്പൊ ഈ പൂക്കളത്തില് മുസ്ലിങ്ങളുടെ ഒരു സംഭാവന ഉണ്ട്. അതിനാണ് കാക്കപ്പൂ എന്ന് പറയണത്. മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് അതുകൂടെ കാക്കപ്പൂവിനെ പറ്റി ഒരു പാട്ടും കൂടെ അല്ല സലീമേ, അതിനകത്ത് കാക്കപ്പൂ അല്ല എന്തുണ്ടെങ്കിലും ഓണത്തെ ദേശീയോത്സവമായിട്ടാണ് എല്ലാരും കാണുന്നത്. ജാതിയുടെയും മതത്തിനും മനുഷ്യനും അപ്പുറത്ത് എല്ലാവരും ഒന്നിക്കുന്ന ഒരുമയോടെ കാണുന്ന ഒരേ ഒരു ആഘോഷം. രാജേഷ് മനുഷ്യ മതങ്ങളെ സൃഷ്ടിച്ചു വായിക്കട്ടെ. മതങ്ങളെ സൃഷ്ടിച്ചു വായിക്കുക. അപ്പോഴും പ്രസാദേന്റെ ഓണപ്പൂ പോയിട്ടു. അപ്പോഴും പ്രാവ് പ്രസാദേന്റെ ഓണപ്പൂ. ഏത് വേണിപ്പ? അല്ലെങ്കിൽ എല്ലാവരും ഓണത്തിന്റെ സന്ദേശം തന്നെ ഒരു ജാതി മതം എന്നാണ്. അപ്പൊ ഒരു ജാതി ഒരു മതം അതായാലോ ഇല്ല, സമ്മതിക്കല്ല. പ്രസാദം സമ്മതിക്കില്ലെന്ന് തോന്നും.
അത് ആ പാട്ട് നല്ലതാ. ഒരു ജാതി ഒരു മതം ഈ കാലഘട്ടത്തിൽ പാടേണ്ട പാട്ട്. അല്ലെങ്കിൽ അത് വേണ്ട, മനുഷ്യനാണല്ലോ മതങ്ങൾ സൃഷ്ടിച്ചത്. അപ്പൊ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ഒരു കാര്യം ചെയ്യാം, പുള്ളിയുടെ കയ്യിൽ ലാത്തി പോലൊരു 10-35 ഓടക്കൂടിൽ ഇരിപ്പുണ്ട്. അതെടുത്ത് എല്ലാവരുടെയും തലക്കിട്ട് അടിക്കുന്നതിന് മുമ്പ് ഉത്രാടവും ഓണപ്പൂയും വായിച്ച് നമ്മൾ അവസാനിപ്പിക്കും. എന്തായാലും ആരും വേദനിപ്പിക്കാതെ 3 പാട്ടും രാജേഷ് ഭായി പാടി അടിപൊളിയായിരുന്നു. സൂപ്പർ. താങ്ക് യു. അപ്പൊ ഇഷ്ടം ഒരുപാട് പാട്ടുകൾ ഇപ്പൊ രാജേഷ് ഭായി നമുക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അതിഗംഭീരമായി. അവിടുന്ന് ഞങ്ങൾ തകർക്കായിരുന്നു എല്ലാവരും. ഇപ്പൊ നമ്മളിങ്ങനെയൊക്കെ ഒരു ഇതായി കഴിഞ്ഞു. ഇനി നമ്മുടെ പിള്ളേര് ഈ വേദി ശരിക്ക് നമ്മുടെ ആരുടെയും വേദിയല്ല. നമ്മുടെ ഈ ഫ്രണ്ട്സ് അപ്പോൺ എ ടൈമിന്റെ വേദി എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന നമ്മുടെ മത്സരാർത്ഥികളുടെ വേദിയാണ് അല്ലേ? നമ്മൾ അതിഥികളായിട്ട് വരുന്നവരാണ്. അപ്പൊ അവരുടെ എന്തെങ്കിലും ചോയ്സും കൂടി നമ്മൾ നോക്കണം. നോക്കും. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്? നിങ്ങൾക്ക് മാമന്റെ പാരഡി അല്ലാതെ എന്തെങ്കിലും നല്ലത് കേൾക്കാൻ കിട്ടുന്ന ഒരു സുവർണ അവസരമാണ്. ഇന്ന് അത് ഉപയോഗിക്കുക. ചേട്ടാ, നമുക്ക് മന്ദാര ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒന്ന് വളോ? തീർച്ചയായും.
രാജേഷേട്ടാ, ഒരു വലിയ നന്ദി അറിയിക്കുകയാണ്. നമുക്ക് വേണ്ടി ഇത്രയും മനോഹരമായിട്ട് ഞങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ നമുക്ക് വേണ്ടി വായിച്ചു തന്നു. താങ്ക് യു സോ മച്ച്. രാജേഷേ, വളരെ ഗംഭീരമായിരുന്നു. ഈ ഓണ നാളുകളിൽ ഇങ്ങനെ ഒരു വിരുന്ന് തന്നതിന് വലിയ നന്ദി. ഒത്തിരി ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം. പിന്നെ ഒരു കാര്യം, ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ബിനീഷിനെ കാണുന്നത്. അതേപോലെ സൈമൺ എൻ്റെ കൂടെ പഠിക്കുന്ന സ്കൂളിൽ, സ്കൂളിൽ. അതെ, അപ്പോ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഈ ഓണക്കാലത്ത് തന്നെ അവരെ കണ്ടുവിടാൻ സാധിച്ചു. വളരെ സന്തോഷമുണ്ട്. ശരിക്കും ഒരു മ്യൂസിക്കൽ എപ്പിസോഡ് തന്നതിൽ ഒത്തിരി സന്തോഷം. പക്ഷെ എനിക്കൊരു ആഗ്രഹം, എന്താ പറയാ, എത്ര മഹാന്മാരെ കലാകാരന്മാരോട്ടിരിക്കുന്നത്. അപ്പൊ ഇതില് എല്ലാവരുടെയും കഴിവുകൾ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ മാമന്റെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് കിട്ടി. അതെ, മാമന്റെ ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും. രാജേഷ് മോന്റെ പാട്ട് എന്നും കേൾക്കുന്ന ആളാണ് ഞാൻ. ഒരുപാട് ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ ഇവിടെ വന്നതിൽ ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് ഈ ഓണനാളിൽ അടിച്ചു പൊളിച്ച് തന്നതിന് ഒരുപാട് സന്തോഷം. അപ്പൊ എനിക്കിഷ്ടം, നേരത്തെ ശരത് സാറിന്റെ ഒരു പാട്ട് പാടിയായിരുന്നു അല്ലേ? അതെ. അപ്പൊ ശരത് സാറിന്റെ തന്നെ ഒരു പാട്ട് ഞാനിവിടെ പാരഡി ആയിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അനുവല്ലി പാടും, അതിന്റെ ബാക്കി രാജേഷ് വായിക്കണം. ഇതൊരു ദേവസഭാതലമാണ് ശരിക്കും. ഞാൻ മരിച്ചു വീഴുവോ ലാസ്റ്റ്? ഇല്ല, ഞാൻ പോണ്ടി വരും മിക്കവാറും. കോളറിൽ കറ കണ്ടു ഞാൻ, കറി വീണതാവാൻ സാധ്യത. കേശവാനിൻ മീശയിൽ ചെറുപയറു കറിയുടെ സാമ്പിളോ, ചോറു തിന്നാ കൈകൾ ഒന്നു കഴുകിടാനായി സാധ്യമോ? കഴുകിടാനായി മോഹം, പക്ഷെ കയ്യിൽ വേസ്തതു ഇല്ല ഹേ. ഇനിയുമീ കടകളിൽ കയറാനായി മോഹം. ഞാൻ ട്രൂപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഫീമെയിൽ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സുരേഷ് വെള്ളാങ്കല്ലൂരിൻ്റെ തൃശ്ശൂർ കലാകേരള എന്ന് പറഞ്ഞ ട്രൂപ്പിൽ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും കണ്ടപ്പോൾ എനിക്കൊരു പാട്ട് പറഞ്ഞു തോന്നി. അന്ന് ഞാൻ ട്രൂപ്പിൽ പാടിയൊരു പാട്ടുണ്ട്. അടുത്തതായിട്ട് പ്രാർത്ഥനാ ഗീതമാണ്. പ്രാർത്ഥനാ ഗീതം ആലപിക്കുന്നതിനായിട്ട് മങ്കമ്മ മണിയമ്മയെ ക്ഷണിക്കുന്നു. ഉടനെ തന്നെ ഞങ്ങൾ ഓടി വരും, പറഞ്ഞ ഓടി വന്നിട്ട് നിൽക്കും. നീ പാട്, നീ പാടറി, നീ പാട്, നീ പാട്. പ്രാർത്ഥനയ്ക്ക് ശേഷം ശാപ്പാട്. വീട്ടിൽ കയറി വന്നിട്ട് ഇത്രയും നേരം പ്രാർത്ഥനാ ഗീതം മലമ്പാക്കിയത് മങ്കമ്മ മണിയമ്മ. എന്താണ് ഇങ്ങനെ ഇരുന്നാ മതിയോ? ഇങ്ങനെ ഇരുന്നാ പറ്റൂല. അപ്പൊ എന്തായാലും നമ്മള് കൊണ്ടുവന്ന ടീം ഗംഭീരമായില്ലേ? പിന്നല്ലേ. അപ്പൊ നമ്മുടെ കാസറ്റ് എന്തായാലും വൻ വിജയമായിരിക്കും. ഞങ്ങൾ ഉടനെ തന്നെ തുടങ്ങും, സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മള് ഇത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ആദ്യം ഒരു പാട്ട് പാടിയല്ല, ഒരു പാട്ടും കൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് പാടും. തീർച്ചയായിട്ടും പാടിക്കോ. നമുക്ക് കാസറ്റിൽ ഉൾപ്പെടുത്താം. പ്രൊഡ്യൂസർ തന്നെ കാസറ്റ് പൊളിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയാണ്. അല്ല, ആദ്യത്തെ പാട്ട്, ആദ്യം പാടിയ പാട്ട് വിട്ടിട്ട് ലാസ്റ്റ് ഇപ്പൊ പാടാൻ പോണ പാട്ടും കൂടി ഇട്ടാലില്ലേ, ഇത് ഞാൻ ചെതറിക്കും നമ്മള്. കാസറ്റ് പിന്നെ ആരും കേൾക്കൂല. കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പാട്ട് ആദ്യം ഇടണം. അല്ല, നിങ്ങൾ ശരിക്കും എന്റെ കാസറ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നവരല്ല, അല്ലെങ്കിൽ എന്നെ വരുത്താൻ വേണ്ടി വന്നവരാണ്. അല്ല, ഞങ്ങൾ പ്രൊഡ്യൂസറാണ്. ഇവിടെ തന്നെ പാടിയിട്ട് തീരുന്നില്ല. ഷിജു ഏതായാലും പാടട്ടെ. കേശവൻ പാട്. ആ ശരി, വിട്ടു തന്നു. പാട് വേണോ മാമ? ആയിക്കോട്ടെ, വീട്ടിൽ പോണം. കാപ്പിക്കുരുവിൽ നിന്നും കാപ്പിപ്പൊടിയുണ്ടാക്കാം. കാപ്പിക്കുരുവിൽ നിന്നും കാപ്പിപ്പൊടിയുണ്ടാക്കാം.
തേയിലച്ചെടി നുള്ളിയെടുത്ത് കൂമ്പിലകൾ പൊടിച്ചെടുത്ത് ചായപ്പൊടിയുണ്ടാക്കാം, പണമേറെ സെറ്റാക്കാം. കാപ്പിക്കുരുവിൽ നിന്നും കാപ്പിപ്പൊടിയുണ്ടാക്കാം. അമൃതാജീവിയുടെയും ഫൺസപ്പോണ ടൈമിന്റെയും ഓണാഘോഷങ്ങളും ആരവങ്ങളും ഇങ്ങനെ തുടരുകയാണ്. ഫോർ ദ ടൈം ബീങ് ഇന്നത്തെ ആഘോഷം നമ്മളോട് വൈൻഡപ്പ് ചെയ്യുന്ന മുൻപായിട്ട് ഒരു അടിച്ചുപൊളി പാട്ട്. വേലിക്കേറിക്കണ വള്ളോൺ ചുളടിക്കേണ്, വേലിപ്പുറം ചുറ്റണ വള്ളോൺ ചുള്ളൊടിക്കേണ്. വേലിക്കേറിക്കണ വള്ളോൺ ചുളടിക്കേണ്, വേലിപ്പുറം ചുറ്റണ വള്ളോൺ ചുള്ളൊടിക്കേണ്. പണ്ടുണ്ട് പല നാളായി ഞാൻ ആശിച്ച കാര്യം, ഇന്നൊന്ന് സാധിച്ചു താറുണ്ട് കൊച്ചം വിറാട്ടി. പണ്ടുണ്ട് പല നാളായി ഞാൻ ആശിച്ച കാര്യം, ഇന്നൊന്ന് സാധിച്ചു താറുണ്ട് കൊച്ചം വിറാട്ടി. എന്താണോ ഏതാണോ നീ ആശിച്ച കാര്യം, എന്നോട് ചൊല്ലെന്നോട് നീ ആശിച്ച കാര്യം. എന്താണോ ഏതാണോ നീ ആശിച്ച കാര്യം, എന്നോട് ചൊല്ലെന്നോട് നീ ആശിച്ച കാര്യം. കുല വെട്ടിയ പിണ്ടികളുണ്ടൊടി കൊച്ചം വിറാട്ടി, കുല വെട്ടിയ പിണ്ടികളുണ്ടൊടി കൊച്ചം വിറാട്ടി. കുല വെട്ടിയ പിണ്ടിയല്ല ഞാനെ കാട്ടിക്കളഞ്ഞേ, കുല വെട്ടിയ പിണ്ടിയല്ല ഞാനെ തൊണ്ടിക്കളഞ്ഞേ. കന്നിയിലെ കച്ചി തരുമൊടി കൊച്ചം വിറാട്ടി, കന്നിയിലെ കച്ചി തരുമൊടി കൊച്ചം വിറാട്ടി. കന്നിയിലെ കച്ചികളെല്ലാം കന്നാലിരുന്നേ, കന്നിയിലെ കച്ചികളെല്ലാം കന്നാലിരുന്നേ. തകതിത്താ തിന്താരോ തകതിന്താരോ, തകതിത്താ തിന്താരോ തകതിന്തയിത്താരോ, തകതിത്താ തിന്താരോ തകതിന്തിനന്താരോ, തകതിത്താ തിന്താരോ തകതിന്തയിത്താരോ. കളയുടെ തുള്ളാട്ടം കാണുവാൻ വഴിയുണ്ടോ, കളയുടെ തുള്ളിക്കളി കാണാൻ മാർഗം അതുണ്ടോ. കളയുടെ തുള്ളാട്ടം കാണുവാൻ വഴിയുണ്ടോ, കളയുടെ തുള്ളിക്കളി കാണാൻ മാർഗം അതുണ്ടോ. താളത്തിൽ താളത്തിൽ മേളമടിക്കേ, താളത്തിൽ താളത്തിൽ മേളമടിക്കേ. മേളത്തിൽ താളത്തിൽ ചോട് തട്ടെന്ന് ഇവിടെ വന്നൊന്നു മേതാളം കൊള്ളന്റെ പാലിപ്പങ്കാളെ, ഇവിടെ വന്നൊന്നു തുള്ളാട്ടം തുള്ളന്റെ പാലിപ്പങ്കാളെ. മൂന്ന് കോണൊന്നു കെട്ടിച്ച വിട്ടന്റെ പാലിപ്പങ്കാളെ, നാല് കോണൊന്നു ചുറ്റി മറിതിരി പാലിപ്പങ്കാളെ. കുത്തല്ലേ വിട്ടല്ലേ എന്റെ പാലിപ്പങ്കാളെ, വെട്ടല്ലേ തൊഴിക്കല്ലേ എന്റെ പാലിപ്പങ്കാളെ. കുത്തല്ലേ വിട്ടല്ലേ എന്റെ പാലിപ്പങ്കാളെ, വെട്ടല്ലേ തൊഴിക്കല്ലേ എന്റെ പാലിപ്പങ്കാളെ.